റോൾസ്-റോയ്സിൻ്റെ ആക്സലറേറ്റർ, ഒരു കോർപ്പറേറ്റ് ആക്സിലേറ്റർ, എയർബസിൻ്റെ ആക്സിലേറ്റർ. ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്സ്, ലിറ്ററലി 1000+ സ്റ്റാർട്ടപ്സിനെ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാൻ സഹായിച്ച ഒരാൾ, ആ സ്റ്റാർട്ടപ്സിനെ അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ സഹായിച്ച ഒരാൾ, അതും മലയാളി. ഷിബിൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഷാൻ ഫോർ ഹാവിങ് മീ. എന്താണ് എക്സാക്ട്ലി ആക്സിലറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വൈ ഷുഡ് സംവൺ ജോയിൻ ആൻ ആക്സിലറേറ്റർ? നിങ്ങളുടെ ഫസ്റ്റ് ജോബ് ആക്സിലറേറ്ററിലുള്ള ജോബ്? ഞാൻ ആക്ച്വലി നുമ എന്ന് പറഞ്ഞൊരു ആക്സിലേറ്റർ ആയിരുന്നു. അവരെ ഇൻ ഹൗസ് പ്രോഗ്രാം ആയിരുന്നു. പക്ഷേ നുമയാണ് ആക്ച്വലി അന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഷെല്ലിൻ്റെ ആക്സിലേറ്റർ, ഒരു കോർപ്പറേറ്റ് ആക്സിലേറ്റർ, എയർബസിൻ്റെ ആക്സിലേറ്റർ, പിന്നെ അതേപോലെ റോൾസ്-റോയ്സിൻ്റെ ആക്സിലറേറ്റർ. ഫസ്റ്റ് വീക്കിൽ മെൻറ്റർ മാഡ്നസ് ആണ്. A company, on average, they'll meet close to 100 or 50 to 100 people in next 2-3 weeks. So what we do is, Techstars is a mentorship-driven accelerator. So ആർക്കും കാശ് കിട്ടുന്നില്ല ഇതിൽ മെൻറ്റർ ചെയ്യുന്നതിന്. എല്ലാ ആൾക്കാരും എവരിവൺ ഡു ഇറ്റ് ഫോർ ഫ്രീ. എന്നെ പേഴ്സണലി ഐ ഓൾവേസ് വാണ്ട് ടു ബി, ഞാൻ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ മിഷൻ ഓഫ് പർപ്പസ് ഓഫ് മൈ വർക്ക് ലൈഫ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഹെൽപ്പിംഗ് ഓൺടർപ്രണേഴ്സ് സക്സീഡ്. ആൻഡ് ദ മെയിൻ റീസൺ, അതിൻ്റെ പ്രധാന റീസൺ എന്ന് വെച്ചാൽ ഐ ബിലീവ് ഓൺടർപ്രണേഴ്സ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50-ൽ പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്. അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് eCom ഷോ. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്സ്, ലിറ്ററലി 1000+ സ്റ്റാർട്ടപ്സിനെ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാൻ സഹായിച്ച ഒരാൾ, ആ സ്റ്റാർട്ടപ്സിനെ അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ സഹായിച്ച ഒരാൾ, അതും മലയാളി. ഷിബിൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഷാൻ ഫോർ ഹാവിങ് മീ. ഷിബിൻ ഇപ്പം എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് തുടങ്ങണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, എന്നാൽ അവിടെ തുടങ്ങാം. ഞാൻ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ടെക്സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ ആക്സിലേറ്ററിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ അവിടുത്തെ പല റോൾസിലുണ്ട്. ഞാനൊരു അസോസിയേറ്റ് അനലിസ്റ്റായിട്ട് ജോയിൻ ചെയ്തു, പിന്നെ അസോസിയേറ്റ് റോളിലേക്ക് മാറി, പിന്നെ ഞാൻ പോർട്ട്ഫോളിയോ മാനേജറായിരുന്നു. കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഐ ബീൻ വർക്കിംഗ് എവറി ഡേ വിത്ത് ഫൗണ്ടേഴ്സ്. മൈ ഫുൾ ടൈം ജോബ് പല രീതിയിലുണ്ടായിരുന്നു. വെൻ ഐ സ്റ്റാർട്ടഡ്, എൻ്റെ ഗോൾ വാസ് ടു, ഭയങ്കര സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നല്ല കമ്പനീനെ കണ്ടുപിടിക്കുക, അവരെ ഇൻവെസ്റ്റ് ചെയ്യാം, നല്ല ആൾക്കാരെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ കമ്പനീസ് ആണെങ്കിലും ഇപ്പം വാട്ട് വി ഡു ഇസ്, ടെക്സ്റ്റാർസിൽ നമ്മൾ $120,000 ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിപ്പോൾ നാട്ടിൽ ഇപ്പോഴത്തെ പ്രൈസ് വരും മോർ ദാൻ 1 crore, 1 കോടി വെച്ചിട്ട്. ഇപ്പം ഞാൻ ഇറങ്ങുന്ന സമയത്ത് ടെക്സ്റ്റാർസ് ഒരു 5000 കമ്പനിയിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഒരു 5500 അല്ലെങ്കിൽ 6000 ആയിട്ടുണ്ടാവും. ആക്ച്വൽ നമ്പേഴ്സ് അറിയില്ല. അപ്പം ബേസിക്കലി എൻ്റെ ഫുൾ ടൈം ജോബ് എന്താണെന്ന് വെച്ചാൽ, അക്രോസ് ദ വേൾഡിലുള്ള ആൾക്കാരുടെ അടുത്ത് ടെക്സ്റ്റാർസിനെ കുറിച്ച് അവയർനെസ് ബിൽഡ് ചെയ്യുക, അവരെ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. ചിലപ്പോൾ ട്രാവൽ ചെയ്യാനുണ്ടാവും, ചിലപ്പോൾ അവർ ഓൺലൈൻ കോൾസിൽ ജോയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ പല ആൾക്കാരെ പ്രോപ്പർലി കണ്ട് മനസ്സിലാക്കി അവരെന്ത് പ്രോഡക്റ്റാണ് ബിൽഡ് ചെയ്യുന്നത്. മോസ്റ്റ്ലി പീപ്പിളാണ്. അപ്പം പല ആൾക്കാർ ചിന്തിക്കുന്ന സമയത്ത് വിചാരിക്കുമ്പോൾ നല്ല പ്രോഡക്റ്റ്, ഒബ്വിയസ്ലി പ്രോഡക്റ്റും പ്രോഗ്രസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മോർ ദാൻ ദാറ്റ് നമ്മൾ കമ്പനീസിനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡെക്ലർ ഡേറ്റ് ഉണ്ട്, ടീം മാർക്കറ്റ് പ്രോഗ്രസ് ഐഡിയ കംസ് ദ ലീസ്റ്റ്. അപ്പോൾ നമ്മൾ കൂടുതലും നോക്കുന്നത് ഈ ഫൗണ്ടേഴ്സിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു നാട്ടിലൊരു 1 കോടിൻ്റെ മുകളിൽ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. വാട്ട് വി ഡു ആസ്, കമ്പനിയുടെ ഒരു 6 to 8% ഓഫ് എക്വിറ്റി നമ്മൾ എടുക്കും കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് അവരൊരു 3 മാസം ഒരു പ്രോപ്പർ ആക്സിലേറ്റർ പ്രോഗ്രാമിലൂടെ കൊണ്ടുപോകും. അപ്പം ഇതാണ് അക്രോസ് ദ വേൾഡ് ടെക്സ്റ്റാർസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു ഗ്ലോബൽ ടീമിലായിരുന്നു. ഞങ്ങൾ ഗ്ലോബൽ ടീമായിരുന്നു. എല്ലാ പ്രോഗ്രാംസിലേക്കും സ്റ്റാർട്ടപ്സിനെ സോഴ്സ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാ ലോക്കൽ പ്രോഗ്രാംസും ചെയ്യും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മളാണ് ഒരു പ്രൈമറി. ഇപ്പോൾ ഓൺലൈനിലൊക്കെ നിങ്ങൾ പല ആപ്ലിക്കേഷൻ കൊടുത്താലും എന്ത് ചെയ്താലും നമ്മൾ പോയാണ് പ്രോപ്പർലി പൈപ്പ് ലൈനിലേക്ക് പോവാം. ഇപ്പം ഞങ്ങൾ ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇതേപോലെ കമ്പനീനെ കണ്ടുപിടിക്കുകയും പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. നമുക്ക് പല ടൈപ്പ് ഓഫ് ആക്സിലേറ്റർ പ്രോഗ്രാംസ് ഉണ്ട്, സിറ്റി പ്രോഗ്രാംസ് ഉണ്ട്, ലോക്കലി നമ്മൾ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കോർപ്പറേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. എല്ലാത്തിലും നമ്മൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കമ്പനി കണ്ടുപിടിക്കാൻ വേണം, അത് തുടങ്ങുകയും വേണം. ഒന്നുമില്ലാത്തൊരു സിറ്റിയിൽ പോയിട്ട് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ആ ഫുൾ സാധനം ഞങ്ങളെ സോഴ്സിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ടീമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആക്സിലറേഷനിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് കുറച്ച് ഫ്ലാഷ് ബാക്ക്. ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ജേണി? ശരിക്കില്ല ആ ജേണി, ഷിബിൻ്റെ ജേണി. നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50-ൽ പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്.
അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. ഷിബിൻ്റെ ജേണി എന്താ, എനിക്ക് തോന്നുന്നു ഒരു 6ാം ക്ലാസ്സൊക്കെ മുതൽ തുടങ്ങിയിട്ടുണ്ടാവും. ആ. ഞാൻ കോഴിക്കോട് മുക്കത്തിൻ്റെ അടുത്ത് ആലിന്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ അവിടെ പഠിച്ചതൊക്കെ അവിടെ അൽ-ഇർഷാദ് എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ്. ഞാൻ എന്താ പറയുക, ചെറുപ്പം മുതലേ ഞാനൊരു ഓൺട്രപ്രണർ പോലെ തന്നെയാണ്. ഫുൾ ടൈം കുറേ സാധനം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ഓൺട്രപ്രണർ ആണല്ലേ? ഓൺട്രപ്രണർ അല്ല, എന്തോ ഒരു കച്ചവടക്കാരൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനൊരു 7ാം ക്ലാസ്സൊക്കെ മുതൽ കുറേ ഷോപ്പുകളിലൊക്കെ നിന്നിട്ടുണ്ട്. ഞാൻ ഓമശ്ശേരി ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ടായിരുന്നു, അവിടുത്തെ സെയിൽസ്മാൻ ആയിരുന്നു. പിന്നെ ഞാൻ ജ്യൂസ് കടയിൽ നിന്ന് ശരി, ശാന്തി ഹോസ്പിറ്റലിൻ്റെ സ്ഥലം ആ ഏരിയയിൽ, യെസ്, അവിടെ ഫാത്തിമാസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ സെയിൽസ്മാൻ ആയിരുന്നു. അവിടെ ഫാൻസിയിലുണ്ടായിരുന്നു, ഫുട്വെയറിലുണ്ടായിരുന്നു. അതൊരു ചെറിയൊരു മിനി മോള് പോലെ ആയിരുന്നു. അപ്പം അവിടെ എല്ലാം നിന്നിട്ടുണ്ട്. അത് തുടങ്ങുന്നത് മുതൽ അതിൻ്റെ കുറേ നാൾ ഞാൻ സ്കൂളിൽ വന്നിട്ട് അവിടെ പോയിട്ട് അവിടെ നിൽക്കും. പിന്നെ വെക്കേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിൽക്കും. ഞാൻ അന്ന് മുതലേ ഒരു കച്ചവടക്കാരനായിരുന്നു. മേ ബി അവിടെ കുറേ സാധനം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരു ഇതുപോലെ ഗെയിമിൻ്റെ സീഡിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. വാട്ട് ഐ ഡു ഇസ് ലൈക്ക്, അത് പണ്ട് നമ്മൾ നെറോയിലൊക്കെ കുറേ സീരീസ് ഒക്കെ റൈറ്റ് ചെയ്ത് ഞാൻ വീഡിയോ ഗെയിംസ് ആണ് സെൽ ചെയ്ത് തുടങ്ങിയത് മേ ബി ഫസ്റ്റ് ആയിട്ട്. അപ്പോൾ എല്ലാവരും ഈ പണി ചെയ്തിട്ടുണ്ട്. പിന്നല്ല, അത് ബേസിക് ഞാൻ സ്പൈഡർമാനും ഫിഫയൊക്കെ സെൽ ചെയ്തിട്ടുണ്ട്. അതാണ്, പണ്ട് നെറോ ഉണ്ടാവില്ല നമുക്ക്. അതേപോലെ നെറോയിൽ ഒരു 10-20 ഡിസ്കിൽ എൻ്റെ സിസ്റ്റത്തിൽ എനിക്ക് തോന്നുന്നു 2 CPU അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു CPU തന്നെ കുറേ ഡ്രൈവ് ഉണ്ടായിട്ട് അതിൽ ഞാൻ ഫുൾ പ്രിന്റ് എടുത്ത്, ഞാൻ തിരൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിൻ്റെ CD കിട്ടും. നെറോയിലിടുക, ഫുൾ പ്രിന്റ് എടുക്കുക, എന്നിട്ട് ഇതേപോലെ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരു CD റൈറ്റർ ഉണ്ട്, അസൂസിൻ്റെ ഒരു CD റൈറ്റർ. അപ്പോൾ ഇതുപോലെ നല്ല മാർജിനായിരുന്നു. അങ്ങനത്തെ കുറേ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കമ്പ്യൂട്ടർ സർവീസ് ചെയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ വണ്ടി കച്ചവടം ഉണ്ടായിരുന്നു ഓമശ്ശേരിയൊക്കെ കുറേ പരിപാടി. ഏത് വയസ്സിൽ? ഇത് ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ഉപ്പൊക്കെ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൻ്റെ കൂടെ കുറേ സാധനങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലല്ലാത്ത ബാക്കിയെല്ലാ പരിപാടികളും ചെയ്തു പോയിട്ടുണ്ട്. പല പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കച്ചവടക്കാരനുള്ളിലുണ്ട്. അപ്പം എന്നും ഞാൻ എന്തെങ്കിലും എൻഡ് ഓഫ് ദി ഡേ ഞാനൊരു ബിസിനസ് മാൻ ആവും, അതിൽ ബിസിനസ് ചെയ്യുന്നൊക്കെ എപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ നിന്നു 10ാം ക്ലാസ് വരെ നാട്ടിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് +1 +2 റേസിൻ്റെ ഒരു പബ്ലിക് സ്കൂൾ പ്രോഗ്രാമിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പുണ്ട്. അപ്പോൾ ഹുസൈൻ സാർ ടീച്ചർ ആയതുകൊണ്ട് എൻ്റെ ഈ പരിപാടിയൊക്കെ കണ്ടപ്പം പുള്ളിക്കാരൻ ഓൾറെഡി അറിയാം ഞാൻ എവിടെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും. പക്ഷേ ഇങ്ങനെ ഇവിടെ നിന്ന് ഞാൻ നാട്ടിൽ ഞാൻ വലിയ പരിപാടികളൊക്കെ എന്തെങ്കിലും എന്താ പറയുക വണ്ടി കച്ചവടമൊക്കെ ഞാൻ ഇവിടെ ഒതുങ്ങിപ്പോകും. എന്നോട് പറഞ്ഞു, നീ എവിടെയെങ്കിലും പോയി പഠിച്ചോ, പ്രോപ്പർ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകണം. എനിക്കാണ് എൻട്രൻസ് എന്താണെന്ന് അറിയില്ല, വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ റേസിൽ അവരൊക്കെ പറഞ്ഞ എക്സാം ഒക്കെ കോഴിക്കോട് അവരെ ആദ്യത്തെ ബാച്ച്, ഞങ്ങൾ എക്സ്പെരിമെന്റ് ബാച്ച് ആയിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. MVP ആയിരുന്നു നമ്മളെ. അപ്പം അവിടെ പഠിച്ചു, +1 +2 അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കുസാറ്റിൽ കയറി. കുസാറ്റിൽ കയറിയതാണ് എൻ്റെ കുറച്ചുകൂടി എന്താ പറയുക, എനിക്ക് വേറെ കുറേ കോളേജസ് ഒക്കെ കിട്ടി. പക്ഷേ എനിക്ക് കേരളത്തിൽ കൊച്ചിയിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു. അവിടെ കുറേ സ്റ്റാർട്ടപ്പ് മിഷനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഏത് ഇയർ ആയിരിക്കും അത്? 2015 ഞാൻ കോളേജിൽ കയറിയത്. അപ്പം ഞാൻ അവിടെ കയറിയിട്ട് കോളേജിൽ കയറി കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ ഓരോന്ന് ഫിഗർ ഔട്ട് ചെയ്യാം, എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം കൊച്ചിയിൽ അന്ന് ഞാൻ എല്ലാ ടെക് കമ്മ്യൂണിറ്റീസിലും എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെയും ഭാഗമായിരുന്നു. ഐ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് സംഭവിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷേ ഐ വോണ്ട് ടു ഡു സംതിങ്. അങ്ങനെ പല സാധനങ്ങൾ ചെയ്തു. ടിങ്കറബ് നിങ്ങളൊക്കെ എല്ലാവരും ടിങ്കറബിൻ്റെ ഭാഗമായിരുന്നു. ഇനീഷ്യലി അവർ സ്റ്റാർട്ടൊക്കെ ചെയ്ത സമയത്ത് നമ്മളൊക്കെ ആയിരുന്നു ടിങ്കർ ചെയ്യാനുള്ള സ്ഥലം കൊച്ചി. എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഒരു ലൈബ്രറി, മേർക്കയും അവരെല്ലാവരും കുറേ പേരുണ്ട്. PS ആബിദ്ക അന്ന് സ്വീഡനിലായിരുന്നു. പക്ഷെ ആബിദ്ക ഭയങ്കര ആക്റ്റീവ്ലി എൻഗേജ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ഓൺലൈൻ നമ്മൾ ആബിദ്ക്കാനൊക്കെ അങ്ങനെ പരിചയപ്പെട്ടു. അപ്പം നമ്മളെല്ലാ ദിവസവും യൂണിവേഴ്സിറ്റിയിൽ അവർ എന്ത് ചെയ്തു, നമ്മളെ സീനിയേഴ്സ് അമേരിക്ക അവരെല്ലാവരോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരു SOൻ്റെ ലൈബ്രറി അവർ ഓപ്പൺ ചെയ്ത് വെച്ചു. എന്നിട്ട് അവിടെ കുറച്ച് ബീൻ ബാഗും ഇന്റർനെറ്റും AC എനിക്കൊന്നും പിന്നെ വന്നെന്ന് തോന്നുന്നു. നമ്മളോട് നിങ്ങൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ അത് കുറേ നാൾ എനിക്കൊന്ന് ഏതോ സമയത്ത് അവർ ഫുൾ ടൈം ഒക്കെ തുറന്നിട്ടായിരുന്നു. നമ്മൾ ഹാക്കത്തോൺസും കുറേ സാധനങ്ങൾ ചെയ്യുന്നത്. അത് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അവിടെ ഇന്റർനെറ്റ് ആക്സസ് ഉണ്ട്, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആക്സസ് ഉണ്ട്. അവിടെ ഒന്ന് എന്തെങ്കിലും ബിൽഡ് ചെയ്യാം. അപ്പം കുറേ ആൾക്കാരെ കാണുന്നു. കോളേജ് ഇട്ട് കഴിഞ്ഞാലും പിന്നെ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് ഉണ്ട്, എന്തുണ്ടെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും പഠിക്കുക. കോളേജിന്റെ ലൈബ്രറി ആയിരുന്നോ? SOE ലൈബ്രറി ആയിരുന്നു. പിന്നെ അവർ പുതിയ ലൈബ്രറി സ്പോട്ടിലേക്ക് മാറ്റിയപ്പോൾ ആ സ്പേസ് അത് എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല. എനിക്കൊന്നും അമേരിക്കൻ ടീംസൊക്കെ അവരെല്ലാവരും കൂടി എന്തോ യൂണിവേഴ്സിറ്റിയോട് പറഞ്ഞിട്ട് ആ സ്പേസ് ഓപ്പൺ ചെയ്യാൻ തോന്നുന്നു. ഇപ്പോഴത്തെ ടിങ്കറബിന്റെ സ്പേസ് അല്ല, അത് പണ്ടത്തെ ടിങ്കറബ്. ഇതിപ്പോൾ അത് സിറ്റിക്കായി. പിന്നെ സിറ്റിക്ക് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിന്റെ ഇതിലായിരുന്നു. പക്ഷേ ടിങ്കറബിന്റെ സ്റ്റാർട്ട് അവിടെ നിന്നാണ്. പിന്നെ ഇവൻച്വലി ടിങ്കറബ് വേറെ സ്പേസിലേക്ക് മാറി. ക്യാമ്പസിനുള്ളിൽ തന്നെ നമ്മളൊക്കെ എവിടെന്നെങ്കിലൊക്കെ ടിങ്കർ ചെയ്ത് തുടങ്ങാനും എന്തെങ്കിലുമൊക്കെ ചെയ്തത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ്. ടിങ്കറബുമായിട്ട് ബന്ധപ്പെട്ട് പല കഥകളുണ്ട്. ഫെലിക്സ് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ടിങ്കറബാണ് ആദ്യത്തെ സപ്പോർട്ട് തന്നത്. ലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റാർട്ടഡ് ഫ്രം ദർ. ഉറപ്പായിട്ടും ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കിയത്
അവിടെ നിന്നായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വേൾഡ് ഉണ്ട്, അങ്ങനത്തെ പല പല കാര്യങ്ങൾ. ഇപ്പം ടെക്കിൽ എന്തെങ്കിലും സ്കോളർഷിപ്പ് പ്രോഗ്രാംസോ പല സാധനങ്ങൾ വരുമ്പോൾ അതുമായി അറിയാം. എല്ലാ വീക്ക് ഡേയ്സ് ഈവനിങ് അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. അപ്പം കോളേജ് കഴിയാൽ അവിടെ പോവാന്നുള്ളത് മാത്രമായിരുന്നു. അവിടെയാണ് ഹാങ് ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഷിബിനെ ഞാൻ പൊതുവേ ക്ലാസ്സിൽ ഭയങ്കര കുറവാണ് പോക്ക്. അറ്റൻഡൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാനേജ് ചെയ്യും. പക്ഷേ എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ അവിടെ സിറ്റിക്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ ടിഗ്രബിൽ ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കണ്ടർനേഷൻ അടിക്കാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നോ? ഇല്ല, അതിന് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാം അതിനും പ്രോഗ്രാം ഉണ്ട്. അത് ബേസിക്കലി എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ ഇത്ര പെർസെൻറ്റേജ് അറ്റൻഡൻസും തരും, ഇത്ര പെർസെൻറ്റേജ് ഗ്രേസ് മാർക്കും തരും. അത് ഇപ്പോഴും ആ പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു കുസാറ്റിൽ. അപ്പോൾ നമ്മൾ കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്തു, കുറേ സാധനങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കമ്പനി രജിസ്റ്റർ ചെയ്തോ? അങ്ങനെ രജിസ്ട്രേഷൻ ഒന്നും വേണ്ട. ഐ മീൻ കമ്പനി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സാധനം നമുക്ക് ഐഡിയ അന്ന് പല പല സാധനങ്ങൾ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ പല കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമായ സമയത്ത് ഞാൻ ആക്ച്വലി ഗൂഗിൾ ഡെവലപ്പേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് സഞ്ജയ് നെഡിയാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മെൻറ്ററായിരുന്നു. സ്റ്റാർട്ട് ഗ്ലോബലിൻ്റെ സ്പീക്കിംഗ് ഓഫ് വിച്ച് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം കുറേ കഴിഞ്ഞിട്ട് ഐ ഓൾസോ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് സഞ്ജയ്. ഞാൻ ടെക്സ്റ്റാർസ് ടൊറന്റോയിൽ വർക്ക് ചെയ്യുമ്പോൾ സഞ്ജയ് എൻ്റെ മെൻറ്ററായിരുന്നു. സഞ്ജയ് കുറേ കാര്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഒരു പോയിന്റിൽ നമുക്ക് കുറേ സാധനത്തിന് ക്ലാരിറ്റി ഒന്നുമില്ല, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. ആ സമയത്ത് സഞ്ജയ് ഒക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നും കുറേ നല്ല ഡയറക്ഷനിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ അറ്റ് സം പോയിന്റ് ഒരു കാര്യങ്ങൾ പറയില്ല, നിങ്ങൾ തിരിഞ്ഞു വരുന്നൊക്കെ. അതേപോലെ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ടെക്സ്റ്റാർസ് ടൊറന്റോന്ന് ഐ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ സ്റ്റാർട്ട് ഗ്ലോബൽ ത്രൂ ടെക്സ്റ്റാർസ് ടൊറന്റോ. ആൻഡ് അവരെ കാനഡ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു കൊളീഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറെ ലെവലിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മെന്ററിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി. യെസ്, ത്രൂ ടെക്സ്റ്റാർസ്. ചുരുക്കി പറഞ്ഞ ഭയങ്കര ഇതായിരുന്നു. സഞ്ജയിനെ ഭയങ്കര ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. ഐ വാസ് ഓൾസോ വെരി ഹാപ്പി. സഞ്ജയ് ട്വിറ്ററിൽ ആരോ ഇൻവെസ്റ്റർ ആയിരുന്നു. ലിസ്റ്റോൺ ഇൻവെസ്റ്റർ ആണ്, പിന്നെ അതുപോലെ ബാലാജി ഇൻവെസ്റ്റർ ആണ്. അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാർ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ് കമ്പനി. അല്ലെങ്കിൽ ഗ്രോൺ എ ലോട്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. അപ്പം അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ കേരളത്തിൽ നിന്ന് കോഴിക്കോട് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു US കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ട്രൈപ്പ് അറ്റ്ലസ് ഒക്കെ പോലെ ചുമ്മാ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യാം. യു ഹാവ് ടു പേ ഐ തിങ്ക് റൈറ്റ് നൗ $600. പിന്നെ അതിൻ്റെ പല പല കോസ്റ്റിനും നമ്മൾ വേറെ പേ ചെയ്യണം. അപ്പം അതാണ് ദാറ്റ്സ് ഹൗ വാട്ട് സ്റ്റാർട്ട് ഗ്ലോബൽ ഡു. അപ്പം അത് കഴിഞ്ഞു. പിന്നെ ഇവഞ്ച്വലി സഞ്ജയ് ഒരു പോയിന്റ് എത്തിയപ്പോൾ ഹീസ് ബിസി വിത്ത് ദിസ് കമ്പനി. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് അപ്പ് ദ ഓർഗനൈസർ റോൾ. പിന്നെ ഒരു 3-4 വർഷം ഞാൻ ലിറ്ററലി കോളേജ് പഠിക്കുമ്പോൾ ഗൂഗിൾ ഡെവലപ്പേഴ്സ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും കോഡ് ചെയ്യുന്നുണ്ടായിരുന്നു, കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കോഫൗണ്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാം, പണ്ട് എൻ്റെ അഞ്ചും ഹുസൈൻ എന്ന് പറഞ്ഞിട്ട്, അവനിപ്പോൾ ഡോക്ടറാണ്. അവനിപ്പം എയിംസിൽ പഠിച്ചിറങ്ങി. അവനിപ്പം അതിൻ്റെ MD പഠിക്കാൻ തോന്നുന്നു, പഠിക്കണോ വർക്ക് ചെയ്യണം. അപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ വോട്ട് ചെയ്യാൻ, അന്ന് VB ആണെന്ന് തോന്നുന്നു, VBയിൽ നമ്മൾ നമുക്ക് ഒന്നും കോഡ് ചെയ്യാനൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഒന്നും അറിയില്ല. അപ്പോൾ ആ സമയത്ത് നാട്ടിൽ അന്ന് ഇൻ്റർനെറ്റ് കഫേയിൽ പോലെ മാത്രം നെറ്റ് കിട്ടും. പിന്നെ ഇന്റർനെറ്റുള്ള ആകെ വീട് അവൻ്റെ വീട് മാത്രം. അപ്പം ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ കഴിഞ്ഞിട്ട് ഈ പരിപാടിയും എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അവിടെ പോയിട്ട് യൂട്യൂബിൽ നോക്കി നമ്മൾ വിഷ്വൽ ബേസിക്സ് ഒക്കെ പഠിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു എന്താ പറയുക, സ്കൂളിൽ വോട്ട് ചെയ്യാൻ, നമ്മളെ സ്കൂൾ ലീഡർ ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളൊരു സാധനം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ആദ്യത്തെ ടെക്കിൻ്റെ. ജയിക്കാനുള്ള കോഡ് എഴുതിയോ? ഇല്ല, ഞങ്ങൾ മത്സരിച്ചില്ല. പക്ഷേ 1-2 തവണ ഞങ്ങൾ 1-2 സാധനത്തിനൊക്കെ അവിടെ ചെയ്തു. അതാണ് സ്റ്റാർട്ട്. പിന്നെ അത് അങ്ങനെ മുന്നോട്ടൊന്നും പോയില്ല. പിന്നെ അതുകൊണ്ടൊരു ചെറിയൊരു ടെക് ബാക്ക്ഗ്രൗണ്ട്, കുറേ ടെക്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് കുറേ മൊബൈൽ ആപ്സ് ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗൂഗിൾ ഡെവലപ്പേഴ്സ് ഗ്രൂപ്പിൽ ഇങ്ങനെ ആക്റ്റീവ്ലി ചെയ്തൊക്കെ തുടങ്ങിയപ്പം കുറേ ആൻഡ്രോയിഡ് കുറേ സാധനങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ആൻഡ്രോയിഡ് ആപ്സ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ആ സമയത്താണ് ഞാനിത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ആക്റ്റീവ്ലി കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 60-100 പരിപാടിയോ അത്രക്കും പരിപാടികൾ കൊച്ചിയിൽ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. എന്ത് പരിപാടി? ഗൂഗിൾ ഡെവലപ്പേഴ്സ് ഗ്രൂപ്പിൻ്റെ മീറ്റപ്സ് ഉണ്ടാവും, ഹാക്കത്തോൺസ് ഉണ്ടാവും, പിന്നെ അതേപോലെ എല്ലാ വർഷവും ഒരു ഡെഫ് ഫെസ്റ്റ് നടത്താറുണ്ട്. അപ്പം മോസ്റ്റ്ലി ഫോർ ഡെവലപ്പേഴ്സ്. അപ്പോൾ അവരെ പല ഞാൻ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ കോളേജിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനത്തെ പരിപാടികളും സാധനങ്ങളൊക്കെ പ്രോപ്പർലി ചെയ്തു തുടങ്ങി. പിന്നെ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നീ പൊക്കോ, കുഴപ്പമില്ല, ബാക്കി നീ എക്സാമിനൊക്കെ ഒന്ന് വന്നാൽ മതി. പിന്നെ കുറേ സാധനത്തിന് ഞാൻ ചെയ്യുന്ന വാല്യൂ അവർക്ക് മനസ്സിലായി. ഈ ടോപ്പ് ടയർ കോളേജസിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, അവർ വല്ലാതെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവർ ഇൻട്രസ്റ്റ് കാണിക്കും. ഇൻട്രസ്റ്റ് കാണിക്കുന്നവരെ ഓക്കെ യു ഡു ദാറ്റ് എന്ന് പറയും. പിന്നെ ചില സാറുമാരെ നമ്മൾ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ഒരു അബ്ദുള്ള സാർ ഉണ്ടായിരുന്നു കുസാറ്റിൽ, സിറ്റിക്കും ടിഗ്രബ സ്പേസിൽ നമ്മളത് തുടങ്ങാനൊക്കെ നമുക്ക് എപ്പോഴും ക്യാമ്പസിന് ഒരു സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ആ ലീഡർഷിപ്പ് എന്നുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അപ്പോൾ അബ്ദുള്ള സാറ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ടിഗ്രബൊക്കെ കാണുകയാണെങ്കിലും അന്ന് ആ സ്പേസിന് വേണ്ടിയിട്ട് അത് കോളേജായിട്ട് ഫൈറ്റ് ചെയ്ത് നമുക്ക് ആ സ്പേസ് തന്നത് അബ്ദുള്ള സാറായിരുന്നു. അപ്പോൾ അതേപോലെ എനിക്ക് തോന്നുന്നു അപ്പോൾ അബ്ദുള്ള സാറാണ് ഇത്രയും കൂടുതൽ ഓണ്ടർപ്രീനേഴ്സിനെ വളർത്താൻ സഹായിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എല്ലാ ആൾക്കാരെയും ആ ജേർണിയിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, ഓരോരുത്തരും ഓരോ നിമിത്തമെന്നൊക്കെ പറയല്ലോ, അതേപോലെ ആ സംഭവം ഉണ്ടായിരുന്നു.
പിന്നെന്താ അങ്ങനെ GDG ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ എപ്പോഴും ഞാൻ പല പല പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ ഗ്ലോബൽ ലീഡർഷിപ്പിൻ്റെ കൂടെ ഞാൻ ക്ലോസ്ലി വർക്ക് ചെയ്യായിരുന്നു. ഗൂഗിളിൻ്റെ ഒരു പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ അവർ ക്ലോസ്ലി. പിന്നെ ഞാൻ യൂസ് ടു റൈറ്റ് എ ലോട്ട് ഓഫ് കോൾഡ് ഇമെയിൽസ്. ഇപ്പം എല്ലാവരും AI ഉള്ളതുകൊണ്ട് കോൾഡ് ഇമെയിൽസ് ചെയ്താൽ ഭയങ്കര എളുപ്പം. ഞാൻ പണ്ട് കസ്റ്റം എഴുതുമായിരുന്നു. ഞാൻ എല്ലാ ആൾക്കാർക്കും എഴുതുമായിരുന്നു. സഞ്ജയ് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സഞ്ജയിൻ്റെ പോഡ്കാസ്റ്റ് KPH-ലെ ഫോർ ദ ഓഡിയൻസ് ഫെലിക്സ് ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. അടിപൊളിയാണ്. അപ്പോൾ സഞ്ജയിൻ്റെ അടുത്ത് ഞാൻ കുറേ സാധനം പഠിച്ചിട്ടുണ്ട്. അപ്പം സഞ്ജയ് നിങ്ങൾക്കറിയാം, സഞ്ജയ് എന്താ പറയുക, സഞ്ജയ് ഡെഫാണ്. ഫുൾ സംസാരിക്കാനൊക്കെ സഞ്ജയ്ക്ക് ചില സമയത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു ഓഡിയൻസിൻ്റെ അടുത്തൊക്കെ വരുന്ന സമയത്ത് നമ്മളങ്ങനെയല്ല, എന്താ പറയുക, പ്രൊആക്റ്റീവിലേക്ക് പക്ഷേ സഞ്ജയ് എന്താണെന്ന് വെച്ചാൽ സഞ്ജയിൻ്റെ വീക്ക്നെസ് പ്രോപ്പർലി യൂസ് ചെയ്ത് സ്ട്രെങ്ത് ആക്കി മാറ്റി. സഞ്ജയ് യൂസ് ടു റൈറ്റ് എ ലോട്ട് ഓഫ് ഗുഡ് ഇമെയിൽസ്. എനിക്കൊന്ന് കുറേ പേര് ഇൻവെസ്റ്റ് ചെയ്തത് എന്താ പറയുക സഞ്ജയിൻ്റെ ഇമെയിൽ വഴി മാത്രമാണ്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അഗ്രഗണ്യനായി ഇമെയിൽ ചെയ്തതിന് കാരണം ഹി കനോട്ട് ടോക്ക്. യെസ്. ആൻഡ് ഓൾസോ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെ കുറിച്ചും ഐ ട്രൈ ടു കീപ് അപ്ഡേറ്റിംഗ് ഇൻ ദ ഗ്ലോബൽ ഓഡിയൻസ്, അല്ലെങ്കിൽ ഗ്ലോബൽ ടീമിനൊക്കെ. ഇപ്പം ഗൂഗിൾ ടീമിനൊക്കെ ഞാൻ ചുമ്മാ മെയിലൊക്കെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തി, ഇത്ര ആൾക്കാർ ഷോപ്പ് ചെയ്തു, വേണമെങ്കിൽ ഇവർ ഗ്ലോബൽ റിപ്പോർട്ട്സ് ഒക്കെ വഴി അങ്ങനെ എത്താൻ പറ്റും. പക്ഷേ ഞാൻ ചുമ്മാ എല്ലാവർക്കും ഇമെയിലൊക്കെ അയച്ചു. പിന്നെ ഈ കാലിഫോർണിയയിലുള്ള ആൾക്കാർക്ക് അറിയണം, ഷിബിൻ എന്ന് പറഞ്ഞൊരു ചെറുക്കന് ഇവിടെ ഉണ്ട്, ഓൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്താൽ നമ്മൾ തന്നെ പറഞ്ഞാൽ മാത്രമേ അറിയൂ. നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പം അവരെൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഭയങ്കര ലെവലിൽ എന്താ പറയുക, അടിപൊളി സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ഹെൽപ്പിംഗ് എ ലോട്ട് ഓഫ് ഡെവലപ്പേഴ്സ് പല പല രീതിയിൽ. കുറേ പേര് ട്വിറ്ററിലും ഫേസ്ബുക്കിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു ഇൻ എ വേ ദാറ്റ് അവർ ആക്ച്വലി ഗൂഗിൾ I/O 2018 they sponsor me a trip to Silicon Valley. That changed my life. മേ ബി അതൊരു ഭയങ്കര ലെവലിൽ ചേഞ്ച് ആയിരുന്നു. ആ സ്റ്റോറിയിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അവരെനിക്ക് തന്നു. അവർ പറഞ്ഞു ഗൂഗിൾ I/O 5 ദിവസം ഉണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് വന്നു. പിന്നെ അതൊക്കെ ലോങ് സ്റ്റോറി, വിസ റിജക്ട് ചെയ്തു, പല പല സാധനങ്ങൾ എത്തിപ്പെട്ട അവസ്ഥ. അങ്ങനെ ഞാൻ ഗൂഗിളിൻ്റെ 5 ദിവസം മാത്രമേ കിട്ടിയുള്ളൂ. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു രാജീവ് സർക്കിൾ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതിനെ കിട്ടാൻ വേണ്ടിയിട്ട് വാട്ട് ദേ ഡു ഇസ് ലൈക്ക് ആശ ജഡേജ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺട്രപ്രണർ ഉണ്ട്. ജഡേജ മോത്വാനി എന്ന് പറഞ്ഞ ഓൺട്രപ്രണറുടെ വൈഫാണ്. സോ ജഡേജ മോത്വാനി ഈസ് വൺ ഓഫ് ദ ഏർലി ഇൻവെസ്റ്റർ ഓഫ് ഗൂഗിൾ. അപ്പം എന്താ പറയുക, ഏർലി ചെക്ക് കൊടുത്ത് അവർക്ക് ഫൗണ്ടേഴ്സിനൊക്കെ കൊടുത്ത് അവർക്ക്. അപ്പം ആശ ജഡേജ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ വർഷവും ഇത്ര പിള്ളേരെ, യങ് ഓൺട്രപ്രണേഴ്സിനെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ എടുത്തിട്ട് അവർ ചുമ്മാ ഇവരെ സിലിക്കൺ വാലിയിൽ ഒരു വീടുണ്ട് അവിടെ കൊണ്ടിടും. സിമ്പിൾ. എന്നിട്ട് അവിടുത്തെ ടൈക്കോൺ എല്ലാ കോൺഫറൻസും പറഞ്ഞുവിടും. ഇതിന് ഭയങ്കര ടൈറ്റ് പ്രോസസ്സാണ്. ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് ഇൻ. ഞാൻ ഒഫീഷ്യലി അവിടെ കയറാൻ പറ്റിയില്ല, കാരണം ഇതൊരു വേറെ തന്നെ പ്രോസസ്സാണ്. പെട്ടെന്ന് അത് വന്നത്. അപ്പം ഞാൻ ആശ ജഡേജയ്ക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഗൂഗിൾ ഫ്ലൈറ്റ് ടിക്കറ്റും സാധനമൊക്കെ തരുന്നുണ്ട്, ഞാൻ എന്തായാലും അവിടെ വരുന്നുണ്ട്. ഞാൻ വരുന്നുണ്ട്, ഞാനും കൂടി ജോയിൻ ചെയ്തോട്ടെ. ലോട്ട് ഓഫ് പാരലൽസ് സഞ്ജയിൻ്റെ കഥയിലും ഫെലിക്സിൻ്റെ കഥയിലും ഒക്കെ സിലിക്കൺ വാലിയിലേക്ക് ട്രിപ്പിൽ ഭയങ്കര ഐ ഓൾവേസ് വോണ്ട് ടു. ഇപ്പം എനിക്കറിയായിരുന്നു എൻ്റെ ഓപ്പർച്യൂണിറ്റി അവിടെ ഇരിക്കുന്നത്. പക്ഷേ അവിടെ എങ്ങനെ എത്തുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ പറയില്ല, ഓരോ ഇതിലായി നമുക്ക് അവസാനം ഓരോ നിമിത്തങ്ങൾ. പിന്നല്ല. അങ്ങനെ ഞാൻ അവിടെ എത്തി. ഈ സമയത്ത് ഞാൻ ആശ ജഡേജ പറഞ്ഞു, ഇങ്ങനത്തെ ആശ ജഡേജയ്ക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഞാൻ പണ്ട് ഇതേപോലെ ഒരു മേക്കർ ഫെയറിന് പോയപ്പോൾ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടായിരുന്നു, പരിചയപ്പെട്ടു, നമ്പറൊക്കെ മേടിച്ചു, മെസ്സേജ് അയച്ചു, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും തരണ്ട, എല്ലാം ഗൂഗിൾ കവേർഡ് ആണ്, ഞാൻ എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തോട്ടെന്ന് വെച്ചു. അങ്ങനെ ഞാൻ പുള്ളിക്കാരൻ മെസ്സേജ് നീ പോരുമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഫ്ലൈറ്റ് ടിക്കറ്റ് ഗൂഗിളിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ചിലവൊന്നുമില്ലെങ്കിൽ നിങ്ങൾ അതൊരു മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതാ. There is always a way എന്നുള്ളതാണ് തെളിയിക്കുക. അത്രേ ഉള്ളൂ, നമ്മൾ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ദ ആൻസർ ഇസ് നോ. അപ്പോൾ പക്ഷേ ദർ ഇസ് എ 50-50 പോസിബിലിറ്റി ടു ഗെറ്റ് എ യെസ്. അപ്പോൾ അത് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ട്രൂ. അപ്പം ഞാൻ എല്ലായിടത്തും ചെയ്യാറുണ്ട് കേട്ടോ. ഐ ഓൾവേസ് ആസ്ക് ഫോർ ഫോർഗിവ്നെസ് ഇൻസ്റ്റെഡ് ഓഫ് പെർമിഷൻ. നമ്മൾ ചോദിച്ചത് ചെയ്യാൻ പറ്റുമോ വേണം ഒക്കെ ചോദിക്കുന്നതിൻ്റെ പകരം ഞാൻ ചെയ്യും, അങ്ങനെ ചെയ്യാം, എന്നിട്ട് ബാക്കി വരുന്നോട്ട് ചെയ്യാം. അത്രേ. അങ്ങനെ ഞാൻ അവിടെ പോയി. ഇപ്പം ഞാൻ അവിടെ പോയിട്ട് ഗൂഗിളിലെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരെ വീട്ടിൽ പോയി താമസിച്ചു. ഈ വീട് എവിടെയാണെന്ന് വെച്ചാൽ മാർക്ക് സക്കർബർഗിന്റെ വീടിൽ നിന്ന് ഒരു 400 മൈൽസ് നടക്കാൻ മാത്രമേ ഉള്ളൂ. അത്രക്ക് കോർ പാലോ ആൾട്ടോലാണ്. അപ്പോൾ അവിടെ പോയി നിന്നു, കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു. ഇവരുടെ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ പേപ്പാലിന്റെ കുറേ ആൾക്കാരുണ്ട്, കുറേ ലൈക്ക് വാലിയിലുള്ള. ഇപ്പം മാർക്ക് സക്കർബർഗിന്റെ വീടിന്റെ അടുത്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ലെവൽ അവിടെയുള്ള ആൾക്കാരെല്ലാവരും. അപ്പം ഓരോ ദിവസം അവിടെ ചുമ്മാ ഒരു ദിവസം ഞാൻ അവിടെ കൗച്ച് കിടന്നുറങ്ങി വരുമ്പം ഒറാക്കിളിൻ്റെ ലൈക്ക് വൺ ഓഫ് ദ ടോപ്പ് സീനിയർ ലീഡർഷിപ്പ് ഒരു പുള്ളിക്കാരൻ വന്നു. അന്ന് എനിക്ക് മനസ്സിലായില്ല ഇവരെ കാണാം. അപ്പം അങ്ങനത്തെ കുറേ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു. ഇവർ പിന്നെ ദേ ഓൾസോ ഗിവ് യു ലോട്ട് ഓഫ് ടിക്കറ്റ്സ് ടു ടൈക്കോൺ, അതേപോലെ കുറേ സാധനങ്ങളൊക്കെ തരും. അപ്പോൾ അതിലും ടൈക്കോണിലൊരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്, ടിക്കറ്റ്സ് കുറവായിരുന്നു. അപ്പം ടൈക്കോണിലെ സമയത്ത് അത് ടിക്കറ്റ്സ് $22,000 അങ്ങനെ എന്തോ ആയിരുന്നു. നമ്മൾ കോളേജിൽ പഠിക്കുന്ന നമ്മളെടുത്ത് എല്ലാ സാധനം ഇറക്കി ഉള്ള സാധനങ്ങളൊക്കെ പെറുക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഇമെയിൽ അയച്ചു, അവരുടെ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് ചുമ്മാ ഇമെയിൽ അയച്ചു. ഞാൻ കേരളത്തിലെ അന്ന് ഇതേപോലെ ഗൂഗിളിൽ സെലക്ട് ചെയ്ത സമയത്ത് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂസിലും പിന്നെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഈ ടൈക്കോൻ്റെ ഒരു എന്താ പറയുക ഓർഗനൈസർക്ക് ചുമ്മാ ഇമെയിൽ അയച്ചു. റാൻഡം ഇമെയിൽ, ഓർഗനൈസർ അങ്ങനെ എന്തോ ഇമെയിലാണ്. ഫോർച്ചുനേറ്റ്ലി അതൊരു മലയാളിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്ത് എനിക്ക് റിപ്ലൈ ചെയ്ത് പറഞ്ഞു, ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്, ഐ ഗിവ് യു ഫ്രീ ടിക്കറ്റ്. ഓ അടിപൊളി. അപ്പോൾ ടൈക്കോണ്ട് പോകാൻ പറ്റി. ഞങ്ങൾ എപ്പോഴും ചോദിക്കാം പറയലുണ്ട്, ചോദിച്ചാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ചോദിക്കുക, അങ്ങനെ അത് കിട്ടി. അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കോൺഫറൻസിന് പോയി. പിന്നെ അതുപോലെ എൻ്റെ ഫ്രണ്ട് സുമേഷ് ഏട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്ത് പോയി നമ്മൾ ആൾക്കാർ എന്താ പറയുക, നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരെയും അങ്ങോട്ട് എപ്പോഴും നമ്മൾ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനത്തിൽ നമ്മൾ നിൽക്കുമ്പം നമ്മളെയും കുറേ പേര് ഹെൽപ്പ് ചെയ്യും. സുമേഷ് ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നു. സുമേഷ് ഏട്ടൻ സിലിക്കൻ വാലിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാൾ സുമേഷ് ഏട്ടൻ്റെ അടുത്ത് താമസിച്ചു. അതേപോലെ അവിടുത്തെ കുറേ ആൾക്കാരുടെ അടുത്ത് പോയി അവരോട് കണ്ടു. അപ്പം ഒരു മാസം ഞാൻ അവിടെ നിന്നത് എൻ്റെ ലൈഫിനെ മാറ്റി. നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മളൊരു സർവീസ് എക്കോണമിയിലാണ്. കുറേ എല്ലാ ആൾക്കാരും ടെക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനും പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തുടങ്ങി ടെക്സ് വെബ്സൈറ്റും ആപ്സും സാധനമൊക്കെ ബിൽഡ് ചെയ്തു. പക്ഷേ എനിക്കെപ്പോഴും ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. ഐ ഓൾവേസ് വാണ്ട് ടു വർക്ക് ബിറ്റ്വീൻ, അല്ലെങ്കിൽ എന്താ പറയുക, പീപ്പിൾ, ബിസിനസ്, അതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യണമായിരുന്നു. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് പല റോൾസിലൊക്കെ എടുക്കുമ്പോൾ പ്രശ്നം ഇരിക്കുന്നത് വെച്ചാൽ അവർക്ക് അത്ര പേ കിട്ടുന്നുണ്ടാവില്ല. ടെക്കിലാണ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ വി ഓൾവേസ് ടെൻഡ് ടു ഗോ ദർ. അപ്പോൾ ഞാൻ അങ്ങനത്തെ പല സാധനങ്ങൾ ട്രൈ ചെയ്തു. പക്ഷേ വേറെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. വെഞ്ചർ ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സിൻ്റെ വേറെ പല മേഖലകൾ. അപ്പം പക്ഷേ ഞാൻ അവിടെ പോയി പല ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചപ്പം ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ കണ്ട് മനസ്സിലാക്കി. അപ്പം പിന്നെ ഞാൻ ഫിഗർ ഔട്ട് ചെയ്തു. തിരിച്ചു വന്നിട്ട് ഞാൻ വിചാരിച്ചു, എനിക്ക് ഐ വോണ്ട് ടു വർക്ക് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ബിസിനസ്. വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ഡു ദാറ്റ്? ഏത് മേഖലയിലാണ് അതുള്ളത്? അപ്പോൾ അതേപോലെ അങ്ങനെ പല റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് വെഞ്ചർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ സ്റ്റാർട്ടപ്പ് ആക്സലറേറ്റർ, ആ സ്പേസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. യു ഗെറ്റ് ടു മീറ്റ് ലോട്ട് ഓഫ് ഓൺടർപ്രണേഴ്സ് എവറി ഡേ. എല്ലാ ദിവസവും കുറേ ഓൺടർപ്രണേഴ്സിനെ കാണാം. അതന്നെ ഡിഫറെൻ്റ് ആണ്. ഓൺടർപ്രണേഴ്സ് എല്ലാവരും ഭയങ്കര എന്താ പറയുക എനർജിയുള്ള ആൾക്കാരായിരിക്കും. പല സാധനങ്ങൾ എനിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും അത് എനർജി വരും. പിന്നെ അതുപോലെ പല ബിസിനസ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഐ ഓൾവേസ് വോണ്ട് ടു ബി എൻ ഓൺടർപ്രണർ. അപ്പം അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് സർഫസ് ഏരിയ ഓഫ് ലക്ക് കൂട്ടാമെന്നല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മേഖലയിൽ കുറേ ബിസിനസ് ഉണ്ട്, കുറേ ഓൺടർപ്രണേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും എന്താ പറയുക കുറേ ഓപ്പർച്യൂണിറ്റീസ് വരും. എവിടെന്നൊക്കെ എന്തൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ എത്തി. ഇവിടെ തിരിച്ചെത്തിയതിന് ശേഷം ഐ സ്റ്റാർട്ട് വർക്ക് ചെയ്യാൻ കുറച്ച് സ്റ്റാർട്ടപ്സിൻ്റെ കൂടെ ഒക്കെ പ്രോപ്പർലി വർക്ക് ചെയ്ത് തുടങ്ങി. കുറേ സാധനങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി. അത് ടെക് സൈഡിലാണോ വർക്ക് ചെയ്ത് തുടങ്ങിയത്? ടെക് സൈഡല്ല, കുറച്ചുകൂടി മാർക്കറ്റിംഗ്. ഇപ്പോൾ ഞാൻ കുറച്ച് നാൾ സഞ്ജയിനൂടെ കുറേ പ്രൊഡക്റ്റ് ആൻഡ് ലോഞ്ച് അങ്ങനത്തെ കുറേ സാധനത്തിന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ തുടങ്ങിയിട്ട് പല സ്റ്റാർട്ടപ്സിനോട് ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ഫിഗർ ഔട്ട് ചെയ്തു ആക്സലറേറ്റേഴ്സ് എ ഗുഡ് സ്പേസ്. അപ്പം പിന്നെ ഒരു പ്രശ്നം ഇരിക്കുന്നത് ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് ഇൻ വെഞ്ചർ ക്യാപിറ്റൽ. ഇപ്പോൾ ഇന്ത്യയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ്സ് ഹൗ ഐ ഫിഗർഡ് ഔട്ട് സംതിങ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ IIT നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ് വെഞ്ചർ ക്യാപിറ്റലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പെഡിഗ്രി ആണോ? അസമ്മൺ ഫ്രം ക്വിസാറ്റ് അല്ലെങ്കിൽ എനിക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. പക്ഷേ നമുക്ക് വി ഹാവ് ടു നമ്മൾ വഴിവെട്ടി പോകണം. അല്ലാതൊരു സ്വന്തം വഴി ഉണ്ടാക്കണം. അല്ലാതൊരു വഴിയില്ല. അല്ലെങ്കിൽ എന്താ പറയുക ആരും നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്തിരുന്നില്ല, നമുക്ക് നെറ്റ്വർക്ക് ഇല്ല. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. ഞാൻ സോഹോൻ്റെ കുറേ ഇവൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഹോയിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അതേപോലെ വേറെ കുറച്ച് ഒരു കമ്മ്യൂണിറ്റി റോൾസിലായിരുന്നു. അതേപോലെ അങ്ങനത്തെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നു. പക്ഷേ ഐ എൻഡഡ് അപ്പ് ജോയിനിങ് ആൻ പ്രോഗ്രാം കോൾ ഒരു ആക്സിലേറ്റർ ഇൻ ബാംഗ്ലൂർ കോൾ NUMA. ഒരു ഫ്രഞ്ച് ബേസ്ഡ് ആക്സിലേറ്റർ ആയിരുന്നു. അവിടെ ഞാൻ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം മാനേജറായിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ആക്സിലറേറ്ററിലേക്ക് എത്തുകയാണല്ലോ. നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50-ൽ പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്. അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. ഓക്കെ, എന്താണ് എക്സാക്ട്ലി ആക്സിലറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആൻഡ് വൈ ഷുഡ് സംവൺ ജോയിൻ ആൻ ആക്സിലറേറ്റർ? ഓക്കെ, ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ടു ആൻസർ. ബേസിക്കലി നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യാൻ ഒരു ബസ് കയറുന്ന കൂട്ടിയാൽ മതി. ബേസിക്കലി ഇപ്പം നമുക്ക് വേണമെങ്കിൽ ബീച്ചിലേക്ക് ഓട്ടോ വിളിച്ച് പോകാം, അല്ലെങ്കിൽ നടന്നു പോകാം, പല രീതിയിലും പോകാം. പക്ഷേ കുറേ സാധനങ്ങൾ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ചെയ്തിട്ട് അവിടെ എത്താൻ പറ്റും. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ സൈലോഡായിട്ട് ഇപ്പോൾ ഞാൻ കോഴിക്കോട് എൻ്റെ വീട്ടിലിരുന്ന് കുറേ സാധനം ബിൽഡ് ചെയ്യാം. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യും മോർ ദാൻ ബിൽഡിങ് വേറെ കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ട്. വിൽ ഗോ ത്രൂ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ഫേസസ്. ഇതിൽ നമ്മൾ നല്ല ഇതിൽ പണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കാണണം. അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ എത്താൻ പറ്റില്ല. ചില ആൾക്കാർക്ക് കോൾഡ് ഇമെയിലൊക്കെ അയക്കാം, പക്ഷേ എത്ര പേര് നമ്മൾ കാണും? അല്ലെങ്കിൽ ഇതേപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ട്. പിന്നെ ഫണ്ട് റേസ് ചെയ്യണം. കോഴിക്കോട് വീട്ടിലിരിക്കുന്ന എനിക്ക് ചിലപ്പോൾ ഫണ്ട് റേസ് ചെയ്യാൻ ഐ ജസ്റ്റ് വാണ്ട് ടു
ഷോ ദ വേൾഡ് എന്താ പറയുക ഞാനിത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കണം. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റ് ട്രാക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാമാണ് ഇപ്പം എCommerce, ടെക്സ്റ്റാർസ് ഒക്കെ അതേപോലത്തെ ആക്സിലേറ്റർ. അപ്പം ടെക്സ്റ്റാർസിൽ ഞാൻ പറയുന്നൊരു മോഡൽ എന്ന് വെച്ചാൽ വാട്ട് ദേ ഡു ഇസ് ഒരു 3 മാസം ഒരു ഇൻറ്റൻസ് പ്രോഗ്രാം ആയിരിക്കും. നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ നമ്മളെ ഫസ്റ്റ് ഡേ ഡെക്കിൽ പറയും സോറി ടു യുവർ ഫാമിലി എന്നാണ് പറയുക. കാരണം അടുത്ത 3 മാസം ഇറ്റ്സ് ഗോയിങ് ടു ബി ഹാർഡ്. നമ്മളെ പ്രോഗ്രാം നമ്മൾ ഫുള്ളി സ്പ്ലിറ്റ് ചെയ്യുന്നത് 3 മാസത്തേക്ക് പ്രോപ്പർ kind of 12 to 13 weeks. First month completely, we call it as mentor madness and mentor matching. So what happens is, നിങ്ങൾ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ വയർ ദ മണി. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രോപ്പർ കമ്പനി ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് അയച്ചു തരും. എന്നിട്ട് യു വിൽ ജോയിൻ ദ പ്രോഗ്രാം. നമ്മൾ ഓൺലൈനും ചെയ്തിട്ടുണ്ട്, ഓഫ്ലൈനും ചെയ്തിട്ടുണ്ട്. ഞാൻ ഓഫ്ലൈൻ ചെയ്യുന്ന പ്രോസസ്സ് പറഞ്ഞുതരാം. 12 to 13 വീക്സ് ഉണ്ടാവും. ഫസ്റ്റ് വീക്ക് എല്ലാവരും വരും. കുറേ കമ്പനീസ് പല ഭാഗത്തു നിന്നുണ്ടാവും. ചില ആൾക്കാർ ഇപ്പം ഞങ്ങൾ കാനഡ പ്രോഗ്രാമിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് വി ഹാവ് സംതിങ് കോൾഡ് എ കാനഡ സ്റ്റാർട്ടപ്പ് വിസ പ്രോഗ്രാം. സോ വി ഓൾ നോ ദാറ്റ് ഇഫ് യു ബിൽഡിംഗ് എ B2B SaaS കമ്പനീസ് യു ക്യാൻ ബിൽഡ് ഇറ്റ് ഫ്രം ഹിയർ. ബട്ട് ഓൾസോ നമുക്ക് ഒരു നോർത്ത് അമേരിക്കൻ ടൈം സോണിലേക്ക് മൂവ് ചെയ്യാൻ പറ്റിയാലും അങ്ങനത്തെ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിന് മാത്രം അവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ കുറേ കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യാൻ കാനഡൻ്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. അപ്പം ഇഫ് യു ഹാവ് എ സ്റ്റാർട്ടപ്പ്, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് വിസ പ്രോഗ്രാമിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ് ടു 5 co-founders ആൻഡ് ദെയർ ഫാമിലി ക്യാൻ മൂവ് ടു കാനഡ ആൻഡ് സെറ്റിൽ ദെയർ ആൻഡ് യു വിൽ ഗെറ്റ് എ PR. അപ്പോൾ അതിന് നമുക്ക് സ്പെഷ്യൽ ഡെസിഗ്നേഷൻ ഉണ്ടായിരുന്നു. അപ്പം എല്ലാ കമ്പനീസും നമുക്ക് ആ ലെറ്റേഴ്സ് കൊടുക്കാൻ പറ്റുമായിരുന്നു. ബട്ട് ടെക്സ്റ്റാർസ് ടൊറൻറ്റോയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കമ്പനീസ് ഉണ്ടായിരുന്നു. ആഫ്രിക്ക, ബ്രസീൽ, കുറേ വിയറ്റ്നാം, പല അക്രോസ് ദ വേൾഡ് കുറേ കമ്പനീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഫ്ലൈ ഡൗൺ ചെയ്ത് വരും. നമ്മൾ ഫസ്റ്റ് വീക്ക് എല്ലാവരും ഒന്ന് കാണും, മീറ്റ് ചെയ്യും. നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും. ഇവരെ കൊണ്ട് ഹൈക്കിങ്ങിനൊക്കെ പോകും. അപ്പം ആദ്യത്തെ വീക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് മിംഗ്ലിങ്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക, അവരെ എൻഗേജ് ചെയ്യുക. അപ്പം ഗെറ്റ് ടു നോ ഈച്ച് അതർ. സെക്കൻഡ് വീക്ക് മുതൽ പണി തുടങ്ങും. സോ ടെക്നിക്കലി എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഡേറ്റിംഗ് മോഡലിലായിരിക്കും. അതായിരിക്കും. പക്ഷേ യു ആർ ആക്ച്വലി സ്റ്റാർട്ടിങ് സംതിങ്. സെക്കൻഡ് വീക്ക് മുതൽ വാട്ട് വി ഡു ഇസ് ഇറ്റ്സ് ഫസ്റ്റ് വീക്കിൽ മെന്റർ മാഡ്നസ് ആണ്. എ കമ്പനി ഓൺ ആവറേജ് ദിൽ മീറ്റ് ക്ലോസ് ടു 100 or 50 to 100 people in next 2-3 weeks. So what we do is Techstars is a mentorship driven accelerator. So ആർക്കും കാശ് കിട്ടുന്നില്ല ഇതിൽ മെൻറ്റർ ചെയ്യുന്നതിന്. എല്ലാ ആൾക്കാരും എവരി വൺ ഡു ഇറ്റ് ഫോർ ഫ്രീ. എൻ്റെ അല്ലെങ്കിൽ എന്നെ പേഴ്സണലി ഐ ഓൾവേസ് വാണ്ട് ടു ബി, ഞാൻ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ മിഷൻ ഓഫ് പർപ്പസ് ഓഫ് മൈ വർക്ക് ലൈഫ് ഞാനെപ്പോഴും ആലോചിക്കുന്നത് ഹെൽപ്പിംഗ് ഓൺടർപ്രണേഴ്സ് സക്സീഡ്. ആൻഡ് ദ മെയിൻ റീസൺ, അതിൻ്റെ പ്രധാന റീസൺ എന്ന് വെച്ചാൽ ഐ ബിലീവ് ഓൺടർപ്രണേഴ്സ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അതെനിക്ക് ടെക്സ്റ്റാർസ് എന്നാണ് കിട്ടിയത്. അപ്പോൾ ടെക്സ്റ്റാർസ് വർക്ക് ചെയ്യുന്ന ആ പ്രിൻസിപ്പിളാണ്. ദർ ഇസ് എ പ്രിൻസിപ്പിൾ കോൾഡ് ഗിവ് ഫസ്റ്റ്. സോ വാട്ട് ഇറ്റ് മീൻസ് ഇസ് ഒന്ന് എക്സ്പെക്ട് ചെയ്യാതെ ഹെൽപ്പ് ചെയ്യാം. ഹെൽപ്പ് പീപ്പിൾ വിതൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് റിട്ടേൺ. പക്ഷേ ഒബ്വിയസ്ലി റിട്ടേൺ വരികയും ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് ഓഫ് ടൈം, പക്ഷെ അത് അവിടെ നിന്ന് തന്നെ വന്നോളണമെന്നില്ല. ഫ്രം സംവെയർ എൽസ്. യെസ്. അപ്പോൾ മെൻറ്റേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മൂന്നാഴ്ച 2 to 3 വീക്സിൽ ഞാനൊരു ഫൗണ്ടറാണ്, പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു. as someone who runs the program, my duty is to actually list all the mentors, talk to them. Okay, ഞങ്ങൾക്ക് പുതിയ പ്രോഗ്രാംസ് വരുന്നുണ്ട്, ഇതിൽ ഇത്ര നമ്പർ ഓഫ് കമ്പനീസ് ഉണ്ട്. മൈ ഗോൾ ഇസ് ടു മാച്ച് ദിസ് ഫൗണ്ടേഴ്സ് ടു ഓൾ ദിസ് മെൻറ്റേഴ്സ്. ചിലപ്പോൾ എടെക്കിൽ വർക്ക് ചെയ്യുന്നൊരു ഫൗണ്ടർ വന്നിട്ടുണ്ടാവും. ഐ ജസ്റ്റ് വാണ്ട് ടു ലുക്ക് ഇൻ ടു മൈ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റാർസിൻ്റെ നെറ്റ്വർക്ക് ഉണ്ടാവും, എൻ്റെ പായ നെറ്റ്വർക്ക് ഉണ്ടാവും. അവരോടൊക്കെ സംസാരിക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ട്, കുഡ് യു ബി ഇൻട്രസ്റ്റഡ് ഇൻ ടോക്കിംഗ്. അപ്പം ഒരു മെൻറ്റർ ആക്ച്വലി ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു ബാച്ചിൽ 12 കമ്പനീസ് ഉണ്ടെങ്കിൽ അവരെല്ലാവരുടെ അടുത്ത് സംസാരിക്കാം. ഞാൻ ഇവരോട് പറയാം, നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ എനിക്കൊരു 2-3 മണിക്കൂർ നിങ്ങൾ തരണം, അല്ലെങ്കിൽ ഒരു 5 അക്കംപ്ലിഷ്ഡ് ഓൺടർപ്രണേഴ്സ് ആയിരിക്കും അവർക്ക്. പിന്നെ കഴിഞ്ഞ ബാച്ചിലുള്ള ടെക്സ്റ്റാർസ് ഫൗണ്ടേഴ്സ് ഉണ്ടോ, കാരണം ഓൾറെഡി അത് ആ പ്രോഗ്രാമിലൂടെ വന്നിട്ടുണ്ട്, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നല്ല സക്സസ്ഫുൾ കുറേ ഫൗണ്ടേഴ്സ് ഉണ്ട്, കുറേ അടിപൊളി ടെക്സ്റ്റാർസ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇതേപോലെ മെൻറ്റർ മാഡ്നസ് ചെയ്യും. എല്ലാ ഫൗണ്ടേഴ്സും മെൻറ്റേഴ്സിൻ്റെ അടുത്ത് കുറേ പേരെടുത്ത് സംസാരിക്കും. അപ്പോൾ യു ഗെറ്റ് ലോട്ട് ഓഫ് പെർസ്പെക്റ്റീവ് ഫ്രം ഡിഫറെൻറ്റ് പീപ്പിൾ. Let's say you're pitching your product to 50 to 100 people. Everyone has different opinions. ചില ആൾക്കാർ അത് ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊരു മെഡിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാളെടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയും, ഓക്കെ, കുറേ കംപ്ലയൻസ് ഇഷ്യൂസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. അതേപോലെ പല സെയിൽസിലാണെങ്കിലും അങ്ങനെ ഓരോ രീതിയിലും നമ്മൾ പല രീതിയിൽ പല കാര്യങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നുണ്ടാവും. ആസ് എൻ ഫസ്റ്റ് ടൈം ഫൗണ്ടർ അല്ലെങ്കിൽ ഏർലി ഫൗണ്ടേഴ്സ് നമുക്കത് ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പല ഫീഡ്ബാക്സ് പറയും. ആൻഡ് ഈ മെൻറ്റേഴ്സ് തന്നെ there are a lot of people who will invest in these companies. അത് ബേസിക്കലി വെട്ടിമുറിക്കോ ആ ഫൗണ്ടറെ? മോസ്റ്റ് ഓഫ് ദ ടൈം അവർ എല്ലാ ആൾക്കാരും എന്താ സമയത്ത് നമ്മൾ കിഡാണ് നമ്മളെ കമ്പനി, നമ്മൾ വലിയ അത് ഒന്നും ചെയ്യാതെ പോകുന്നു. അപ്പം ആൾക്കാർ പറയും, എന്താ പറയുക, മെൻറ്റേഴ്സ് ചില ആൾക്കാർ ഭയങ്കര ലെവലിൽ പ്രോപ്പർ ഫീഡ്ബാക്ക്, കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറയും, ഇത് വർക്ക് ചെയ്യില്ല, ഞാനിത് പണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ഫീഡ്ബാക്സ് കിട്ടും. there are a lot of companies who pivot their companies during the program. I've seen founders 2-3 ഐഡിയകളൊക്കെ മാറി ഡിഫറെൻ്റ് ആയ ആൾക്കാരുണ്ട്. That's why we invest in people.
വി ഓൾവേസ് സേ ഇറ്റ്സ് ടീം. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഐഡിയ. യെസ്, ഐഡിയ മാറിയേക്കാം. ഐഡിയ ഏറ്റവും ലീസ്റ്റ് ആണ്, കാരണം അത് മാറാം. പിന്നെ ഇറ്റ്സ് ഓൾസോ അബൌട്ട് എക്സിക്യൂഷൻ, അത് പ്രോപ്പർലി ചെയ്യാം. ഇപ്പോൾ ഒരു ടീം അടിപൊളിയാണെങ്കിൽ എന്താ പറയുക, അവർ നാളെ ഇത് വർക്ക് ചെയ്തതിന് ദിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് തിങ്. അല്ല, പക്ഷെ അതിൻ്റെ അകത്ത് ഇപ്പം ഈ കയറി പറ്റാനൊരു ഐഡിയ വേണ്ടേ, വേണം. ഒരു നല്ല ഐഡിയ വേണ്ടേ. അപ്പോൾ പക്ഷെ അതൊരു എൻട്രി പോയിന്റ് മാത്രമാണ്. അതാണ് ഇപ്പം ടെക്സ്റ്റാസിന്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡൽ എന്ന് വെച്ചാൽ YC കുറച്ചുകൂടി ബിഗ്ഗർ ബാച്ച് ആണ്, ടെക്സ്റ്റാസ് കുറച്ചുകൂടി സ്മോൾ ബാച്ചസ് ആണ്. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് വി ഹാവ് ക്ലോസ് ടു 40-50 ആക്സലറേറ്റർ പ്രോഗ്രാം. എല്ലാ ആക്സലറേറ്റർ പ്രോഗ്രാമും ഒരു മാനേജിംഗ് ഡയറക്ടറാണ് റൺ ചെയ്യുക. അപ്പോൾ യു ഹാവ് എ മാനേജിംഗ് ഡയറക്ടർ ഹൂസ് ആൻ എക്സ്പീരിയൻസ്ഡ് ഫൗണ്ടർ. അവർ ചിലപ്പം കുറേ ഫൗണ്ടേഴ്സ് ഉണ്ട്, അവർ മാനേജിംഗ് ഡയറക്ടേഴ്സ്, അവർ എന്താ പറയുക കമ്പനി എക്സിറ്റ് ചെയ്ത ആൾക്കാർക്കും 2-3 എക്സിറ്റ് ചെയ്ത ഫൗണ്ടേഴ്സ് ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് കുറേ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, പല ആൾക്കാരേക്കും മാനേജിംഗ് ഡയറക്ടേഴ്സ്. പിന്നെ ദർ വിൽ ബി എ പ്രോഗ്രാം മാനേജർ ലൈക്ക് മീ ഓർ ലൈക്ക് എ പോർട്ട്ഫോളിയോ മാനേജർ ലൈക്ക് മീ ഹൂ റൺ ദ പ്രോഗ്രാം. അപ്പം അതിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പിന്നെ കുറച്ച് അസോസിയേറ്റ്സ് ഉണ്ടാവും കൂടെ വർക്ക് ചെയ്യാൻ. അപ്പോൾ അവരുടെ അടുത്ത് അവരെ നെറ്റ്വർക്ക് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ടെക്നിക്കലി ഇറ്റ്സ് ഓൾ അബൌട്ട് നെറ്റ്വർക്ക്. അപ്പം ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ. ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഡ്രിവൺ ആക്സലറേറ്റർ. Basically you get access to all these amazing entrepreneurs. Exactly. And the thing is like everybody is ready to help. It's all about എന്താ പറയുക, എല്ലാവർക്കും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾ റൈറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇമെയിൽസ് അയക്കാം, ബെറ്റർ ഇമെയിൽസ് അയക്കാം. അപ്പോൾ ഇതേപോലെ ആ 3 ആഴ്ചയിൽ നമ്മൾ മെൻറ്റേഴ്സിനോട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറേ പ്രൊഡക്റ്റിൽ കുറേ സാധനങ്ങൾ മനസ്സിലാവും. ഇത് ശരിയില്ല, അത് ശരിയില്ല, അങ്ങനത്തെ കുറേ ചേഞ്ചസും പല ഫീഡ്ബാക്സ് കിട്ടിയിട്ടുണ്ടാവും. ചില സമയത്ത് നിങ്ങളൊരു മെൻറ്റേഴ്സിനോട് സംസാരിക്കുമ്പം അവർ ഇതേ സാധനം പണ്ട് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോൾ പല പിവേർട്സ് ചെയ്യാനുണ്ടാവും. അങ്ങനെ ആ ഒരു 2-3 ആഴ്ചയിൽ നിങ്ങൾക്ക് നിങ്ങളെ കമ്പനിനെ കുറിച്ച് നമുക്കൊരു ഈഗോ ഉണ്ടാവും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, അതൊക്കെ തീരുമാനമായിട്ടുണ്ടാവും. പക്ഷേ ഇറ്റ്സ് ഗുഡ് ഫോർ യു, കാരണം നമ്മളൊരു സാധനം ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അത് റൈറ്റ് ആണെന്ന് വിചാരിച്ച് ചെയ്യുമായിരിക്കും, പക്ഷേ ഇവഞ്ച്വലി നമുക്ക് നല്ല ഫീഡ്ബാക്സ് കിട്ടും. ദിസ് ഈസ് ദ കോർ പാർട്ട് ഓഫ് ടെക്സ്റ്റാസ്. ടെക്സ്റ്റാസ് ഇസ് എ മെന്റർഷിപ്പ് ഡ്രിവൺ ആക്സലറേറ്റർ. അപ്പം ഞാൻ ആലോചിക്കും വി ഓൾസോ ഹാവ് എ പൊട്ടൻഷ്യൽ. ഇപ്പോൾ കോഴിക്കോടൊക്കെ കുറേ ഓൺടർപ്രണേഴ്സ് ഉണ്ട്. അപ്പം എപ്പോഴും നമുക്ക് ഇതേ സാധനം നമ്മുടെ നാട്ടിലും ചെയ്യാൻ പറ്റും. കോഴിക്കോട് പ്രൊഡക്റ്റ് ഉണ്ട്, ഓൺടർപ്രണേഴ്സ് ഉണ്ട്, മണി ഉണ്ട്. ജസ്റ്റ് എ സിസ്റ്റം ഈസ് നോട്ട് ഇൻ പ്ലേസ്. ആക്സലറേറ്റർ സിസ്റ്റം കേരളത്തിൽ ഇതിന് നിങ്ങൾ ആക്സലറേറ്റർ എന്ന് പോലും വിളിക്കണം. നമുക്ക് ഇൻഹെറന്റ്ലി നമുക്ക് എല്ലാവർക്കും ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, നമുക്ക് മലയാളികൾക്ക് ഓവറോൾ ഉണ്ട്. അപ്പോൾ ബേസിക്കലി അത് ബേസിക്കലി നമുക്ക് ഇതാരെങ്കിലും ഒരുമിച്ച് കൊണ്ടുവരണം, അത് കൊണ്ടുവന്നാൽ മതി. ഇപ്പം നിങ്ങൾ ഏത് ഓൺടർപ്രണേഴ്സിനെ വിളിച്ചാലും ഓക്കെ, നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ കുറച്ച് നല്ല കമ്പനീസ് ഉണ്ട്, അടുത്ത ആഴ്ച ഒന്ന് സംസാരിക്കാൻ പറ്റുമോ, നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ സംസാരിച്ചാൽ മതി. പല കാര്യങ്ങളും ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, അർജുൻ സോക്കോ കറക്റ്റ്. അർജുൻ എനിക്ക് YC കമ്പനി അർജുൻ എനിക്ക് പേഴ്സണലി പരിചയമില്ല. നിങ്ങളെ പോഡ്കാസ്റ്റ് എന്നാണ് ഫെലിക്സിന്റെ പോഡ്കാസ്റ്റ് എന്നാണ് നമ്മൾ ഞാൻ അർജുൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ഒരു വാട്സപ്പിൽ അർജുന് മെസ്സേജ്, ഹായ് ദിസ് ഇസ് മീ ഷിബിൻ, ഞാനിങ്ങനെ കാണാം, ഞാൻ ഒരു പ്രൊഡക്റ്റോട് ബിൽഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് അർജുന് മെസ്സേജ്. അർജുൻ അപ്പം തന്നെ എന്നോട് പറഞ്ഞു, ഓക്കെ സ്കെഡ്യൂൾ ഒന്നും ചെയ്യണ്ട, നമുക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അർജുൻ അന്ന് ബസ്സിൽ അങ്ങോട്ട് പോകുമായിരുന്നു. അർജുൻ അപ്പം തന്നെ രാത്രി ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് 1 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. ഭയങ്കര കുറേ അടിപൊളി. വി ആർ ട്രൈങ് ടു ഫിഗർ ഔട്ട് സെയിൽസ്, ഞാൻ അതിലേക്ക് വരാം ബിൽഡിംഗ്. അപ്പോൾ അർജുൻ കുറേ നേരം സംസാരിച്ചു, നല്ല കുറേ ഫീഡ്ബാക്ക് തന്നു, അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇതേപോലെ എല്ലാ ആൾക്കാരും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. അർജുനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അർജുനാണ് eCom ഷോ ഉണ്ടാകാൻ കാരണം. അടിപൊളി. അർജുനെ പോയി മീറ്റ് ചെയ്തു, ദുബായിലുണ്ടായിരുന്നു അർജുൻ. സോ അർജുന പറഞ്ഞ് നീ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? അപ്പം പറഞ്ഞു, ഇങ്ങനെ കുറച്ച് eCommerce ആപ്സ് റൺ ചെയ്യുന്നുണ്ട്, കുറച്ച് eCommerce സ്റ്റോഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒക്കെ കേട്ടിട്ട് പറഞ്ഞു, ഷാന എല്ലാം അടിപൊളിയാണ്, പക്ഷേ യു ആർ മിസ്സിങ് വൺ തിങ് എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താ? ഫോക്കസ്. യു ആർ മിസ്സിങ് ഫോക്കസ്. നീ ഒരു സാധനം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ അർജുനോട്, അടുത്ത് കഴിച്ചിലാണല്ലോ, അപ്പോൾ അർജുനോട് പറഞ്ഞ്, ഞാൻ കുറച്ചും കൂടി പഠിക്കാണ്ട്, ഞാൻ അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഫോക്കസ് ചെയ്യാം. സോ അന്ന് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിഫൈ ആപ്പിൽ ഫോക്കസ് ചെയ്യാം. ബട്ട് ഇവൻച്വലി ഐ എൻഡഡ് അപ്പ് ബിൽഡിങ് eCom ഷോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. And that's helping a lot of entrepreneurs across the world. അതായത് എന്താ പറയുക, നമുക്ക് ദിസ് ഈസ് വൈ ഐ വാസ് ബോൺ എന്ന് തോന്നുന്നൊരു നിമിഷം ഉണ്ടാവും. ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ നൗ. അത് ഭയങ്കര നിങ്ങൾ നല്ല ക്വാളിറ്റി കോണ്ടന്റ് ആണ്. ഞാൻ ഷാനെ പരിചയപ്പെടുന്നത് ഞാനൊരു കോണ്ടന്റ്, ഒരു പോഡ്കാസ്റ്റ് കണ്ടിട്ട് അങ്ങനെയല്ല ഞാൻ റീച്ച് ഔട്ട് ചെയ്യുന്നത്. അങ്ങനെ ആക്ച്വലി ഞാൻ അങ്ങനെയാണ്, ഞാനൊരു കോണ്ടന്റ് കണ്ടിട്ട് ദിസ് ഇസ് റിയലി ഗുഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടാണ് ഷാൻ്റെ അടുത്ത് ഞാൻ ആദ്യത്തെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത്രയ്ക്ക് കുറേ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ചില ഓൺടർപ്രണേഴ്സ് ആവേണ്ട കുറേ ആൾക്കാർ, കുറേ ബിസിനസ് തുടങ്ങണം, ആർക്കും എങ്ങനെ ചെയ്യണം എന്നറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി ഫംഗ്ഷന് പോയപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവൾ എന്നോട് പറഞ്ഞു, ഞാൻ eCom ഷോ എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് കാണാറുണ്ട്, അപ്പോൾ അതിൽ കുറേ സാധനങ്ങൾ ഷീസ് ലേണിംഗ് സംതിങ് കഴിഞ്ഞിട്ട് ബിരിയാണി വാങ്ങിച്ചരാ. അപ്പോൾ അത്രക്ക് വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതന്നെ ജസ്റ്റ് കീപ് ഡൂയിങ് ദിസ് ഈസ് ആക്ച്വലി സോൾവിങ് ഇൻ സ്കെയിൽ. യെസ്. ഓക്കെ, അപ്പം പിന്നെ വി വർ ഇൻ ആക്സിലറേറ്റർ.
ഒരു മാസത്തെ വിളിച്ചു. പ്രോഗ്രാം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ മാസത്തെ പ്രോഗ്രാം കംപ്ലീറ്റ്ലി അറൗണ്ട്. ഇനി നമുക്ക് കുറെ ഫീഡ്ബാക്കും കാര്യങ്ങളും കിട്ടിയില്ല. രണ്ടാമത്തെ മാസം നമ്മൾ അവരെ ബുദ്ധിമുട്ടാക്കില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സിക്യൂഷൻ. അവരിരുന്ന് പണിയെടുക്കും. അവർ ചിലപ്പോൾ അവരെ ലാൻഡിംഗ് പേജ് പൊസിഷനിങ് മാറ്റേണ്ടി വരും, സെയിൽസ് സ്ട്രാറ്റജി മാറ്റേണ്ടി വരും. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ രീതിയിലും ഇപ്പം കുറെ മെന്റേഴ്സ് ഉണ്ടാവും. അവരൊക്കെ ഒരു കോളേ കൊടുത്തിട്ടുള്ളൂ 30 മിനിറ്റ്സ്. പക്ഷേ ഫൗണ്ടേഴ്സ് ട്രൈ ടു ഡു. നമ്മൾ പ്രോഗ്രാമിൽ ചെയ്യുക, നമ്മൾ സ്പൂൺ ഫീഡിങ്ങിനെക്കാട്ടും കൂടുതൽ അവരെ പണി എടുക്കാൻ പഠിപ്പിക്കുക ചെയ്യാം. അല്ലെങ്കിൽ നല്ല ഇമെയിൽസ് അയക്കാം, എങ്ങനെ ആൾക്കാരുടെ അടുത്ത് പ്രോപ്പർലി ഒരു മെന്റർ ആണെങ്കിൽ എങ്ങനെ എൻഗേജ് ചെയ്യണം, എങ്ങനെ ഫണ്ട് റൈസിങ് ആസ്ക് ചോദിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതാണ് നമ്മളെ പരിപാടി. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് ഗ്ലോബൽ സെഷൻസ് ഉണ്ടാവും. കുറേ ഒരു സമയത്ത് 10ഉം 20ഉം പ്രോഗ്രാം ഒരുമിച്ച് റൺ ചെയ്യുന്നുണ്ടാവും. അപ്പം വലിയ വലിയ കുറേ എന്താ പറയുക ഓൺടർപ്രണേഴ്സ് ഉണ്ടാവും, പബ്ലിക് കമ്പനിയുടെ CEOs. അവരൊക്കെ ഇതേപോലെ കോൾസിൽ വന്നെടുക്കും. കുറേ കോൾസും സെഷൻസ് ഒക്കെ എടുത്തു കൊടുക്കും ഫൗണ്ടേഴ്സിന്. അപ്പം അങ്ങനെയാണ് സെക്കൻഡ് മന്ത്. തേർഡ് മന്ത് ഇസ് ഓൾ അബൌട്ട് ഫണ്ട് റൈസിങ്. വിൽ പ്രപ്പ് ദം ടു റേസ് മണി. ഓക്കെ, അപ്പം നിങ്ങൾ ഇനീഷ്യലി ഒരു ഫണ്ട് കൊടുക്കും, ആൻഡ് യു ബ്രിങ് ദം ടു കാനഡ. ടെക്സ്റ്റാസ് ടൊറന്റോ പ്രോഗ്രാമിൽ മാത്രം. അല്ലാതെ ബാക്കി എല്ലാ പ്രോഗ്രാംസിലും അവരെ ലോക്കൽ സിറ്റിയിൽ, ഇപ്പം ലെറ്റ്സ് കാലിക്കറ്റിലില്ല, പക്ഷേ ബാംഗ്ലൂർ ആയിരുന്നെങ്കിൽ ബാംഗ്ലൂരിലെ പ്രോഗ്രാമിലേക്ക് അവരെ കൊണ്ടുവരും. പിന്നെ റിമോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഫിസിക്കൽ പ്രോഗ്രാമാണ് പറയുന്നത്. എന്നിട്ട് ഒരു 13 വീക്സ് നിങ്ങൾ യു മൈറ്റ് ബി സ്റ്റേയിങ് അറൌണ്ട് എന്താ പറയുക ദ സിറ്റി. അപ്പം ബേസിക്കലി ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്തതും പണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം ഡേവിഡ് കോഹൻ, ബ്രാഡ്ഫെഡ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തപ്പം ദിസ് ഇസ് എ ഡിഫറെന്റ് തിങ്. ദേ യൂസ് ടു ഗിവ് $20,000. അപ്പോൾ ഇറ്റ്സ് മോർ ലൈക്ക് ഈ പ്രോഗ്രാമിനാണ് അവർ എക്വിറ്റി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ $20,000 നിങ്ങൾക്ക് തരും. ഇറ്റ്സ് ലൈക്ക് എ സ്റ്റൈപ്പൻ ടു ലീവ് ഇൻ ദ സിറ്റി. ഇപ്പോൾ ബോൾഡറിലായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം. ആ സമയത്ത് അവിടേക്ക് ഫ്ലൈ ചെയ്യാനും അവിടെ ജീവിക്കാനുള്ള 3 മാസത്തെ കാശാണ് ഈ 20K. പിന്നാണ് അത് 120K ആയിട്ട് മാറിയത്. അങ്ങനത്തെ കുറേ മോഡൽ. അപ്പോൾ ടെക്നിക്കലി ഒരു US സിറ്റീസിലൊക്കെ പോയി നിന്ന് നിങ്ങൾ 2-3 ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ് അവിടെ തന്നെ ആവും. പക്ഷേ പിന്നെ നിങ്ങൾക്ക് കമ്പനി സ്കെയിൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഫണ്ട് റൈസ് ചെയ്യണം. പക്ഷേ അതിന് നമ്മൾ പ്രെപ്പ് ചെയ്യും. അപ്പം 3-ാമത്തെ മാസം ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രപ്പിംഗ് യു ടു റേസ് മണി. ഡെമോ ഡേ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. വാട്ട് വി ഡു ഇസ് ആ സമയത്ത് ലെറ്റ്സ് സേ 12 കമ്പനീസ് ആണ് നമ്മൾ ബാച്ചിലുണ്ടെങ്കിൽ വി ഗിവ് ദം ഓപ്പർച്യൂണിറ്റി ടു പിച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ആ ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ അവർ ഗോൾ അല്ലെങ്കിൽ വാട്ട് വി വർ ഡൂയിങ് ഇസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്രിങ്ങിങ് ദ നെറ്റ്വർക്ക് ടുഗെദർ. അതിലൊരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ട്. അതാണ് എല്ലായിടത്തും മിസ്സിങ്. എല്ലാ സ്ഥലത്തും എന്താ പറയുക പല പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാവരും സൈലോസിലാണ് വർക്ക് ചെയ്യുന്നത്. കറക്റ്റ്, ആരും ഒന്നും അറിയുന്നില്ല. അത് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിൽ ബ്രാഡ്ഫെൽഡ് പറയുന്നുണ്ട്, ബോൾഡർ തെസീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർ കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അപ്പം ആ ബോൾഡർ എന്നുള്ള കുന്നുകളും മലകളും ഹൈക്കിംഗ് സ്പോട്ടുമായിട്ട് സ്ഥലത്ത് അവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം അവർ ബിൽഡ് ചെയ്തു. അതിൻ്റെ റീസൺ ഇറ്റ് വാസ് ഓൾ അബൌട്ട് ബ്രിങ്ങിങ് എവറി വൺ ടുഗെദർ ആൻഡ് പുട്ടിങ് ദം ഇൻ വൺ പ്ലേസ്. ആ ഒരു മോഡലാണ്. അപ്പോൾ അടിച്ചു കൂട്ടിയിടുക, എല്ലാവരും കൂട്ടിയിടുക, എല്ലാ ഫൗണ്ടേഴ്സിനെയും. അത്രേ ഉള്ളൂ. ഫൗണ്ടേഴ്സ്, മെന്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, എല്ലാ ആൾക്കാരെ. അപ്പം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ ഉണ്ട്. അപ്പം പല പല കമ്പനീസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പണ്ട് ഏഞ്ചൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ millions of dollars in a lot of companies. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ ടെക്സ്റ്റാസും അല്ലെങ്കിൽ Y Combinator ലൈക്ക് ഡെമോഡേ, എല്ലാ ഡെമോഡേസിലും you can meet a lot of good founders to invest. അപ്പം what we do is like we try to connect all the, let's say ടൊറന്റോയിൽ പ്രോഗ്രാം ചെയ്യുമ്പം we already have connections with all these people. We bring them everyone to a room. ഇൻവെസ്റ്റേഴ്സ് ആയ ആൾക്കാരും പിന്നെ ഇവരെ എൻഗേജ് ചെയ്ത മെന്റേഴ്സും എല്ലാ ആൾക്കാരെയും കൊണ്ടുവരും. എന്നിട്ട് എവറി ഫൗണ്ടേഴ്സ് വിൽ പിച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റേജ്. നമ്മളെ പ്രൊഡക്റ്റ് വിൽ ഗീവ് ദം 5 to 10 minutes ഫോർ ദ പിച്ച്. എന്നിട്ട് ചില സമയത്ത് അവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അറിയാം ഇവരൊക്കെ ഇതാ ബിൽഡ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് വിൽ ഡു എ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇവന്റ്. അപ്പം ഇൻവെസ്റ്റേഴ്സിനും ഫൗണ്ടേഴ്സിനും അങ്ങോട്ട് കൊണ്ട് സംസാരിക്കാം. മോസ്റ്റ് ഓഫ് ദ ടൈം എന്താ പറയുക ഓൺ ആവറേജ് ആട്ടോ കുറേ കമ്പനീസ് ഉണ്ട്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഓൺ ആവറേജ് പോസ്റ്റ് പ്രോഗ്രാം കുറേ കമ്പനീസ് റേസ് ചെയ്യാത്തതുണ്ടാവും. കുറേ കമ്പനീസ് ഓൺ ആവറേജ് നോക്കുമ്പോൾ ഒരു 1 million പോസ്റ്റ് പ്രോഗ്രാം റേസ് ചെയ്തിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ്. അപ്പം അത് പിന്നെ അടുത്ത റൗണ്ടിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത ഫ്യൂ ഇയേഴ്സിലേക്കുള്ള അവരെ ഫ്യൂവലാണ്. അപ്പം ദിസ് ഇസ് ഹൗ ദ പ്രോഗ്രാം വർക്ക്സ്. വെരി ഇൻറ്റൻസ്. നമുക്ക് ശരിക്കും ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടാണ്. അപ്പം മെന്റേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കണം, ഫൗണ്ടേഴ്സ് പല പല ആൾക്കാരുടെ സംസാരിക്കേണ്ടി വരും. പിന്നെ പല മെന്റേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് യു ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു ദേ മൈറ്റ് ഇൻട്രോഡ്യൂസ് യൂസ് ടു കസ്റ്റമേഴ്സ്. പറയും എനിക്കൊരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ സംസാരിക്കുമ്പോൾ എനിക്കൊരു പോർട്ട്ഫോളിയോ കമ്പനി ഉണ്ട്, യു ജസ്റ്റ് ടോക്ക് ടു ദം, മേ ബി ദേ കുഡ് യൂസ് യുവർ പ്രോഡക്റ്റ്. അപ്പോൾ അതേപോലെ ഈ നെറ്റ്വർക്കിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് പുട്ടിങ് ഓൾ ദീസ് പീപ്പിൾ ഇൻ ഫ്രണ്ട് ഓഫ് ലൈക്ക് ലോട്ട് ഓഫ് റൈറ്റ് പീപ്പിൾ. സിമ്പിൾ ആസ് ദാറ്റ്. ട്രൂ. അപ്പോൾ നമുക്കൊരു ഇകോം ആക്സിലറേറ്റർ ശരിക്കും തുടങ്ങാം. ഉറപ്പാണ്. നിങ്ങൾ ചുമ്മാ വെബ്സൈറ്റിൽ ഇട്ടിരുന്നേ ആക്സിലറേറ്റർ എന്ന്. പക്ഷേ ദിസ് ഈസ് പോസിബിൾ. ഈ പിന്നെ ഇകോം ഷോ കണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ വെറ്റ് ചെയ്യുന്നു. അത് വന്നിട്ട് വി ഓൾറെഡി ഹാവ് വെൻഡേഴ്സ്. It's easy for us to everybody is ready to help. Everybody is ready to help ചെയ്യാൻ താല്പര്യമുണ്ട്. It's all about bringing everyone together. And we also have investors. Yes. And Shibin the running. നമുക്ക് ഡെഫിനറ്റ്ലി ഐ വോണ്ട് ടു സീ ദിസ്. ഞാനിപ്പോൾ നോക്കിയിട്ട് ഇപ്പം കോഴിക്കോട് വരുന്ന സമയത്ത് ഞാനൊരു
2.5 വർഷം ഇവിടെ വന്നിട്ട്. ആ. പക്ഷേ ഇപ്പം ഞാൻ വരുമ്പോൾ ഇവിടുത്തെ കുറേ സാധനങ്ങൾ മാറി. കഴിഞ്ഞ ദിവസം ഹഗ്ഗേ നമുക്ക് പോയിട്ട് 24/7 ആണ്. അവിടെ എല്ലാവരും ഇരുന്ന് ഓരോ ചെറിയ ചെറിയ പ്രൊഡക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം പിന്നെ പീപ്പിൾ ആർ ബിൽഡിംഗ് ഇൻ പബ്ലിക്. കുറേ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ലെറ്റ്സ് ഒരു കമ്പനി രക്ഷപ്പെടണമെങ്കിൽ ഒരു 10 ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിൽ 1-2 ആയിട്ട് ആൾക്കാർക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. നെക്സ്റ്റ് റൗണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പം അർജുൻ്റെ കേസ്, ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഐ കം ടു ദാറ്റ്. പക്ഷേ ആംഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു AI ഏജന്റ് ഫോർ ഷോപ്പിഫൈ സ്റ്റോഴ്സ്. അപ്പോൾ അതിൽ നമ്മൾ അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ടാക്കി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അതായത് ബേസിക്കലി നമ്മളെ നോർമൽ മാനുവൽ ഏജൻസിനെ റീപ്ലേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇതൊരു വേണ്ട പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പറയാം. പക്ഷേ അതിൽ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് സെല് ചെയ്യാൻ ഒരു പോയിന്റിൽ നമ്മൾ കുറേ സാധനം, ഞാനും എൻ്റെ കോഫൗണ്ടർ യാൻഷുമാർ, ഞങ്ങൾ കുറേ നാളെ പറ്റി വർക്ക് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ദാറ്റ് സ്റ്റോറി. നമ്മൾ കുറേ സാധനം ബിൽഡ് ചെയ്തിട്ടുണ്ട്. മേ ബി 15 പ്രൊഡക്ട്സ്. ഒന്നും വർക്ക് ചെയ്തില്ല. കുറേ സാധനം നോക്കും, കുറച്ച് നല്ല യൂസേഴ്സ് ഉണ്ടാവും. എന്തൊരു സന്തോഷം അത് പറയുമോ. പക്ഷേ വി ഓൾവേസ് ലവ്ഡ് വാട്ട് വി ഡു. എല്ലാ സമയത്തും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്ത്. അതൊന്നും വർക്ക് ചെയ്യുന്നില്ല, സാറല്ല, നെക്സ്റ്റ് അടുത്തത് ചെയ്യാന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഈ സാധനം വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് സെയിൽസ് ആയിരുന്നു ക്രാക്ക് ചെയ്യേണ്ടത്. അപ്പം ചിലപ്പോൾ നമുക്ക് കുറേ കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ചില സമയത്ത് ആൾക്കാർ യു ഹാവ് ടു പുട്ട് ഇൻ യുവർ ഫേസ്. പക്ഷെ പിന്നെ ഇതാ ചെയ്യേണ്ടത്. അപ്പോൾ അർജുനെ വിളിച്ചു, അർജുൻ മെസ്സേജ് അയച്ചപ്പോൾ വിളിച്ചു, സംസാരിച്ചു. അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇറ്റ് ചേഞ്ച് ദ വേ ഹൗ വി ലുക്ക് ഇൻ ടു തിങ്സ്. ബാക്കി എല്ലാ സാധനങ്ങളും സൈഡാക്കി, ഓക്കെ ലെറ്റ്സ് ഫോക്കസ് ഓൺ സെയിൽസ്. ഇങ്ങനെ ഒറ്റ കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്തു. സ്വന്തം ആളാണ് അർജുൻ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ ഇതേപോലെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ പല ആൾക്കാരും പല സാധനങ്ങളും ബിൽഡ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഒരു അഡ്വൈസോ ഒരു കാര്യങ്ങളോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് സ്കൈ റോക്കറ്റായിട്ട് ഗ്രോ ചെയ്തു. അപ്പം അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരണം. പിന്നെ അതിൻ്റെ നടുക്ക് ഒരാൾ വേണം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി വേണം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേണം. ഓക്കെ, ഷിബിന് ഇവരോട് സംസാരിച്ച കാര്യമുണ്ട്, അങ്ങനെ കണക്ട് ചെയ്യുന്ന ആൾക്കാർ വേണം. അതിനാണ് ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റിയും എല്ലാ കാര്യങ്ങളും വേണ്ടത്. നമ്മളെ കുറച്ച് പോയി ആക്സിലറേറ്റർ ഒക്കെ ഫുള്ള് ഡിസ്കസ് കഴിഞ്ഞ് കുറച്ച് ബാക്കോട്ട് അടിക്കാം. നിങ്ങളെ ഫസ്റ്റ് എന്താ പറയുക, ആക്സിലറേറ്ററിലുള്ള ജോബ് ബാംഗ്ലൂർ. ഞാൻ ആക്ച്വലി നുമ എന്ന് പറഞ്ഞൊരു ആക്സിലേറ്റർ ആയിരുന്നു. അത് അവിടെ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം മാനേജറായിട്ട് ജോയിൻ ചെയ്തു. ഒരു 6 months അവിടെ വർക്ക് ചെയ്തു. ഞങ്ങൾ ആക്സിലേറ്റർ പ്രോഗ്രാം ഞാൻ റൺ ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ അവരെ ഇൻഹൗസ് പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ നുമയാണ് ആക്ച്വലി അന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഷെല്ലിൻ്റെ ആക്സിലേറ്റർ, ഒരു കോർപ്പറേറ്റ് ആക്സിലേറ്റർ, എയർബസിൻ്റെ ആക്സിലേറ്റർ, പിന്നെ അതേപോലെ റോൾസ് റോയ്സിൻ്റെ ആക്സിലറേറ്റർ. അപ്പം കോർപ്പറേറ്റ് ഒരു ആക്സിലറേറ്റർ ആണ്. പക്ഷേ അവർക്ക് ദേ ഓൾസോ ഡു ആക്സിലറേറ്റർ ആസ് എ സർവീസ് ഇൻ എ വേ ദാറ്റ്. അപ്പം ഏതെങ്കിലും ബിഗർ ഒരു കോർപ്പറേഷന് അവർക്ക് വേണമെങ്കിൽ ഒരു ആക്സിലറേറ്റർ ചെയ്യണമെങ്കിൽ നുമ ചെയ്തു കൊടുക്കും. സോ ദേ ചാർജ് ഫോർ ദാറ്റ്. കോർപ്പറേറ്റ്സ് എന്തിനാണ് ആക്സിലറേറ്റർ ചെയ്യുന്നത്? സോ ലെറ്റ്സ് സേ ഞാനൊരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാം. അപ്പോൾ അവിടെ റോൾസ് റോയ്സ് ആക്സിലേറ്റർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. റോൾസ് റോയ്സിൻ്റെ കാറല്ല, അവരെ എന്താ പറയുക, ഫ്ലൈറ്റ് എഞ്ചിൻ. അപ്പം അതേപോലെ അതിലൊക്കെ എന്താ പറയുക, ദർസ് എ ലോട്ട് ഓഫ് ഇന്നോവേറ്റീവ് കമ്പനീസിന് എല്ലാവർക്കും നോക്കണം. അപ്പം വലിയ വലിയ കോർപ്പറേഷൻസിൽ മേ ബി അനദർ എക്സാമ്പിൾ ടെക്സ്റ്റാസിൻ്റെ കുറേ എക്സാമ്പിൾസ് വെച്ച് അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം വേണമെങ്കിൽ നമുക്ക് വി ക്യാൻ ഗോ ബാക്ക് ടു കോർപ്പറേറ്റ് ആക്സിലേറ്റർ. അപ്പോൾ ഓക്കെ, നമുക്ക് നുമ തീർത്തിട്ട് വരാം. നുമയിൽ നിങ്ങൾ എന്തായിട്ടാണ് കയറിയത്? നുമയിൽ ഞാൻ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം മാനേജറായിട്ട് ജോയിൻ ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി പൊതുവെ ബാംഗ്ലൂരിൽ എല്ലാവർക്കും വരുന്ന ഒരു ഡെങ്കു വന്നു. ഞാൻ ഹോസ്പിറ്റലൈസ് ആയി. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കുറേ നാൾ ക്ലോസ് ടു ഒരു മാസത്തിൻ്റെ അടുത്ത് ഹോസ്പിറ്റലായിരുന്നു. ഹെൽത്ത് ഭയങ്കര ബാഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബ്രേക്ക് എടുത്തു. പിന്നെ ഞാൻ വീട്ടിൽ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തു. ഒരു 2-3 months ഞാൻ ബ്രേക്ക് എടുത്തു. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലെ സമയത്ത് ഐ വാസ് ടോക്കിംഗ് ടു ലോട്ട് ഓഫ് പീപ്പിൾ. എനിക്ക് ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അവർക്കും ഇതേപോലെ ഞാൻ അവിടെ എല്ലാം കുറേ സാധനം ഓടില്ല. കാരണം ആക്സിലേറ്റർ ദർ ഷുഡ് ബി സമൺ ടു ആക്ച്വലി മാനേജ്. മാനേജറുമാണ്. അപ്പം ഞാനും ലീവ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഹോസ്പിറ്റൽ ലാസ്റ്റ് സമയമൊക്കെ ആയപ്പം ഞാൻ എന്ത് ചെയ്തു, ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. ഐ റീച്ച്ഡ് ഔട്ട് ടു പീപ്പിൾ. അപ്പോൾ ഇതേപോലെ ഹിയർ ഇൻ എ നെറ്റ്വർക്ക് കമ്പനി, നെറ്റ്വർക്കാണ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ സതീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതേപോലെ ഗൂഗിൾ ഡെവലപ്പേഴ്സ് ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ടാണ്. അപ്പോൾ സതീഷിൻ്റെ ഒരു ഫ്രണ്ട് ഗൂഗിൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ടെക്സ്റ്റാർസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കണ്ടപ്പം എനിക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഒരു ലെന എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരത്തെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, സംസാരിച്ചു. ഞാൻ ഐ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റീസും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ബോസ് സബ കരീം, ടെക്സ്റ്റാസിലെ ഹെഡ് ഓഫ് പൈപ്പ് ലൈൻ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇതേപോലെ വെൻ ഐ വാസ് ഡൂയിങ് ദ ഇൻ്റർവ്യൂ ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ടായിരുന്നു, കാരണം ഞാൻ ഹോസ്പിറ്റലാണ്. വാസ് ഡൂയിങ് ദ ഇൻ്റർവ്യൂ. പിന്നെ അതൊരു ഭയങ്കര ചെറിയ റോളായിരുന്നു. അപ്പോൾ നമ്മളൊരു ഗൂഗിൾ ഷീറ്റിൽ കുറേ ഡേറ്റ വെച്ച് ഒരു അനലിസ്റ്റ് കൈൻഡ് ഓഫ് റോളായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ടെമ്പററി റോൾ, കുറേ നാളത്തേക്കൊന്നുമില്ല. പക്ഷേ വെൻ ഐ ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫ്യൂ മന്ത്സ് ആണെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടി, പിന്നെ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാമല്ലോ, നമുക്കൊരു സൂചി കുത്താനുള്ള സ്പേസ് ഒന്നും. മറ്റേ ഷാറൂഖ് ഖാൻ പറയുന്നത് ഓപ്പർച്യൂണിറ്റി കിട്ടാനാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത്. പക്ഷെ ഞാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മുസ്സേ ബഡാ കോയി നെയ് കർ സക്ത. അതന്നെ.
പ്രശ്നം ഇരിക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് ഇൻ വെഞ്ചർ ക്യാപിറ്റൽ ആക്സിലേറ്റേഴ്സ്. കാരണം ദർസ് എ ലോട്ട് ഓഫ് എന്താ പറയുക ഗേറ്റ് കീപ്പിംഗ് അല്ല, ബേസിക്കലി നമുക്ക് നല്ല പെഡിഗ്രിയും നല്ല ബാക്ക്ഗ്രൗണ്ടും വേണം ഗെറ്റ് ഇൻ ചെയ്യാം. ഇപ്പോൾ ഇഫ് യു ലുക്ക് ഇൻ ടു ലോട്ട് ഓഫ് അതർ ഫേംസ്, അവർക്ക് IIT ബാക്ക്ഗ്രൗണ്ടും എല്ലാ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കയറാൻ പറ്റും മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ ഞാൻ അതുമായി കുറേ ശ്രമിച്ചു, നടന്നില്ല. ദെൻ എന്തോ സംഭവം ഐ എൻഡ് അപ്പ് ഗെറ്റിംഗ് എ വെരി സ്മോൾ അസോസിയേറ്റ് റോൾ. ഐ തിങ്ക് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് 3 to 4 months കോൺട്രാക്ട് റോൾ. പക്ഷേ ഞാനതങ്ങ് എടുത്തു. എനിക്ക് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. then when അതിൽ കയറിയപ്പം ഐ സ്റ്റാർട്ടഡ് സേയിങ് യെസ് ടു ഓൾ ദ പ്രോജക്ട്സ്. കുറേ മോസ്റ്റ് ലീഡർഷിപ്പ് ലെവലുള്ള പ്രോജക്ട്സും. പിന്നെ ഇതൊരു ഗ്ലോബൽ ടീമാണ്. ടെക്സ്റ്റാസ് ഇസ് എൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആൻഡ് ദർ ഗോൾ ഇസ് ടു ഇൻവെസ്റ്റ് ഇൻ കമ്പനീസ്. കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് നല്ല കമ്പനീനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഞങ്ങളുടെ ടീമായിരുന്നു അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മളൊരു കോർ ഇമ്പോർട്ടൻറ്റ് ടീമിലായതുകൊണ്ട് ആ ടീം ഭയങ്കര വാല്യുബിൾ ടീമായിരുന്നു. എനിക്ക് ആദ്യം കുറച്ചൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുസാറ്റ് എന്നാണ് പഠിച്ചിറങ്ങി. എൻ്റെ 2 ടീംമേറ്റ്സ് ആക്ച്വലി സ്റ്റാൻഫോർഡ് നിന്നാണ്. 2-3 പേര് IIT പോലെയല്ല, ഷിക്കാഗോ എന്നാണ്, ഷിക്കാഗോ യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പം അവരൊക്കെ നല്ല ഫുൾ ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പം നമുക്ക് ബ്ലെൻഡ് ചെയ്യാനെ കുറച്ച്, അല്ലെങ്കിൽ അവരോട് വർക്ക് ചെയ്യുമ്പോൾ ഈ ലെവലിലേക്ക് എത്തണമല്ലോ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഓൾസോ സാക്രിഫൈസ്ഡ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് നോർത്ത് അമേരിക്കൻ മാർക്കറ്റിലാണ് എൻ്റെ ഗെയിം ഇരിക്കുന്നതെന്ന് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ പകൽ വർക്ക് ചെയ്താൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഞാൻ ലിറ്ററലി ആദ്യത്തെ ഫ്യൂ ഇയേഴ്സ് 2 to 3 ഇയേഴ്സ് ശരിക്കും ഞാൻ എൻ്റെ ലൈഫ് സാക്രിഫൈസ്, അല്ലെങ്കിൽ നമ്മളൊരു കുറേ ഫൺ സാധനങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. കാരണം ഫ്രണ്ട്സിനൊക്കെ സാക്രിഫൈസ് ചെയ്തു. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ അവർ എണീക്കുന്ന സമയം ഈവനിങ് ആണ്. അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് ഈവനിങ് ഞാൻ എന്ത് ചെയ്യും, ഈവനിങ് ടു നൈറ്റ് ഒരു 11:30 12 നമ്മൾ ചെക്കന്മാരെല്ലാവരും ചായ കുടിക്കാൻ പോകുന്ന സമയമാണ്. അപ്പം നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ യു ഹാവ് ടു ഡു സംതിങ് ടു ഗെറ്റ് സംവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് ഫുള്ളിരുന്ന് കുറേ കോൾസ് ഉണ്ടായിരുന്നു, കുറേ മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു വൈ ഡിഡ് യു ഡു ദാറ്റ്. പക്ഷേ നല്ല പണിയെടുത്തിട്ടുണ്ട്. മേ ബി 15 to 16 hours ഓഫ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ പോയിന്റിൽ എത്താൻ. കാരണം മൈ ഗോൾ വാസ് ടു നോട്ട് ഗെറ്റ് പ്രൊമോട്ടഡ് അറ്റ് ടെക്സ്റ്റാസ്. മൈ ഗോൾ വാസ് ടു ലേൺ എവറിത്തിങ്. ഇവർക്കൊരു പ്ലേ ബുക്ക് ഉണ്ട്. ടെക്സ്റ്റാസ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കുറേ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലോസ് ടു 8 പബ്ലിക് കമ്പനീസ്, 20-25 യൂണിക്കോൺസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഇവർ കമ്പനീസിനെ രക്ഷപ്പെടുത്തലാണ് ഇവരുടെ ഗെയിം. ഇവരെങ്ങനെ ഇത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. വി ആർ ഗോയിങ് ടു ബി ഓൺടർപ്രണേഴ്സ്, വി ആർ ഗോയിങ് ടു ബി ലൈക്ക് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഫോർ ഷുവർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും. ഞാനവിടെ എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. എല്ലാ ടീമിലൂടെയും എന്ത് പ്രോജക്റ്റ് ആണെങ്കിലും ഞാൻ യെസ് പറഞ്ഞ് അവരോട് കൂടും. മേ ബി വിൽ ടേക്ക് സം എക്സ്ട്രാ ഹവേഴ്സ്, പക്ഷേ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെ ഒരു യെസ് ജീവിതം മാറ്റിമറിച്ചേക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് കോർപ്പറേറ്റ് ആക്സിലറേറ്റേഴ്സിലേക്ക് വരാം. എന്താണ് ഈ കോർപ്പറേറ്റ് ആക്സിലറേറ്റേഴ്സ്? വിത്ത് ആൻ എക്സാമ്പിൾ. Yeah, I'll give an example. നമ്മൾ at Techstars we did a lot of corporate accelerators. അപ്പം ഒരു മോഡൽ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കാശ്, ഇപ്പോൾ ടെക്സ്റ്റാസിൻ്റെ ഇൻവെസ്റ്റഡ് മണി ക്യാപിറ്റൽ നമുക്ക് വേറെ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതൊരു മോഡൽ. ടെക്സ്റ്റാസ് വി റേസ് ഫ്രം ലൈക്ക് ലോട്ട് ഓഫ് LPs, ലിമിറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറയാം. അവരുടെ നിന്ന് കാശ് റേസ്. ലിമിറ്റഡ് പാർട്ട്നേഴ്സ് എന്താണ്? ലിമിറ്റഡ് ഓഡിയൻസിന് വെച്ചാൽ ഭയങ്കര ഈസിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ നമ്മളൊരു ഫണ്ട് തുടങ്ങുകയാണ്, എനിക്കൊരു 100 കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഫണ്ടിലേക്ക് കാശ് ഇടണമല്ലോ. കുറച്ച് നമ്മൾ പറയുന്ന പോലെ പൈസക്കാരുമാണല്ലോ കുറച്ച് കാശ് ഇടാൻ വേണ്ടി. ആ പൈസക്കാരുടെ പേരാണ് LPs. ഓക്കെ, ലിമിറ്റഡ് പാർട്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ കാശ് അതിലേക്ക് വരും. എന്നിട്ട് ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ആ ഫണ്ട് മാനേജറാണ് ഫണ്ട് ഡിപ്ലോയ്. ഫണ്ട് മാനേജറാണ് ടെക്സ്റ്റാസ്. സിമ്പിൾ ആസ് ദാറ്റ്. ടെക്സ്റ്റാസിന് കുറേ സിറ്റി പ്രോഗ്രാംസ് ഉണ്ട്. ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, ഇപ്പം ടോക്കിയോ, അങ്ങനെ പല ഇപ്പം ടൊറന്റോയിലുള്ള പ്രോഗ്രാം സിറ്റി പ്രോഗ്രാമാണ്. ഇതൊക്കെ ടെക്സ്റ്റാസ് പുട്ട് ദെയർ മണി. അതൊരു സൈഡിൽ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും കുറേ നല്ല കമ്പനീസും വന്നിട്ടുണ്ട്. പക്ഷേ ടെക്സ്റ്റാസിന് വേറൊരു ബിസിനസ് മോഡൽ ഉണ്ടായിരുന്നു. ദാറ്റ്സ് ടെക്സ്റ്റാസ് കോർപ്പറേറ്റ് ആക്സിലറേറ്റർ. ആക്സിലറേറ്റർ ആസ് എ സർവീസ്. പക്ഷേ അവർ ഇൻവെസ്റ്റും ചെയ്യും. അപ്പോൾ ഞാൻ ആ മോഡൽ പറഞ്ഞുതരാം. ഇപ്പം ടെക്സ്റ്റാസിന് ഓൾറെഡി ആക്സസ് ടു ദ നെറ്റ്വർക്ക് ഉണ്ട്. നമുക്ക് പല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടപ്പ് വീക്കെൻഡ് ഉണ്ട്, സ്റ്റാർട്ടപ്പ് ഡൈജസ്റ്റ് ഉണ്ട്. വി ഹാവ് ആക്സസ് ടു ലോട്ട് ഓഫ് ഫൗണ്ടർ നെറ്റ്വർക്ക് അക്രോസ് ദ വേൾഡ്. അപ്പം വലിയ കമ്പനീസിന് ആക്ച്വലി ഇതേപോലെ ഇന്നോവേറ്റീവ് സംഭവങ്ങൾ അവരെ കമ്പനിയുടെ ഉള്ളിൽ വേണം. ഐ ഗിവ് എൻ എക്സാമ്പിൾ. ലെറ്റ്സ് സേ വെസ്റ്റേൺ യൂണിയൻ്റെ കൂടെ നമ്മളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, മണി എക്സ്ചേഞ്ച്. അതേപോലെ ബാർക്ലേസ് ഒരു ബാങ്ക് ആയിരുന്നു. അപ്പോൾ അതേപോലെ ഔഡിൻ്റെ കൂടെ നമ്മളൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ബിഗർ ബ്രാൻഡ്സിൻ്റെ കൂടെ കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അവരെ നീഡ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ ഉള്ളൊരു ഇന്നോവേഷൻ വേണം. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യണം, അതിൽ കുറേ സ്റ്റാഫും ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം ഇരിക്കുന്നത് വെച്ചാൽ ദേ ആർ ഇൻ ദ ഡേ ജോബ്, ബട്ട് അവർക്കൊക്കെ ഓൾറെഡി പണിയുണ്ട്. പിന്നെ പക്ഷേ ഇന്നോവേറ്റീവ് ഒരു സാധനം ബിൽഡ് ചെയ്യാനും ചിലപ്പോൾ അവർ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. പക്ഷെ അത് ബിൽഡ് ചെയ്യും വേണം. അപ്പോൾ ടെക്നിക്കലി പക്ഷേ ആൻഡ് ഓൾസോ നിങ്ങൾ എല്ലാ കാറിന് ഇപ്പോൾ നോക്കിയനെ കേസ് എടുക്കാം. നോക്കിയ കുറേ സാധനങ്ങളൊക്കെ ചെയ്തു. ഒരു പോയിന്റ് നോക്കിയ ഡസൻറ്റ് എക്സിസ്റ്റ് ആ മോഡലിലേക്ക് വന്നു. കാരണം ദേ വർ നോട്ട് കീൻ ഇൻ ടു ഇന്നോവേഷൻ, വാട്ട്സ് ഹാപ്പനിങ് ഔട്ട് സൈഡ്. അപ്പം അതേപോലെ തന്നെ പക്ഷേ കമ്പനീസിന് എന്ത് ചെയ്യണം,
നാട്ടിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ചിലപ്പോൾ അവരൊരു കോമ്പറ്റീറ്റർ പോലെ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേറെ ആരോ ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദേ വോണ്ട് ടു കീപ്പ് ആൻ ഐ ഓൺ ദം. മേ ബി ഗെറ്റ് എ ഷെയർസ് ഇൻ ദോസ് കമ്പനീസ്. അപ്പോൾ ആ ഇന്നോവേറ്റീവ് കമ്പനീസിലേക്കുള്ള ആക്സസിനായിരുന്നു ഈ വലിയ വലിയ കമ്പനീസ് ആക്ച്വലി ഇതിനിപ്പം പിന്നെ അതേപോലെ തന്നെ ഉള്ളിൽ പ്രോബ്ലംസ് ഉണ്ടാവും. ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് വെസ്റ്റേൺ യൂണിയൻ. 2 രീതിയിലുള്ള സാധനങ്ങളാണ്. ഒന്ന് ഉള്ളിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അവര് കമ്പനീസ്. ഒരു ആക്സിലറേറ്റർ റൺ ചെയ്യും. അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനീസ് സോ ദാറ്റ് ദേ ഡോണ്ട് മിസ് ദ ബസ്. എക്സാക്ട്ലി. നോക്കിയും ബ്ലാക്ക്ബെറിയും മിസ്സായ പോലെ. യെസ്. അതേപോലെ തന്നെ കുറേ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇതൊരു മിക്സ് ഓഫ് സാധനങ്ങൾ. ഒരു ആക്സിലേറ്റർ റൺ ചെയ്യുമ്പോൾ ഞാനൊരു ആക്സിലറേറ്റർ റൺ ചെയ്യുകയാണെങ്കിൽ എനിക്കറിയാൻ പറ്റും എനിക്ക് ഇതേപോലെ നല്ല ഇന്നോവേറ്റീവ് സാധനങ്ങൾ അവരെ തപ്പിപ്പിടിക്കാം. അങ്ങനത്തെ നല്ല കമ്പനീസിന് ഷെയർ ഹോൾഡേഴ്സ് ആവാൻ പറ്റും. പിന്നെ അതേപോലെ വി ഓൾസോ ഗെറ്റ് ആക്സസ് ടു ഗുഡ് ടാലൻസ്. ഇതൊക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ദർസ് എ പോസിബിലിറ്റി വെർ യു ക്യാൻ അക്വയർ ദോസ് കമ്പനീസ്. അങ്ങനത്തെ പല പല പോസിബിലിറ്റീസ് ഉണ്ട്. വെസ്റ്റേൺ യൂണിയൻ ആക്ച്വലി ഒരു ട്രഡീഷണൽ കമ്പനിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളറിയാം ഇപ്പോൾ യു പി ഐ കുറച്ച് നാളത്തെ ഒരു ഫ്യൂ ഇയേഴ്സിലാണ് യു പി ഐ വന്നത് ഭയങ്കരത. അപ്പം നമ്മളത് എക്സ്പെക്ട് പോലും ചെയ്തില്ല, നമുക്ക് അതിനെ അറിയില്ലായിരുന്നു. അപ്പോൾ അതേപോലെ വെസ്റ്റേൺ യൂണിയൻ്റെ ഉള്ളിൽ ഇതേപോലെ പല പല പ്രോബ്ലംസ് ഉണ്ട്. അത് മാനുവലി ചെയ്യുന്ന പല സാധനങ്ങളുണ്ട്. പക്ഷേ അവർക്ക് കുറേ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, ഈ ബാങ്കിങ് ട്രാൻസ്ഫർ ഇതെങ്ങനെ സ്പീഡപ്പ് ആക്കാൻ പറ്റും, ഇതിനൊരു ടെക് വേണം, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ പല പല പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ വെസ്റ്റേൺ യൂണിയൻ ദേ റൺ പ്രോഗ്രാം ഫോർ ഫ്യൂ ഇയേഴ്സ്. ദ ഗോൾ വാസ് ടു ആക്ച്വലി ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തു. ദേ ഇൻവെസ്റ്റ് ഇൻ എന്താ പറയുക മണി എക്സ്ചേഞ്ച് പ്രോഡക്ട്സ് ഉണ്ടാവും, പല പല പ്രോഡക്ട്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെമിറ്റ്ലി ഈസ് എ ടെക്സ്റ്റാസ് കമ്പനി. അതൊരു വെസ്റ്റേൺ യൂണിയൻ പോലത്തെ ഒരു കമ്പനിയാണ്. ഓക്കെ. അപ്പോൾ അതേപോലെ എന്താ പറയുക അങ്ങനത്തെ കുറേ നല്ല കമ്പനീസിനെ അവർക്ക് കണ്ടുപിടിക്കണം. എയ്തർ ദേ വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ ദോസ് കമ്പനീസ് ആൻഡ് ഗെറ്റ് ഷെയർസ് ഇൻ ദോസ് കമ്പനീസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നല്ല ടാലൻറ്റ് കണ്ടുപിടിക്കണം. ദേ ക്യാൻ അക്വയർ ദം. ഓർ ദിസ് ആർ ദ കൈൻഡ് ഓഫ് കമ്പനീസ് ദേ ക്യാൻ ആക്ച്വലി വർക്ക് ടുഗെദർ ആസ് എ ടീം. അപ്പം അങ്ങനെ പല രീതിയിലും കിട്ടും. അപ്പം ആക്സസ് ടു ദാറ്റ് നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ ആൻഡ് ഇന്നോവേഷൻ ഇസ് അതാണ് ഒരു പ്രൈമറി ഗോൾ ഓഫ് എ കോർപ്പറേറ്റ് ആക്സിലറേറ്റർ. ഇതിപ്പോൾ കാണുന്നവർക്ക് നോർവേ അങ്ങനത്തെ ഒരാൾക്കാരെ റിക്രൂട്ട് ചെയ്താൽ പോരെ? വൈ ഷുഡ് ദേ റൺ എൻ ആക്സിലറേറ്റർ ഫോർ ദാറ്റ്? യുനോ വാട്ട്, എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റും, പക്ഷേ വി നീഡ് ഓൺട്രപ്രണേഴ്സ് വേറെ തന്നെയാണ്. അപ്പോൾ അവരെ ദേ ആർ നോട്ട് ഫോർ ഹയർ. നോട്ട് ഫോർ ഹയർ. എല്ലാവർക്കും നല്ല കമ്പനീസ് ബിൽഡ് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ എത്ര കാശ് എടുത്താലും ആൾക്കാർക്ക് ഐ ഡോണ്ട് വാണ്ട് ടു വർക്ക് ആ മോഡേൺ ആൾക്കാർക്ക് ഓൺട്രപ്രണേഴ്സ് ആർ സൂപ്പർ ഫാസ്റ്റ് ആൻഡ് ഡു എക്സിക്യൂട്ടിങ് തിങ്സ് എല്ലാം. അപ്പം ഞാനിപ്പോൾ പ്രത്യേകം പറയണമെന്നില്ല. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഹയർ ചെയ്യുകയാണെങ്കിൽ ഐ ഓൾവേസ് ഗോ ഫോർ സംവൺ ഹൂസ് ആൻ എക്സ് ഓൺട്രപ്രണർ. അപ്പോൾ അതാകുമ്പോൾ ഹി നോസ് എവറിത്തിങ്. അതിന് കുറേ ദിൽ ഫിഗർ തിങ്സ് ഔട്ട്. ട്രൂ. അപ്പം അതൊരു മേ ബി അത് തന്നെയാണ് റീസൺ. യെസ്. കാരണം ഞാനിപ്പോൾ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ആൻസർ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് എംപ്ലോയീസിനെ ഹയർ ചെയ്യാം, ബട്ട് യു കനോട്ട് ഹയർ ഓൺട്രപ്രണേഴ്സ് ആർ ഡിഫറെൻറ്റ് മെറ്റീരിയൽ. യെസ്. അതാണ് ബേസിക്കലി കോർപ്പറേറ്റ് ആക്സിലറേറ്റേഴ്സ് കാണുന്നത്. ഓക്കെ, നമ്മൾ മലബാർ ഗോൾഡിനെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. ഇപ്പം മലബാർ ഗോൾഡ് ഒരു കോർപ്പറേറ്റ് ആക്സിലറേറ്റർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഓക്കെ, ഒരു ഇത് ഹൈപ്പോത്തറ്റിക്കൽ കേസ് ആണ്. മലബാർ ഗോൾഡ് ഓർ ഹൈലൈറ്റ്, ഇവിടുത്തെ 2 ബിഗ് ജയൻസ്. ഓക്കെ, ഇപ്പം ലെറ്റ്സ് സേ മലബാർ ഗോൾഡ് എടുക്കാം. മലബാർ ഗോൾഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പം പണ്ടത്തെ പോലെ ആൾക്കാർ സ്വർണം അങ്ങനത്തെ നമ്മൾ ആ സ്വർണ്ണത്തിൻ്റെ കളറുള്ള സ്വർണ്ണം ഇടാറില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ആക്കി ലൈറ്റ് വെയിറ്റ് സ്വർണ്ണം കുറേ സാധനങ്ങൾ മാറി. പിന്നെ അതേപോലെ ഇമിറ്റേഷൻ ഗോൾഡാണ് എല്ലാവരും ഇടുന്നത്. അപ്പം ലോട്ട് ഓഫ് ബ്രാൻഡ്സ് ദാറ്റ് ആർ ഗ്രോയിങ് അപ്പ് ഇൻ ദാറ്റ് സ്പേസ്. അപ്പോൾ ടെക്നിക്കലി എന്താ സംബന്ധിച്ചാൽ മലബാർ ഗോൾഡിന് ദേ ക്യാൻ ഡു വാട്ട് ആർ ദേ ഡൂയിങ്. പക്ഷേ ദർ ഇസ് അനദർ ഇന്നോവേഷൻ വേവ് ഹാപ്പനിങ് ഇൻ ദ അതർ സൈഡ്. True. If they want to be part of that, maybe what if there is something called a Malabar Gold Accelerator, where എനിക്കൊരു എന്താ പറയുക എനിക്ക് ഗുഡ് ഡിസൈൻ, അപ്പോൾ ഞാൻ എവിടെ നിന്നോ ഇൻസ്പയർ ചെയ്തായിരിക്കും, പക്ഷേ ഐ നോ ഇറ്റ് വിൽ വർക്ക് ഇൻ ദിസ് പെർട്ടിക്കുലർ മാർക്കറ്റ്. എനിക്കറിയാം, സാധനങ്ങൾ അറിയാം, എനിക്ക് എവിടെ നിന്ന് സോഴ്സ് ചെയ്യണമെന്ന് അറിയാം. എനിക്ക് ഓൾറെഡി ലെറ്റ്സ് സേ ഇഫ് ഐ എം എ ക്രിയേറ്റർ, ഞാനൊരു ക്രിയേറ്റർ ആണെങ്കിൽ എന്താ പറയുക, എനിക്ക് ഇതെങ്ങനെ സെല് ചെയ്യണമെന്ന് പറയാം. ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ടാവും, അത് രക്ഷപ്പെടുന്നു പറയാം. അപ്പോൾ ആ ഒരു പോയിന്റിൽ eventually there's a potential possibility where Malabar Gold can acquire this company, അല്ലെങ്കിൽ ആ ടാലൻറ്റിന് കിട്ടാം, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ഒരു ഷെയർ എടുക്കാൻ പറ്റും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. വേറൊരു എക്സാമ്പിൾ, സ്പിൻ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അതൊരു ടോയ് കമ്പനിയാണ്, കനേഡിയൻ ബേസ്ഡ് ടോയ് കമ്പനി. അവർ TOY എന്നാണ് അവർ പബ്ലിക് മാർക്കറ്റിൽ എക്സ്ചേഞ്ച്. അപ്പം റുബിക്സ് ക്യൂബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയോ? റുബിക്സ് ക്യൂബിൻ്റെ IP ആക്ച്വലി അവരുടെ കയ്യിലാണ്. അപ്പോൾ ആരെങ്കിലും ഒറിജിനൽ റുബിക്സ് ക്യൂബ് അവരാണ് അത് ഉണ്ടാക്കുന്നതും, അവരെ ഓൺ ദ റുബിക്സ് ക്യൂബ് IP. അതേപോലെ പല പല ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ മെറ്റയിൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അല്ലേ, നമ്മളെ ഹോട്ട് വീൽസ്, ഇങ്ങനത്തെ എല്ലാ കമ്പനീസിനും അവർക്കൊരു വെഞ്ചർ ആം ഉണ്ട്, സ്പിൻ മാസ്റ്റർ വെഞ്ചേഴ്സ്. അപ്പോൾ ബേസിക്കലി സ്പിൻ മാസ്റ്റർ വാട്ട് ദേ ഡു ഇസ് നല്ല ഇതേപോലെ കമ്പനീസിനെ കണ്ടുപിടിക്കുക, അക്വയർ ചെയ്യുക, അവർക്കറിയാം ബിസിനസ് പൊട്ടൻഷ്യൽ. പ്ലസ് എന്താ പറയുക, സ്പിൻ മാസ്റ്ററിന് ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ദേ ഓൾറെഡി നോ എവറി വൺ. അപ്പം റുബിക്സ് ക്യൂബിനെ അക്വയർ ചെയ്താൽ എല്ലാ സ്ഥലത്തേക്കും അത് കൊടുക്കാൻ എളുപ്പമാണ്. അതേപോലെ ലെറ്റ്സ് ഒരു അടിപൊളി ഗോൾഡ് ഡിസൈൻ ഒരാൾക്ക് മലബാർ ഗോൾഡ് അങ്ങനത്തെ നമ്മളൊരു ബ്രാൻഡ് കാണുകയാണെങ്കിൽ ദേ ക്യാൻ ലിറ്ററലി എയ്തർ അക്വയർ ദം
or work with them as an entrepreneur. ഞാനാണ് ഈ സൈഡിലിരിക്കുന്നത്, ഒരു ഗോൾഡിൻ്റെ ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പുതിയ ഡിസൈനൊക്കെ കൊണ്ടുവരുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഫ് ഐ വർക്ക് വിത്ത് മലബാർ ഗോൾഡ് ആക്സിലറേറ്റർ ഓർ വെഞ്ചേഴ്സ്, ഐ വിൽ ഗെറ്റ് ആക്സസ് ടു ദെയർ മേ ബി കംപ്ലീറ്റ് നെറ്റ്വർക്ക്. അവർ ഓൾറെഡി അവർക്ക് റീറ്റെയിൽ നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഓൺടർപ്രണേഴ്സിന് ഇതൊരു ഗുഡ് ഡീലാണ്. ദാറ്റ്സ് വൈ കുറേ ആക്സിലേറ്റേഴ്സ് ഭയങ്കര ജനറൽ ആക്സിലേറ്റേഴ്സ് ആയിരിക്കും, അവർ പല ഡിഫറെൻറ്റ് കമ്പനീസ് എടുക്കും. പക്ഷേ കോർപ്പറേറ്റ് ആക്സിലേറ്ററിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് അതിനാണ് ഡിഫറൻസ്. അപ്പം സ്റ്റാൻലി ബ്ലാക്ക് ആൻഡ് ഡെക്കർ ഇസ് അനദർ കോർപ്പറേറ്റ് ആക്സിലേറ്റർ വി വർക്ക് വിത്ത്. നിങ്ങൾക്കറിയാം സ്റ്റാൻലി ബ്ലാക്ക് ആൻഡ് ഡെക്കർ കമ്പനി കുറേ മെഷീനറീസ് ഉണ്ട്. പക്ഷേ ഡ്രില്ലിംഗ് മെഷീൻ നമുക്കറിയുള്ളൂ. അതറിയാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനൊരു ഇന്നോവേറ്റീവ് ഒരു അടിപൊളി സാധനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം അത് വർക്ക് ചെയ്യും കുറേ സാധനം, പക്ഷേ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ വേണം. അപ്പം സ്റ്റാൻലി ബ്ലാക്ക് ആൻഡ് ഡെക്കറിൽ ജോയിൻ ചെയ്യുന്ന ഇങ്ങനത്തെ കുറേ മെഷീനറി കമ്പനീസിന് ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ആസ് എ ഫൗണ്ടർ എനിക്ക് ഐ ഗെറ്റ് ആക്സസ് ടു ദ സ്റ്റാൻലി എക്സ്പേർട്സ്. സ്റ്റാൻലി നോക്കുമ്പോൾ ഇതൊരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആണ്, നാളെ ചിലപ്പോൾ സ്കെയിൽ ആവാൻ സാധ്യത ഉണ്ട്. സോ മേ ബി ഫോർ മലബാർ ഗോൾഡ് മേ ബി an അഡോർ ബൈ പ്രിയങ്ക ഓർ ഓ ബൈ ഓസി ടൊയ്യ വിച്ച് ഇസ് ചെറിയ ബ്രാൻഡാണ്, പക്ഷേ ദേ ഹാവ് ഇനഫ് കസ്റ്റമേഴ്സ്. മലബാർ ഗോൾഡിലേക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ മലബാർ ഗോൾഡ് ഹാസ് എ ചാൻസ് ടു take a share of that pie, or else they have access to whole network of Malabar Gold. എക്സാക്ട്ലി. മേ ബി വാട്ട് ഇഫ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസ് എടുക്കുക, ഞാൻ നാളെ ഒരു ബേബി ഓർണമെന്റിന്റെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, നല്ല ക്ലാസ് ബ്രാൻഡ്, വെരി ഗുഡ് ഡിസൈൻ, ഒരു വേറെ തന്നെ ഒരു ലെവൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. പ്രൊഡക്റ്റ് ഉണ്ട്, എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയാം. ലെറ്റ്സ് സേ എനിക്ക് ഓൾറെഡി മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ആ സാധനങ്ങൾ ഇത് രക്ഷപ്പെടുന്ന അറിയാം. പക്ഷേ ഇതിന് എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. വാട്ട് ഇഫ് ഐ ക്യാൻ ആക്ച്വലി പാർട്ട്ണർ വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ദെൻ ഡിസ്ട്രിബ്യൂട്ട് ദിസ് അക്രോസ്, അല്ലെങ്കിൽ വാട്ട് ഇഫ് മലബാർ ഗോൾഡ് വാണ്ട് എ സ്മോൾ ഷെയർ ഇൻ ദിസ് കമ്പനി. അങ്ങനെ തുടങ്ങിയിട്ട് ഇതുപോലെ ഇത് എല്ലാവർക്കും ചെയ്യാം. ഇപ്പം ഹൈലൈറ്റിന് ചെയ്യാം. ഇപ്പം ഞങ്ങൾക്ക് പണ്ടൊരു പ്രോപ് ടെക് ഒരു ആക്സിലേറ്റർ ഉണ്ട്, കൊളിയേഴ്സ് പ്രോപ് ടെക് എന്ന് പറഞ്ഞിട്ട്. അത് അതേ ഓൺ ലോട്ട് ഓഫ് ബിൽഡിംഗ്സ്. ടെക്നോളജി അവർക്ക് കൊളിയേഴ്സ് അവർ ജ്വല്ലറി ടെക് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അവരെന്താ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ഇവർക്ക് അത്രക്കും ബിൽഡിങ്സ് ഉണ്ട്. യു മെൻഷനിങ് അബൌട്ട് ഹൈലൈറ്റ്, അത്രക്ക് ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ടെക്നോളജി ആവശ്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി സാധനങ്ങളായിരിക്കാം, അങ്ങനെ കുറേ ഇന്നോവേഷൻ്റെ ആവശ്യമുണ്ട്. നമ്മളൊരു സാധാ ചെയ്യുന്നതിനെക്കാട്ടിലും പല രീതിയിൽ ചെക്ക് ഇൻ ആപ്സ് ഉണ്ടാക്കും. അപ്പം maybe highlight can invest in a company like MyGate. എക്സാക്ട്ലി അല്ലേ. അപ്പം അങ്ങനത്തെ അതാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇരിക്കുന്നത്. അപ്പം യു ഗെറ്റ് ആക്സസ് ടു ദ ഫോർ ഫ്രണ്ട് ഓഫ് ഇന്നോവേഷൻ, കുറേ സാധനങ്ങൾ നടക്കുന്നത്. പിന്നെ ഫൗണ്ടേഴ്സിന് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇഫ് യു വർക്ക് വിത്ത് ഹൈലൈറ്റ് യു ഗെറ്റ് എ സെറ്റ് ഓഫ് കസ്റ്റമർ ഒരു ഒബ്വിയസ്ലി കസ്റ്റമർ തന്നെ ഹൈലൈറ്റ് ആയിരിക്കും. എക്സാക്ട്ലി. അപ്പം അങ്ങനത്തെ കുറേ ഇതാണ് ഒരു പ്രോപ്പർ കോർപ്പറേറ്റ് ആക്സിലേറ്റർ. അപ്പോൾ വാട്ട് വി ഡു അറ്റ് ടെക്സ്റ്റാസിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വി ചാർജ് ഫ്രം കോർപ്പറേറ്റ് ആക്സിലേറ്റേഴ്സ് ആൻഡ് വി കോ ഇൻവെസ്റ്റ് ഇൻ ദിസ് കമ്പനീസ്. അപ്പോൾ ഫൗണ്ടേഴ്സിന് ടെക്സ്റ്റാസിന്റെ ഫുൾ മോഡലും കിട്ടും ആൻഡ് ദേ ഗെറ്റ് ഓൾസോ ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ദിസ് കോർപ്പറേറ്റ്സ്. ഇത് എങ്ങനെ നോക്കിയാലും വിൻ ആണ്. എക്സാക്ട്ലി. ദ സ്റ്റാർട്ടപ്പ് വിൻസ്, ദ കോർപ്പറേറ്റ് കമ്പനി വിൻസ് ആൻഡ് ടെക്സ്റ്റാസ് ദ ആക്സിലറേറ്റർ ഓൾസോ വിൻസ്. എക്സാക്ട്ലി. പക്ഷേ ഒരു സാധനം എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഒരു സാസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തൊരു കാര്യമില്ല. പക്ഷേ ഇഫ് ഐ എം ബിൽഡിംഗ് സംതിങ് ഓൺ ജ്വല്ലറി ടെക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ദിസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ടു ബി ഇൻ. ട്രൂ. ഓക്കെ, ഇത് ചോദിക്കുമ്പം ഈ ആക്സിലറേറ്റർ ചെയ്തിട്ട്, സോ കോർപ്പറേറ്റ് ആക്സിലറേറ്റർ ആ കമ്പനിയേക്കാളും വലുതായ കമ്പനി ഉണ്ടോ? അതായത് ദാറ്റ് കോർപ്പറേറ്റ് ആക്സിലറേറ്റർ ഇൻവെസ്റ്റഡ് ഇൻ വൺ സ്റ്റാർട്ടപ്പ് ആൻഡ് ദിസ് സ്റ്റാർട്ടപ്പ് ബിക്കേം ബിഗർ ദാൻ ദ കോർപ്പറേറ്റ് കമ്പനി. ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അതെനിക്ക് ഡേറ്റ് നോക്കാതെ പറയാൻ പറ്റില്ല. കുറേ കമ്പനീസ് ഉണ്ട്, പക്ഷേ എനിക്കറിയില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം മാറ്റൽ, ഈസ് ഹോട്ട് വീൽസ് ബിഗർ ദാൻ മാറ്റൽ? ഒബ്വിയസ്ലി ആയിരിക്കില്ല, കാരണം അതൊരു പാരന്റ് കമ്പനി ആയതുകൊണ്ട്. പക്ഷേ ദർ ലോട്ട് ഓഫ് ഡിഫറെന്റ് ബ്രാൻഡ്സ്. അപ്പം അതിൽ ബാർബി, ഐ തിങ്ക് ബാർബി. അപ്പം പാരന്റ് കമ്പനി ആയതുകൊണ്ട് തെൽ ബി ഒബ്വിയസ്ലി ബിഗ്. അമേരിക്കൻ ഗേൾ, അങ്ങനത്തെ കുറേ ബ്രാൻഡ്സ് ഉണ്ട് ആക്ച്വലി. അപ്പം ഒരു ടോയ് ബ്രാൻഡാണ്. അപ്പോൾ അതേപോലെ കുറേ അങ്ങനത്തെ ബ്രാൻഡ്സുകൾ. So what I was referring is, see, WhatsApp ആദ്യം വന്നത് നോക്കിയയിലാണ്. നോക്കിയ is no more. What if Nokia invested in WhatsApp at that time? ഇപ്പം എനിക്ക് തോന്നുന്നു ചാറ്റ് ജിപിടിയിൽ മൈക്രോസോഫ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തു, ഓപ്പൺ എയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അതേപോലെ ഓപ്പൺ എയുടെ വേവിൽ ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ, ദർ അതൊരു ഡിഫറെന്റ് കോൺവെർസേഷൻ ഓൾ ടുഗെദർ. പക്ഷേ ആ ഇന്നോവേഷൻ വേവിന്റെ കൂടെ എന്നുള്ള സാധനം ഐ തിങ്ക് ഐക്യ ഈസ് ഡൂയിങ് ലോട്ട് ഓഫ് തിങ്സ്. ഐക്യ നിങ്ങൾ ഇപ്പം പിന്നെ ഇത് ഐക്യക്ക് ആക്സിലറേറ്റർ ഉണ്ടോ? ആക്സിലറേറ്റർ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഇതൊരു ഇന്നോവേറ്റീവ് പ്രാക്ടീസ് ആണ്. അപ്പോൾ ബേസിക്കലി ഇപ്പം നമുക്ക് വേറെ ഒരു മോഡൽ ഉണ്ടായിരുന്നു, ഒരു ഇന്നോവേഷൻ ലാബ് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൊഡക്റ്റ് പേര് എന്നോട് മറന്നുപോയി. സോ ബേസിക്കലി ടെക്സ്റ്റാസിന് ഒരു മോഡലുണ്ട്. അപ്പോൾ വാട്ട് വി ഡു ഇസ് ലൈക്ക് നമ്മുടെ ഇങ്ങനത്തെ കമ്പനീസിൻ്റെ ഉള്ളിൽ പോയിട്ട് അവരെ എംപ്ലോയീസിനെ എങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇന്നോവേറ്റീവ് കുറേ, ആ മോഡലിൻ്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി. അപ്പം അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ എംപ്ലോയീസിനെ
ഹൗ യു ക്യാൻ ആക്ച്വലി ബിൽഡ് പ്രോഡക്ട്സ് ഇൻസൈഡ്. അതിൻ്റെ ഉള്ളിൽ വേറെ തന്നെ ഒരു ഇന്നോവേറ്റീവ് ലാബ് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ എക്സ്പേർട്സിനെ വെച്ച് ദേ കൻ എക്സ്പെരിമെന്റ് തിങ്സ്. ഇത് ഞാൻ പല കാലങ്ങളായിട്ട് ചിന്തിക്കുന്നതാ. ബിക്കോസ് എവറി കമ്പനി നീഡ്സ് എൻ ഇന്നോവേഷൻ ടീം വിച്ച് ഇസ് സൈലോഡ് ഔട്ട്. എക്സിസ്റ്റിംഗ് സാധനങ്ങളായിട്ട് ഒന്നും ബന്ധമല്ല. ദേ ആർ ജസ്റ്റ് ഫോർ പ്യുവർ ഡിസ്റപ്ഷൻ. അവരെ കാണുമ്പോൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിൽ എന്തോ പൊട്ടിക്കാൻ വരികയാണ്. ദാറ്റ്സ് ചീഫ് ഡിസ്റപ്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അതിന് പിന്നെ പേപ്പർ വർക്കും പ്രശ്നങ്ങളൊന്നും കൊടുക്കരുത്. ഇഫ് ഐ വാസ് റണ്ണിങ് ദാറ്റ്, നമ്മളൊരു 10 കോടി എടുത്തിട്ട് അതിലിടാം, അത് പോയിന്ന് വിചാരിക്കാം, കാശ് പോയി. പക്ഷേ അത് ചിലപ്പം ഭാവിയിൽ ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനീൻ്റെ മേജർ എന്താ പറയുക റവന്യൂ മോഡലായിരിക്കും. ചിലപ്പം ഈ സ്പിൻ മാസ്റ്ററിൻ്റെ എനിക്കറിയില്ല, നോട്ട് ദ ഡേറ്റ, പക്ഷേ ദേ അക്വയർഡ് എന്താ പറയുക റൂബിക്സ് ക്യൂബ് ആൻഡ് മേ ബി ഇവരെ മേജർ റവന്യൂ ഡ്രൈവർ അതായിരിക്കാം. അതേപോലെ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു അക്വയർ, നമുക്കറിയാം ഇപ്പം ക്രിയേറ്റേഴ്സ് ബ്രാൻഡ് എത്ര വരുന്നത്. അപ്പോൾ ബേസിക്കലി ദേ ഓൾറെഡി ഹാവ് ദ ഓഡിയൻസ് പല രീതിയിലും. ഇപ്പം US തന്നെ എടുത്താൽ മതി. ഇപ്പം കുറേ ബ്രാൻഡ്സ് ഉണ്ട്, ബ്യൂട്ടി ബ്രാൻഡ്സ് ഉണ്ട്, കുറേ സെലിബ്രിറ്റീസ് ഒക്കെ ബ്രാൻഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ബിഗ്ഗർ കമ്പനീസും. അപ്പം ഈ അടുത്തൊരു ബ്രാൻഡിന് ജസ്റ്റിൻ ബീബർ വൈഫിന്റെ ബ്രാൻഡിനെ ആക്ച്വലി അക്വയർ ചെയ്തല്ലേ, മറന്നു ആക്ച്വലി. ഇവിടെ HUL മറ്റേ മിനിമലിസ്റ്റിന് അക്വയർ ചെയ്തു. യെസ്, ദാറ്റ്സ് എ ബിഗ് നമ്പർ. അപ്പോൾ അതേപോലെ നോക്കുന്ന സമയത്ത് അങ്ങനത്തെ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ദാറ്റ്. അപ്പം ടെക്നിക്കലി ഇഫ് യു ലുക്ക് ഇൻ ടു ആ ബിഗർ കോർപ്പറേഷൻ നോക്കുമ്പോൾ അവരുടെ അസറ്റ്സിലേക്കാണ് ഇത് മൊത്തം വരുന്നത്. അപ്പം അത് ചിലപ്പം ഈ പിള്ളച്ച ആ കമ്പനീൻ്റെ ഉള്ളിൽ അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരും ഒരു സേഫ് മോഡൽ ഇരിക്കുകയാണ്. ആൾക്കാർക്ക് ദേ വോണ്ട് ടു ഡു ദെയർ ഡേ ജോബ്. പക്ഷേ there are two options. One is like launching an accelerator so that team will look into നല്ല കമ്പനീസ്. രണ്ടാമത്തെ ഒരു സാധനം എന്ന് വെച്ചാൽ യു ടീച്ച് ഹൗ ടു തിങ്ക് ടു ബിൽഡ് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ്. ഈ കമ്പനീൻ്റെ ഉള്ളിൽ എങ്ങനെ നമുക്ക് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഓൾറെഡി അവരൊരു ജോബ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും കൺസ്ട്രെയിൻഡ് ഇല്ലേ? ഉണ്ട്. ആ സ്പേസ് അവിടെ കൊടുക്കണം. പക്ഷെ അത് ചിലപ്പം അതിനേക്കും ചിലപ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരും കൂട്ടിയിട്ട് ഓക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, യു ഗോ ഫിഗർ തിങ്സ് ഔട്ട്. ആ ഒരു സ്പേസ് കൊടുക്കണം അവിടെ. പിന്നെ അല്ലെങ്കിൽ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ഓക്കെ ഇതിന് ഇത്ര അപ്രൂവൽ വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷേ ഇതൊരു ഇൻഡിപെൻഡന്റ് ഡിപ്പാർട്ട്മെന്റ്. ടു മെനി റെഡ് ടേപ്സ്. യെസ്. അപ്പോൾ അത് വരുമ്പോൾ പിന്നെ വർക്ക് ചെയ്യില്ല. ഞാനതിനെ വിളിക്കൽ എൻ്റെ മനസ്സിലുള്ള ഡിസ്റപ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാ. ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഓൾ അബൌട്ട് ഡിസ്റപ്ഷൻ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ChatGPT AI യൂസ് ചെയ്യില്ല. സോ ഹൗ ക്യാൻ ഐ ഇൻട്രൊഡ്യൂസ് AI? വൈ ഷുഡ് ദേ യൂസ് AI? വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഇൻക്രീസ് ദാറ്റ് വിൽ കം ബിക്കോസ് ഓഫ് ദാറ്റ്? അപ്പോൾ അങ്ങനെയാണ്. വെരി നൈസ്. ഓക്കെ, ഇനി കമ്മിങ് ബാക്ക് ടു വാട്ട് യു ആർ ഡൂയിങ് നൗ. ഓക്കെ, ടെൽ മീ അബൌട്ട് ദോസ്. രണ്ട് കാര്യങ്ങളാണ്. വൺ തിങ് ഇസ് വൈ നോട്ട്. വൈ നോട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ വൈ നോട്ട് എന്തുകൊണ്ട് പറ്റൂല? ഇതിന്റെ വെബ്സൈറ്റ് ഇഷ്ടപ്പെട്ട് y0.com എന്നാണ്. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ആക്സലറേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കുറെ ഫൗണ്ടേഴ്സ് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഐ ഓൾവേസ് ബിലീവ് ഇൻ ടാലൻസ് ഇൻ ഇന്ത്യ, കേരള, ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഓൾ ദിസ് റീജൻ. US കാനഡ അല്ലാത്ത നമുക്കൊരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ട്, നമുക്ക് നല്ല ടാലൻസ് ഉണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ ആക്സസ് ടു ദ നെറ്റ്വർക്ക്. അപ്പം ടെക്സ്റ്റാസിലുള്ള സമയത്ത് തന്നെ നമ്മൾ അവിടെ നിൽക്കുമ്പോഴും അതിൽ നിൽക്കുമ്പോഴും എല്ലാ നെറ്റ്വർക്കിലേക്കും ആക്സസ് ഉണ്ട്. പക്ഷേ നമുക്കുള്ളൊരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മളിവിടെ ലിവിങ് കോസ്റ്റ് കുറവാണ്. അതേ ടാലൻ്റ് ആണ് നമുക്കുള്ളത്. നല്ല ടാലൻസ് ഉണ്ട് ഇവിടെ. പിന്നെ വി ഓൾ ഹാവ് ആക്സസ് ടു ബെറ്റർ ടാലൻസ്. ഞാൻ ചില സ്ഥലത്ത് ചില ഓർഗനൈസേഷനും ചില ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളത്രയും കൂടെ ഒരു ടാലന്റഡ് അല്ല, പക്ഷേ ദോസ് ആർ ദ പീപ്പിൾ ഹു ആർ ദ റൈറ്റ് പ്ലേസ് ദ റൈറ്റ് ടൈം. എങ്ങനെയാണ് അങ്ങനത്തെ ആൾക്കാരെ എത്തിക്കാൻ പറ്റുക? ഇപ്പം പണ്ട് ഷിബിന് കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് ഷിബിന് നമ്മൾ പറയാറില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ത്വരയുണ്ട് നമുക്ക്, പിന്നെ നമുക്ക് നോളജ് ഉണ്ട്, നമുക്ക് അംബിഷൻ ഉണ്ട്, എല്ലാ സാധനം ഉണ്ട്. പക്ഷേ വി ഡോണ്ട് ഹാവ് ആക്സസ് ടു ദ നെറ്റ്വർക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൈനർ ക്യാപിറ്റൽ കിട്ടിയാൽ മതിയോ നമുക്കൊരു പ്രൊഡക്റ്റും സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി. ഇതാണ് വൈനോട്ടിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മോഡൽ എന്താണെന്ന് വെച്ചാൽ ലെറ്റ്സ് എ ഷാൻ കോഴിക്കോടാണ്. ഷാൻ നമ്മളിപ്പം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സാസ്, ഡാസ് പ്രോഡക്ട്സ്, ഇപ്പം ഡേറ്റ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോംസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അങ്ങനത്തെ കമ്പനീസ്. അല്ലെങ്കിൽ VCs ഒന്നും നോക്കാതെ കുറേ ടൈപ്പ് പ്രൊഡക്ട്സ് ഉണ്ട്. ലെറ്റ്സ് ഒരു ഷോപ്പിഫൈ ആപ്പ് ആയിരിക്കാം, ഒരു ക്രോം എക്സ്റ്റൻഷൻ ആയിരിക്കാം, പ്ലഗിൻസ് ആയിരിക്കാം. ദീസ് ആർ ഓൾ കമ്പനീസ്. അവർക്ക് ചിലപ്പോൾ $1 ബില്യൺ കമ്പനി ആവാൻ പറ്റില്ല, പക്ഷെ $1 മില്യൺ കമ്പനി ആവാൻ പറ്റും. പക്ഷേ ഇവർക്ക് ആക്ച്വലി ആ നെറ്റ്വർക്കും ആക്സസ്, പക്ഷേ VCസിനൊന്നും കാശ് കിട്ടില്ല. കാരണം അത് ചെറിയ പ്രൊഡക്റ്റ് ആണ്. അപ്പം ദീസ് ആർ ഓൾ ഓവർലുക്ക്ഡ് മാർക്കറ്റ്സ്. ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിക്കുക. ഞങ്ങൾ മോഡൽ എന്ന് വെച്ചാൽ ഷാൻ ആണ് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. ലെറ്റ്സ് ബിൽഡിങ് എ ക്രോം എക്സ്റ്റൻഷൻ, ക്ലിയർ മോഡൽ ഉണ്ട്, നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, നല്ല സാധനങ്ങളുണ്ട്. അപ്പം ബട്ട് യു ഡോണ്ട് ഹാവ് ദ ക്യാപിറ്റൽ ടു ബിൽഡ് ദിസ്, അല്ലെങ്കിൽ യു മൈറ്റ് ബി വർക്കിംഗ് ഓൺ എ ജോബ്. അപ്പോൾ പ്രശ്നം നമ്മളെല്ലാവരും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. നമുക്കൊരു ജോബ് ക്യൂട്ട് ചെയ്തൊരു കമ്പനി തുടങ്ങാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഇല്ല, അല്ലെങ്കിൽ ഒരു സ്പേസ് ഇല്ല. ആ സമയത്ത് വാട്ട് വി ഡു ഈസ് വിൽ ഗിവ് യു ദ സാലറി ഫോർ ദ നെക്സ്റ്റ് 1 year. Go build your product.
അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം. നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ എന്താ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ നമ്മളിപ്പം കൂടുതലും സാസും അങ്ങനത്തെ കമ്പനീസ് ഫോക്കസ് ചെയ്യാൻ കാരണം ഇപ്പം നമ്മൾ 3 പാർട്ട്നേഴ്സാണ്. ഞാനും സ്കോട്ടും അശ്വിനും. ഞങ്ങൾ എക്സ്പെർട്ടൈസ് ഇതിലാണ്. സ്കോട്ട് അശ്വിൻ ആരൊക്കെയാ? സ്കോട്ടും അശ്വിനും, അശ്വിൻ ഷിബു, പിന്നെ സ്കോട്ട് മില്ലിക്കൻ, മിക്സ് റാങ്കിന്റെ. അശ്വിനും സ്കോട്ടും they were running Mixed Rank. So Mixed Rank is a data company. It's a YC company, 2013 batch. അപ്പം we've been discussing about this idea for a while and end up starting why not. It's been only 6 months. Scott is not an Indian. No, he's from San Francisco. Ashwin actually കോട്ടയത്താണ്, but he lives in Toronto and he will hopefully move to US soon. ആൻഡ് അശ്വിനും ഞാനും അടുത്ത താമസിക്കുന്നത്. ഓക്കെ, നമ്മളെ പ്രോഗ്രാം ഇതാണ്. അപ്പം ഇതേപോലെ ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും നല്ല ടെക് പ്രോഡക്ട്സോ അല്ലെങ്കിൽ ചെറിയൊരു പ്രൊഡക്ട്സോ സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ go to y0.co. അതിലൊരു ഫണ്ട് പ്രോഗ്രാം ഉണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. എനിബഡി ഹു വോണ്ട് ടു ബിൽഡ് എ പ്രോഫിറ്റബിൾ കമ്പനി, ഇതാണ് ഇതിൻ്റെ ഗോൾ. നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു ഞാൻ കാനഡയിൽ ടൊറൻറ്റോയിലാണ് താമസിക്കുന്നത്. അപ്പം ലെറ്റ്സ് നമ്മൾ അവിടെ ഒരു കമ്പനി ബിൽഡ് ചെയ്യണം. ലെറ്റ്സ് ഇഫ് ഐ മേക്ക് $5,000, നമുക്കവിടെ റെന്റ് കൊടുക്കണം, കുറേ സാധനങ്ങൾ ചെയ്യണം. അത് നോക്കുമ്പോൾ നമുക്ക് അധികം കാശ് ഉണ്ടാവില്ല. പക്ഷേ ഇഫ് യു മേക്ക് $5,000 ഹിയർ ഇൻ കാലിക്കറ്റ്, യു ക്യാൻ ലിറ്ററലി ഹയർ എൻ എൻറ്റയർ ടീം ടു ബിൽഡ് തിങ്സ്. ആ സാധനം എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും? ഇത് ബൈ മി എ കോഫിന്റെ ജിജോ പറഞ്ഞിരുന്നത്, the leverage Buy Me a Coffee has is phenomenal when compared to other US companies. കാരണം I can build the team here, my cost is less, but I am selling in the US and Canada market. Exactly. And people ഹാപ്പിയാണ്. നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു, നമുക്ക് എല്ലാ അറ്റ്മോസ്ഫിയറും ഉണ്ട്. ലെറ്റ്സ് സേ ആൻഡ് യു ക്യാൻ ലിറ്ററലി പേ യുവർ ടീം റിയലി വെൽ. എല്ലാ കാര്യങ്ങളും, എല്ലാ എന്താ പറയുക, ബോൺസ്, എല്ലാ സാധനങ്ങളും കൊടുക്കാനും പറ്റും. ലോങ് ടേമിൽ നമ്മളെ ഗോൾ എന്ന് വെച്ചാൽ ഒരു 5 years അല്ലെങ്കിൽ 10 years down the line, വൈ നോട്ട് ഫണ്ട് ചെയ്യുന്ന 10-100 അല്ലെങ്കിൽ 1000 കമ്പനീസ് അക്രോസ് ദ വേൾഡ് വേണം. ആൻഡ് ഐ വാണ്ട് ദം ടു ഹയർ പീപ്പിൾ ഇൻ ദെയർ കമ്മ്യൂണിറ്റി, ബിൽഡ് എ ടീം ഇൻ ദ എന്താ പറയുക, എന്നിട്ട് ഐ ഓൾസോ വാണ്ട് ദം ടു കീപ് മെജോറിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി. സോ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങൾ കാശ് എടുക്കും. ഇപ്പോൾ ഷാനൊരു കമ്പനി ബിൽഡ് ചെയ്യാണ്, ഒരു വർഷത്തേക്ക് കാശ് വരും. ചിലപ്പോൾ ഒരു 1.5 വർഷം കൂടി വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 6 മാസം കൂടി വേണ്ടി വരും. നമ്മൾ പ്രോപ്പർലി വാലുവേറ്റ് ചെയ്ത്, അപ്പോൾ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ വിൽ ഓൾസോ ഗിവ് യു ക്യാപിറ്റൽ ആൻഡ് ആക്സസ് ടു ഓൾ അവർ റിസോഴ്സസ്. നമ്മളെ നെറ്റ്വർക്കും കാര്യങ്ങളും, പിന്നെ കുറേ എക്സ്പേർട്സ് ഉണ്ട്, എല്ലാവരെയും കണക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങളൊരു പോയിന്റ് എത്തി, വെൻ യു സ്റ്റാർട്ട് മേക്കിംഗ് മണി, we'll help you set up a company, and then we take a very small share in the company, 1 to 5%. It depends upon the company. And then do a revenue share. Okay. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, വി വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഈ ഫൗണ്ടേഴ്സ് അവരെ മെജോറിറ്റി ഓഫ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി കീപ്പ് ചെയ്യണം. ഒരു പ്രോഫിറ്റബിൾ കമ്പനി ബിൽഡ് ചെയ്യണം. അത് ആക്ച്വലി ബിൽഡ് ചെയ്യാൻ നോട്ട് ഇൻഫ്ലേറ്റഡ് ഓവർ ഫണ്ടിങ്. മനസ്സിലായി? അപ്പം അതാണ് ആക്ച്വൽ സാധനം. അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രോഫിറ്റബിൾ കമ്പനി, ഇപ്പം മൈക്രോ കമ്പനി ഇസ് എ ഗുഡ് എക്സാമ്പിൾ. അപ്പം ഷൈജലിൻ്റെ കമ്പനി. അപ്പോൾ വാട്ട് ഇഫ് വി ക്യാൻ ആക്ച്വലി ക്രിയേറ്റ് 1000 മൈക്രോ കമ്പനീസ് അക്രോസ് ദ വേൾഡ് ത്രൂ വൈ നോട്ട്? അടിപൊളിയോ. ദാറ്റ്സ് അവർ മോഡൽ. അപ്പം നമ്മളെ കമ്മ്യൂണിറ്റി അതാണ്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി, ഇപ്പം വി ഹാവ് 2 things. One is community and one is fund. കമ്മ്യൂണിറ്റിയിൽ എന്താ വെച്ചാൽ, പീപ്പിൾ ഹു റിയലി വാണ്ട് ടു ബിൽഡ് പ്രോഫിറ്റബിൾ കമ്പനി, ടെക് കമ്പനീസ് ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ, അതിനുള്ള ഫുൾ റിസോഴ്സസ് യു ക്യാൻ സിംപ്ലി അപ്ലൈ ബൈ ഗോയിങ് ടു y0.co/community. അല്ലെങ്കിൽ നിങ്ങളൊരു ഫണ്ട് വേണം. നിങ്ങൾ ചില സമയത്ത് ചില ഫൗണ്ടേഴ്സ് ആക്ച്വലി അത്ര ആ ഫണ്ട് എടുക്കാനുള്ള ലെവലിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ മെച്യൂരിറ്റിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ, വിൽ ഇൻവൈറ്റ് ഫ്രം ദ കമ്മ്യൂണിറ്റി, വിൽ വർക്ക് വിത്ത് ദം ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അവർ ആ മെച്യൂരിറ്റി എത്തുമ്പോൾ വിൽ ഇൻവെസ്റ്റ് ഇൻ ദ കമ്പനി. ആൻഡ് ഇതും നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം വേണേൽ പറയാം നിങ്ങൾ ഒരു കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്തെന്നൊക്കെ, പക്ഷേ വി വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഇസ് ഹെൽപ്പിംഗ് ഫൗണ്ടേഴ്സ് സക്സീഡ്. അതിൻ്റെ ഒരു പ്രശ്നം ഇരിക്കുന്നത്, നമ്മളൊരു കമ്പനിയൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഇവരുടെ അടുത്ത് ഓൾറെഡി കാശില്ല, ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യണം, അതിൻ്റെ പ്രോസസ്സ് അതൊക്കെ ചെയ്യും. ഇൻസ്റ്റഡ് നമ്മൾ കുറേ സമയം പോകും. you can literally maybe take as a salary from why not. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ അതിന് പകുതി ടാക്സ് എടുത്താൽ മതി. ഇറ്റ്സ് നമ്മളെക്കാട്ടിലും വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് ലൈക്ക്, ഇതെങ്ങനെ ഫൗണ്ടേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശെടുത്ത് നിങ്ങളെ പ്രൊഡക്റ്റ് 2-3 കാര്യങ്ങൾ, നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, കസ്റ്റമേഴ്സിനോട് സംസാരിക്കുക, കാശ് ഉണ്ടാക്കുക, ഇത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് സാലറി നിങ്ങൾ കൊടുക്കും? ഡിപ്പെൻസ് ആണ്. ഓരോ റീജിയൻ അനുസരിച്ച്. ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനനുസരിച്ചും ഫൗണ്ടർ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചും. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ സ്റ്റാൻഡേർഡ് ഡീൽ. ടെക്സ്റ്റാർസിൽ നമ്മൾ 1 കോടി കൊടുത്തിട്ട് മോർ ദാൻ 1 crore, $120,000 to 1 to 6 to 8% ഓഫ് ദ എക്വിറ്റി. അതൊരു സ്റ്റാൻഡേർഡ് ഡീലായിരുന്നു. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീലല്ല. ഐ വർക്ക് വിത്ത് ഫൗണ്ടേഴ്സ്. ഇപ്പോൾ ചില ആൾക്കാർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആളായിരിക്കും, മേ ബി ദേ ഹാവ് എ ഫാമിലി. അപ്പോൾ അതിനനുസരിച്ച് ചിലവർക്ക് ചുമ്മാ ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ദേ ഹാവ് വെരി ഗുഡ് സോളിഡ് പ്രോഡക്റ്റ്. വി വർക്ക് വിത്ത് ദം, നല്ല മനസ്സിലാക്കി അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മോഡൽ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് വൈ നോട്ടിൻ്റെ മെയിൻ സാധനം. പൊളിക്കും ആൾക്കാർ ആരുണ്ടെങ്കിലും ഇപ്പം ബേസിക്കലി. പക്ഷേ ഓക്കെ, ഇപ്പം നമ്മളെ കൂടുതലും ഓഡിയൻസ് D2C ആയിരിക്കും, അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ആയിരിക്കും. അതിൻ്റെ അകത്തും വിൽ യു ബി ഇൻട്രസ്റ്റഡ്?
വിൽ ഡെഫിനറ്റ്ലി ലുക്ക് ഇൻ ടു ഇറ്റ്. അപ്പോൾ ചിലപ്പം ലെറ്റ്സ് സേ വാട്ട് ഇഫ് ഐ ഹാവ് എ നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ അറ്റ് ഇ-കൊമേഴ്സ്, അല്ല സോറി, ഇപ്പം ഇ-കോം മാഫിയ എന്ന നെറ്റ്വർക്ക് ഇവിടെ ഉണ്ട്. വാട്ട് ഇഫ് വി ക്യാൻ ആക്ച്വലി തിങ്ക് അബൌട്ട്, നല്ല ഫൗണ്ടേഴ്സ് ഉണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവർക്ക് അങ്ങനത്തെ കുറേ ഹെൽപ്പ് വേണം. ഇപ്പോൾ ഞങ്ങളെല്ലാ ഫൗണ്ടേഴ്സും നോർത്ത് അമേരിക്കയിലാണ്. ഇപ്പോൾ ഇവിടുത്തെ ആർക്കെങ്കിലും ഒരു പ്രൊഡക്റ്റ് അവർ നോർത്ത് അമേരിക്കക്ക് ബിൽഡ് ചെയ്യണം, നല്ല പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. ഇപ്പം ടെക്സ്റ്റാസിനുള്ളിൽ നോക്കി കഴിഞ്ഞാൽ വി ഇൻവെസ്റ്റഡ് ഇൻ വാട്ടർ ബോട്ടിൽ കമ്പനീസ്, വി ഇൻവെസ്റ്റഡ് ഇൻ ബേബി കെയർ കമ്പനീസ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ആ ടെക്കിൻ്റെ, ചില സമയത്ത് ഇപ്പം പല ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇ-കൊമേഴ്സ് നിങ്ങളുടെ നെറ്റ്വർക്ക് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ വാട്ട് ഇഫ് ഞങ്ങൾക്ക് നല്ല കമ്പനീസിനെ ഇൻവെസ്റ്റ് ചെയ്യാം ആൻഡ് പീപ്പിൾ ലൈക്ക് യു ഗൈസ് ക്യാൻ ആക്ച്വലി ഹെൽപ്പ് ദിസ് കമ്പനീസ് ഓൾസോ ആസ്. അപ്പോൾ നമുക്ക് കളക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇറ്റ്സ് ഓൾ അബൌട്ട് നല്ല ഐഡിയ ഉള്ള നല്ല അല്ലെങ്കിൽ നല്ല കിടലൻ ഫൗണ്ടേഴ്സ് വാണ്ട് ടു ഡു ഇൻക്രെഡിബിൾ തിങ്സ്. ഓക്കെ, അടിപൊളി കോൺസെപ്റ്റ്. നൗ കമ്മിങ് ടു യുവർ പ്രൊഡക്റ്റ്, യു ഓൾസോ ഹാവ് എൻ AI പ്രൊഡക്റ്റ്. എക്സാക്ട്ലി. അതിന് ഇതെല്ലാം കൂടി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. രണ്ട് കാര്യങ്ങളാണ് പ്രൈമറിലി ഓടിക്കുന്നത്. നേരത്തെ പറഞ്ഞൊക്കെ നമ്മൾ പഴയ സ്റ്റോറിയാണ്. അപ്പം ഒരു സാധനം ഇതേപോലെ ഫണ്ട്, വൈനോട്ടിന്റെ ഫണ്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് വിച്ച് ഈസ് ഇൻ സ്റ്റാർട്ടിംഗ് സ്റ്റേജസ്. യെസ്, അത് ബേസിക്കലി നമ്മളിങ്ങനെ സംസാരിച്ചത് എനിക്ക് 5 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 10 വർഷം മുമ്പുള്ള ഷിബിനെ പോലത്തെ ആൾക്കാരിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഐ വാണ്ട് ടു ഹെൽപ്പ് ദം സക്സീഡ്. അവരെ രക്ഷപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ചിലപ്പം ഒരു ഫൗണ്ടർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അവർ ഷാനോടൊന്ന് സംസാരിച്ചാൽ ഒരു ഐഡിയ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അർജുനോട് സംസാരിച്ച ഐഡിയ. അപ്പോൾ അതേപോലെ നല്ല ആൾക്കാരെ കണക്ട് ചെയ്യുക. പിന്നെ അതേപോലെ അവർക്ക് വേണ്ട ബാക്കി ക്ലൗഡ് ക്രെഡിറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആൻഡ് വി വോണ്ട് ടു ഹെൽപ്പ് ദം ബിൽഡ് കമ്പനീസ് ലൈക്ക് മൈക്രോ കമ്പനി സിറ്റിംഗ് ഇൻ ദർ ഹോം ടൗൺ ആൻഡ് ചേഞ്ച് ആ ലോക്കൽ എക്കോണമി ഇൻസ്റ്റെഡ് ഓഫ് റേസിംഗ് മോർ മണി. ഈ മൈക്രോ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഷൈജലിൻ്റെ കൂടെ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അസ്ലമിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, പിന്നെ KPH ഫിലിക്സിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. മൈക്രോ കമ്പനി കോഴിക്കോട് എന്നുള്ള കമ്പനിയാണ്. ഇറ്റ്സ് എ $1 million കമ്പനി. 6 പേരേ ഉള്ളൂ. Amazing. That's why Shibin wants to build more companies like that. അങ്ങനത്തെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. അതാണ് ആക്ച്വലി വൈ നോട്ട്. രണ്ടാമത്തെ സാധനം ആക്ച്വലി ആംഗിൾ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. അതിലെനിക്ക് കുറച്ച് ബിഗർ സ്റ്റോറി പറയാനുണ്ട്. യാൻ ചുമാർ ആണ് എൻ്റെ കോ ഫൗണ്ടർ. അവൻ കോട്ടയത്താണ്. അവനിപ്പോൾ എത്ര വയസ്സായി? പണ്ടേ കേൾക്കുന്നുണ്ട്. അവനിപ്പോൾ 21 ആയിരിക്കും. 21 അല്ല 23 ആയിട്ടുണ്ടോ? ഞാൻ അവനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഗൂഗിൾ ഡെവലപ്പേഴ്സ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഹി ഓൾസോ യൂസ് ടു ബിൽഡ് ആപ്സ് ഒക്കെ ബിൽഡ് ചെയ്യാറുണ്ടായിരുന്നു. അവനൊരു ദിവസം മെസ്സേജ് അയച്ചു, ഹായ് ഷിബിൻ ചേട്ടാ, ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഞാൻ GDGനെ കുറിച്ചൊക്കെ കേട്ടു, ഗൂഗിൾ ഡെവലപ്പേഴ്സ് ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടു, എനിക്ക് പരിപാടിക്കൊക്കെ വരാൻ പറ്റും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചുമ്മാ ഫേസ്ബുക്കിലും ഒരു സ്ലാക്ക് ചാനൽ ഉണ്ടായിരുന്നു, അതിലൊക്കെ സംസാരിച്ചു, അങ്ങനെ കണക്ട് ചെയ്തു. അങ്ങനെ ഞാൻ കൊച്ചിയിൽ വന്നു, പിന്നെ കുറേ പ്രോഗ്രാംസിനൊക്കെ വരാറുണ്ടായിരുന്നു. വി നോ ഈച്ച് അതർ ഫോർ എ വൈൽ. അപ്പം ഇപ്പം നമുക്ക് അറിയുന്ന ഒരു 9 വർഷമായി പരിചയപ്പെട്ടിട്ട്. പക്ഷേ ഞാൻ നുമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ചുമ്മാ നമ്മൾ അങ്ങോട്ടൂടെ മെസ്സേജ്, എന്താണ് ഇപ്പോൾ പരിപാടി, വാട്ട്സ് ഹാപ്പനിങ് എന്ന് ചോദിക്കാൻ വന്നപ്പം അങ്ങനെയാണ് നമ്മൾ ചുമ്മാ ഒരു കോളൊക്കെ എടുത്ത്. അന്ന് ഐ തിങ്ക് ഇറ്റ്സ് ജൂലൈ 6, 2019 അന്ന് നമ്മൾ ചുമ്മാ എന്തോ ഒരു സാധനം നമുക്ക് എന്തെങ്കിലും ചെയ്തു തുടങ്ങിയാലോ എന്ന് സംസാരിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 6 years back, 7 years back. 6 years. അപ്പോൾ ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ എന്തെങ്കിലും ബിൽഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മൾ ബിൽഡ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്, ഫണ്ണാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷം, അവൻ കോളേജിലായിരുന്നു, ഞാനൊരു ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു, പല സാധനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മേ ബി നമ്മളൊരു 15-20 പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഒന്നും വർക്ക് ചെയ്തില്ല. പക്ഷേ വി മേഡ് ഷുവർ ദാറ്റ് എല്ലാ സമയം അത് ചെയ്യുമ്പോൾ അതിൽ ഫുൾ മൈൻഡ് കൊടുക്കുക. അത് കുറേ സാധനങ്ങൾ പഠിച്ചു. നമ്മൾ പല ആപ്സ് ഉണ്ടാക്കി, ഷോപ്പിഫൈ പല സാധനങ്ങൾ ചെയ്തു. അങ്ങനെ ഇവഞ്ച്വലിയാണ് നമ്മൾ ഷോപ്പിഫൈയിൽ എത്തിപ്പെടുന്നത്. അപ്പം ഞാൻ ടൊറൻറ്റോയിൽ നിൽക്കുന്ന സമയത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവിച്ചാൽ, ടൊറൻറ്റോ ഇസ് വേർ ഷോപ്പിഫൈൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ അവിടെ കുറേ അടിപൊളി എന്താ പറയുക, കുറേ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷോപ്പിഫൈയിലേക്ക് കയറി കുറേ ആപ്സ് ഒക്കെ ടെസ്റ്റ് ഔട്ട് ചെയ്തു. ഞാൻ ഷോപ്പിഫൈയിലേക്ക് വരാം. അങ്ങനെ നമ്മൾ വി എൻഡ് അപ്പ് ബിൽഡിംഗ് എ പ്രോഡക്റ്റ് കോൾഡ് ആംഗിൾ. ആംഗിൾ എന്താണെന്ന് വെച്ചാൽ, ആംഗിൾ ഇസ് ആൻ AI സെയിൽസ് ഏജന്റ് ഫോർ ഷോപ്പിഫൈ സ്റ്റോർ. ബേസിക്കലി നമ്മളൊരു കടയിൽ പോകാറില്ലേ, ഇപ്പോൾ ലെറ്റ്സ് ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയും, ജീൻസ് ആണെങ്കിൽ നിങ്ങൾ 3rd ഫ്ലോറിലേക്ക് പോയിക്കോ, അവിടെ അതുണ്ട്. അപ്പം ദർ വിൽ ബി സമ്മൺ ലൈക്ക് ആൻ ഏജന്റ് വിച്ച് അവർ നമ്മളെ നിങ്ങൾക്ക് എന്താ ഡയറക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യും. പിന്നെ ഐ വിൽ ഹെൽപ്പ് യു ബൈ. ഇതാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡിജിറ്റൽ വേർഷൻ. നമുക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താ, യു ക്യാൻ ഗോ ടു askangle.com. അതൊരു ഷോപ്പിഫൈ ആപ്പാണ്. അപ്പോൾ നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇറ്റ്സ് എന്താ പറയുക, ഒരു AI പ്രൊഡക്റ്റ്. വി യൂസ് ഡിഫറെൻറ്റ് APIs. നമ്മൾ ജെമിനി യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്പൺഎഐൻ്റെ APIs യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് നിങ്ങളെ ഫുൾ ഷോപ്പിഫൈ സ്റ്റോർ ആണെങ്കിൽ അതിൻ്റെ ഫുൾ പ്രൊഡക്ട്സ് വരെ പ്രോപ്പർലി സിങ്ക്ഡ് ആണ്, ലൈവായിട്ട് സിങ്ക്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ സ്റ്റോറിൽ വന്ന് ചുമ്മാ ചോദിച്ചാൽ മതി, എന്താ പറയുക, ഐ എം ലുക്കിംഗ് ഫോർ, ലെറ്റ്സ് സേ ഒരു ടോയ് സ്റ്റോർ ആണെങ്കിൽ, ഐ എം ലുക്കിംഗ് ഫോർ എ ഗിഫ്റ്റ് ഫോർ മൈ സൺ. എൻ്റെ ബഡ്ജറ്റ് എന്താ പറയുക, എനിക്കൊരു ഗിഫ്റ്റ് വേണം, പക്ഷേ നമുക്ക് എൻ്റെ ബഡ്ജറ്റ് ഒരു 10 അല്ലെങ്കിൽ 50 എന്താ പറയുക ദിനാറാണ്, റിയാലാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു എക്സാമ്പിൾ പറയാം. എന്നിട്ട്
പക്ഷേ ഹി ലവ്സ് ബാർബി ഡോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷീ ലവ്സ് ബാർബി ഡോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൽ ഗോ ഹെൽപ്പ് ഫൈൻഡ് യു ദ റൈറ്റ് പ്രോഡക്റ്റ് ആൻഡ് ദെൻ യു ക്യാൻ ആക്ച്വലി ആഡ് ടു ദ കാർട്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് വെച്ചാൽ നമ്മളെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു. ഇപ്പം നമ്മളെ കസ്റ്റമേഴ്സിന് നമ്മളെ പ്രൊഡക്റ്റിന് നല്ല കച്ചവടമുണ്ട്. ലിറ്ററലി ഇറ്റ്സ് ആക്ച്വലി ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ടു ഹാപ്പൻ ഫോർ എ പ്രൊഡക്റ്റ്. എക്സാക്ട്ലി. അപ്പോൾ നമ്മൾ അതിലും ഇൻവെസ്റ്റ് ചെയ്ത് വി വോണ്ട് ടു ബി ഇത് നിങ്ങളെ ഒരു നല്ല, നിങ്ങളിപ്പം പ്രൊഡക്റ്റ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോയാൽ മതി. കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ഒക്കെ താഴാം. അപ്പോൾ അതിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി ഒരു ഹ്യൂമനെ പോലെ തന്നെ സംസാരിക്കും, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുക്കും. പിന്നെ ഇറ്റ്സ് ലിറ്ററലി ലൈക്ക് ഒരു ചാറ്റ് GPT നിങ്ങളുടെ സ്റ്റോറിന് മുകളിൽ അങ്ങനെ ഉണ്ടാവും. ഒരു ചാറ്റ് GPT വേറെ സ്റ്റോറിനെ കുറിച്ച് മൊത്തം അറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ പേര് വരെ കൊടുക്കാം. അതുപോലെ ഇതുപോലെ നിങ്ങൾ ഏത് ലൊക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് തന്നെ ട്രെയിൻ ചെയ്യാം, നിങ്ങളെ ഫുൾ ഡേറ്റ കൊടുത്ത്. പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫെച്ച് ചെയ്തോളും. അപ്പം വാട്ട് ഇഫ് ഒരു ചാറ്റ് GPT നിങ്ങളുടെ സ്റ്റോറിന് മുകളിലുണ്ട്, പക്ഷേ ആ ചാറ്റ് GPT നോസ് എവറിത്തിങ് അബൌട്ട് യുവർ സ്റ്റോർ. അതെ, ബേസിക്കലി നിങ്ങൾ ഐ നോ ഇനഫ് സ്റ്റോഴ്സ് ഹു ഹാസ് മോർ ദാൻ 10+ ചാറ്റ് ഏജൻസ്. ചാറ്റ് ഏജൻസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. നിങ്ങൾ ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കോ, നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ഇപ്പം നമുക്ക് ഈ അടുത്ത് നമ്മളൊരു കസ്റ്റമർ ഉണ്ട്, അവർക്ക് നല്ലൊരു സെയിൽ നടന്നു. നോക്കുമ്പം റഷ്യനിലാണ് ആക്ച്വലി ആ കസ്റ്റമർ ചാറ്റ് ചെയ്തത്. അപ്പോൾ റഷ്യനിൽ ചാറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ ആ ചാറ്റ് മൊത്തം നമ്മൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ബാക്ക് എൻഡിൽ കാണാൻ പറ്റും, ഷോപ്പിഫൈ ആപ്പ് ആയതുകൊണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് അവരൊരു റഷ്യനിൽ ചോദിച്ചു, നമ്മളൊരു കസ്റ്റമർ സപ്പോർട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ നമ്മളെ ഏജൻറ്റ് ആക്ച്വലി എല്ലാ ആൾക്കാർ അതിൻ്റെ ഫുൾ ആൻസർ കൊടുത്തു. ഐ തിങ്ക് ദാറ്റ് വാസ് എ സെയിൽ മോർ ദാൻ 3000 AD ത്രൂ വൺ കോൺവെർസേഷൻ. അപ്പം കംപ്ലീറ്റ് കിട്ടി. അപ്പോൾ ഇത് ലിറ്ററലി ഒരു യു പുട്ടിങ് എ സെയിൽസ്മാൻ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ സ്റ്റോർ. True. അത് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. ഞാൻ പലപ്പോഴായിട്ട് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെ നല്ലൊരു സൊല്യൂഷൻ തരെ കിട്ടി. കഴിഞ്ഞ ദിവസം നമ്മൾ ഡെമോ കാണിച്ചു. വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? യു സോ ദ ഡെമോ. ഞാനൊരു സ്റ്റോറിൽ കാണിച്ചു തന്നു. ഫിനോമിനൽ. അതായത് വേർ ഐ സീ ദിസ് വിൽ വർക്ക് ഈസ്, ഫോർ എക്സാമ്പിൾ Care and Cure, which is a store I managed. അവിടെ 4 ചാറ്റ് ഏജൻസ് ഉണ്ട്. ഈ 4 ചാറ്റ് ഏജൻസിനെ റീപ്ലേസ് ചെയ്യാം. എക്സാക്ട്ലി. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഈ ചാറ്റ് ഏജൻസിനെ ഹയർ ചെയ്യണം, അവരെ ട്രെയിൻ ചെയ്യണം, പിന്നെ അവരെ ലീവ് നോക്കണം, അവരെ പിന്നെ പ്രശ്നങ്ങൾ അറിയണം. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ഹയർ വൺ ഏജന്റ് ഹു വർക്ക്സ് 24/7. ആൻഡ് ദാറ്റ് ഏജൻറ്റ്സ് നോ എവറിത്തിങ് അബൌട്ട് യുവർ സ്റ്റോർ. നിങ്ങളുടെ സ്റ്റോറിൽ മറ്റേ ഇത്ര ഇഞ്ചുള്ള നീഡിലുണ്ടോ എന്നുള്ളത് ആ ഏജന്റിന് അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓൾറെഡി നിങ്ങളൊരു പണി എടുക്കണ്ട. യു ക്യാൻ ഇൻസ്റ്റാൾ ദ ആപ്പ് ഇൻ 1 minute or 2 minutes. പിന്നെ നിങ്ങൾ മറന്നാൽ മതി, പിന്നെ അതങ്ങ് ഓടിച്ചോളാം എല്ലാ സാധനം. വർക്ക് ചെയ്യും, ഒരു ഡൗട്ടും ഇല്ല. കാരണം ഇത് സ്റ്റോറിൽ മാത്രമല്ല, ഈവൻ ഇകോം ഷോക്ക് ഒരു ഏജന്റ് ഉണ്ട്. അപ്പോൾ നൗ വി ആർ വർക്കിംഗ് വിത്ത് അനദർ കമ്പനി ടു സി ഇതിനൊരു ഏജന്റിനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുമോ. ബിക്കോസ് ആസ് ഓഫ് നമ്മൾ ഫ്ലോ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. വാട്സാപ്പിൽ ഫ്ലോ വരുന്നു, ആ ഫ്ലോക്ക് അനുസരിച്ച് പോകുന്നു. നൗ വി ആർ തിങ്കിങ്, ബിക്കോസ് കസ്റ്റമേഴ്സ് വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് പിന്നെ ഫ്ലോയിലില്ല. മനസ്സിലായി. അതിനൊരു ഏജന്റ്. പക്ഷെ നിങ്ങൾ ഷോപ്പിഫൈ സ്റ്റോർ മാത്രം. അതിന്റെ ഒരു പ്രൈമറി റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് പോകണം. അർജുൻ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞായിരുന്നു അവർ എന്തുകൊണ്ടാണ് ഷോപ്പിഫൈയിലേക്ക് പോയത്. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഷോപ്പിഫൈനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ഷോപ്പിഫൈയിലാണ്. അപ്പോൾ ദ അതർ തിങ് ഇസ് ലൈക്ക് നമ്മൾ പല കമ്പനീസിനും പല പാർട്ട്ണർ ഇക്കോസിസ്റ്റംസ് ഉണ്ട്. സെയിൽസ് ഫോഴ്സിനുണ്ട്, മൈക്രോസോഫ്റ്റിനുണ്ട്, ഗൂഗിളിനുണ്ട്, ക്രോം വെബ്സ്, അങ്ങനത്തെ പല ഗോൾഡ് പാർട്ട്ണർ, സിൽവർ പാർട്ട്ണർ ഒക്കെ പല പാർട്ട്നേഴ്സ് ഉണ്ട്. പക്ഷേ ഐ ബിലീവ് ദാറ്റ് ഷോപ്പിഫൈ ഹാസ് ദ നമ്പർ 1 പാർട്ട്ണർ ഇക്കോസിസ്റ്റം ഇൻ ദ വേൾഡ്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഷോപ്പിഫൈ ടൊറൻറ്റോയിൽ താമസിക്കുന്നത്. ഐ ട്രൈ ടു കുറേ പ്രോഗ്രാംസിൽ ഉണ്ടാവാറുണ്ട്. അവരെല്ലാം ഇനിഷ്യേറ്റീവിൽ എൻഗേജ് ചെയ്യാറുണ്ട്. ടൊറൻറ്റോ ആണ് ഷോപ്പിഫൈ ഹെഡ്ക്വാർട്ടർ. അപ്പോൾ അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഈ വർഷം ഞാൻ ഷോപ്പിഫൈ എഡിഷൻസിന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞത് മോർ ദാൻ $1 billion ഇസ് യുനോ പേ ഔട്ട് ടു ദ, അല്ലെങ്കിൽ എന്താ പറയുക, ആ പാർട്ട്നേഴ്സിന് അവർ പേ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഫ്യൂ ഇയേഴ്സിൽ. അതേപോലെ കുറേ ആപ്സ് ഉണ്ട്, അപ്പം എല്ലാ ആൾക്കാരും ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇറ്റ്സ് എ ഗ്രോയിങ് മാർക്കറ്റ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർഫസ് ഏരിയ ഓഫ് ലക്ക് കൂട്ടുകയാണ്. അപ്പം ഞങ്ങൾ പല കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ റീസെൻ്റ്ലി ഷോപ്പിഫൈയിലേക്ക് മൂവ് ചെയ്ത ആൾക്കാരാണ്. അതിൻ്റെ ഒരു ചലഞ്ച് ഇരിക്കുന്നതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇപ്പോഴും മജൻഡോയിലുണ്ട്, കുറേ പ്ലാറ്റ്ഫോംസിലുണ്ട്. പക്ഷേ അതിൽ പ്രശ്നം വെച്ചാൽ അവർ പണ്ട് അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഓൺ ബോർഡ് ചെയ്തതായിരിക്കും. പക്ഷേ ദേ ആർ മിസ്സിങ് ഔട്ട് എ ലോട്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ടെക്നിക്കൽ ഡെറ്റ് ഉണ്ട്, ഇത് മാനേജ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഇൻറ്റഗ്രേഷൻസ് ആണ്. ഷോപ്പിഫൈ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കുറേ ആപ്സ് ഉണ്ട്. അപ്പോൾ നമുക്കില്ലാത്ത കുറേ ക്യാപ്പബിലിറ്റീസ് ഇപ്പം ഈ ഏജൻറ്റ് നമുക്ക് മെജൻഡോയിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേപോലെ പക്ഷേ നമുക്ക് ഷോപ്പിഫൈയിൽ അത് ചെയ്യാൻ പറ്റും. ആൻഡ് അതേപോലെ ഹ്യൂജ് മാർക്കറ്റ്, കുറേ 1000+ ആപ്സ് ഉണ്ട് ഷോപ്പിഫൈയിൽ. എക്സാക്ട്ലി, വിച്ച് ഇൻ ഇറ്റ് സെൽഫ് ഇസ് $1 billion കമ്പനി. യെസ്, ആൻഡ് ദാറ്റ്സ് ദ പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മളിപ്പോൾ ചില ആൾക്കാരിപ്പം ഒരു ഫീച്ചർ ഇല്ല, അല്ലെങ്കിൽ അത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ കുറേ കാര്യങ്ങൾ. അപ്പം വെരി ബിഗ് സ്പേസ്. ആരെങ്കിലുമൊക്കെ ഷോപ്പിഫൈയിൽ ഇല്ലെങ്കിൽ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഞാൻ ഒരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്, ഷോപ്പിഫൈ മാക്സിമലിസ്റ്റ്. അപ്പോൾ ഐ ബിലീവ് മാക്സിമലിസ്റ്റിൻ്റെ മലയാളത്തിൽ മേ ബി
വി ക്യാൻ പുട്ട് അതർ വേ. പക്ഷേ ആ. ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ അതിലേക്ക് മൂവ് ചെയ്യാം. ഞാൻ ആദ്യം ഡിസ്ക്ലെയിമർ കൊടുക്കും കൺസൾട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐ ആം എ ഹാർഡ് കോർ ഫാൻ ഓഫ് ഷോപ്പിഫൈ. എൻ്റെ വായന ഷോപ്പിഫൈ മാത്രമേ ഉള്ളൂ, ഒന്നും വിചാരിക്കരുത്. ബിക്കോസ് വി നോ നമ്മൾ വർക്ക് ചെയ്ത് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ യു ക്യാൻ സെറ്റപ്പ് എ സ്റ്റോർ ഇൻ ലെസ് ദാൻ എ ഡേ. യെസ്. വേർ എൽസ് ക്യാൻ യു സെറ്റപ്പ് ആൻഡ് യു ഹാർഡ്ലി ഹാവ് ടു പേ എനിത്തിങ്. ആൻഡ് ഷോപ്പിഫൈ ഇസ് പുട്ടിങ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻ റിസർച്ച്. അവർക്ക് ഈ പ്രോഡക്റ്റ് എപ്പോഴും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഗോൾ എന്ന് വെച്ചാൽ മെർച്ചൻസ്, അവരൊരു ഓൺടർപ്രണർഷിപ്പ് കമ്പനിയാണ്. ഷോപ്പിഫൈ ഓൾവേസ് പൊസിഷൻ ദംസെൽഫ് ആസ് എൻ ഓൺടർപ്രണർഷിപ്പ് കമ്പനി. ഇറ്റ്സ് ലൈക്ക് വി വാണ്ട് ടു ഹെൽപ്പ് ഓൺടർപ്രണേഴ്സ് സക്സീഡ്. അപ്പോൾ മെർച്ചൻസ് ഒക്കെ ഓൺടർപ്രണേഴ്സ് ആണ്. അതിനുവേണ്ടി അവരെന്താ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അവിടെ അവർ കഴിഞ്ഞ വർഷം എല്ലാ വർഷവും അവർ എഡിഷൻസ് ചെയ്യാറുണ്ട്. ഓരോ അപ്ഡേറ്റ്സും ഞാനൊരു നാളെ സ്റ്റോർ നടത്തുകയാണെങ്കിൽ എന്നെ എങ്ങനെയൊക്കെ ബെറ്റർ ആക്കാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതിനാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്. അല്ലെങ്കിൽ നിങ്ങൾ അവരെ ക്വാർട്ടർലി ഏർണിംഗ് കോൾസും അവരെ എന്താ പറയുക റിപ്പോർട്ട്സ് ഒക്കെ എടുത്തൊക്കെ നിങ്ങൾക്ക് അറിയാം ഹൗ വെൽ ദേ ആർ പൊസിഷൻഡ്, അല്ലെങ്കിൽ ഹൗ വെൽ ദേ ആർ ആക്ച്വലി അത്രക്ക് പണിയെടുക്കുന്നുണ്ട് ആ പ്ലാറ്റ്ഫോം ബെറ്റർ ആക്കാൻ. അപ്പം അതിലും വലിയൊരു ട്രസ്റ്റ് വേറെ വേണ്ട. പിന്നെ ദിവസം എന്ന് വെച്ചാൽ ടെക്നിക്കലി ഡിപ്പെൻഡൻസി കുറക്കാനും പറ്റും. ദ പ്ലാറ്റ്ഫോം ഇസ് ഡിസൈൻഡ് ഇൻ എ വേ ഒരു സാധാരണക്കാർക്ക് എടുക്കാം. അപ്പം ഡെവലപ്പർ ആവശ്യമില്ല. മീൻസ് ഞാൻ പറയട്ടെ, ഇവിടെ അല്ല ഏറ്റവും കൂടുതൽ കമ്പനീസ് സ്ട്രഗിൾ ചെയ്യുന്നത് ബിക്കോസ് ദേ തിങ്ക് ഇറ്റ്സ് എ ടെക്നിക്കൽ പ്രൊജക്റ്റ്. ആ ടെക്നിക്കൽ പ്രൊജക്റ്റ് ആണല്ലോ സ്ട്രഗിൾ. ജസ്റ്റ് ടേക്ക് ദ ടെക്നിക്കൽ സ്ട്രഗിൾ ഔട്ട്. ഇഫ് യു യൂസ് ഷോപ്പിഫൈ യു ഡോണ്ട് ഹാവ് ടെക്നിക്കൽ സ്ട്രഗിൾ. ടെക്നിക്കലി ഇതിനകത്തൊന്നും ചെയ്യാനില്ല. അതോടുകൂടി ആ സ്ട്രഗിൾ പോയി യു ക്യാൻ ജസ്റ്റ് ഫോക്കസ് ഓൺ മാർക്കറ്റിംഗ്. അല്ലെങ്കിലും ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ പ്രൊജക്റ്റ് അല്ല, ഇറ്റ്സ് ജസ്റ്റ് അനദർ ചാനൽ ഓഫ് ഓപ്പറേഷൻസ്. അത് ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് മച്ച് ബെറ്റർ. ഈ ബിസിനസ്സുകാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ദേ റിയലി ഗുഡ് അറ്റ് ഡൂയിങ്. അവരെ ബിസിനസ് ചെയ്യാൻ അടിപൊളിയാണ്, അവരത് ചെയ്യട്ടെ. അപ്പോൾ ആൾക്കാരെ പ്രശ്നം വെച്ചാൽ എല്ലാ ആൾക്കാരും കുറേ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവർ കുറേ ഇതിലേക്ക് സമയം കളയും, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന ഒരു വർഷമൊക്കെ കളയും. ഇൻസ്റ്റഡ് അവർ ചെയ്യേണ്ടത് വെച്ചാൽ ലെറ്റ് ദം ഫോക്കസ് ഓൺ ബിൽഡിംഗ് നല്ല കിഡിലം പ്രോഡക്റ്റ് ഉണ്ടാക്കട്ടെ. മാർക്കറ്റിങ്ങിന് അധികം ടൈം സ്പെൻഡ് ചെയ്യട്ടെ. പ്ലാറ്റ്ഫോം മൊത്തം ലെറ്റ് ദം യൂസ് ഷോപ്പിഫൈ. നമ്മൾ ആ ഒരു അവയർനെസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ പ്രോബ്ലി വിൽ റീച്ച് ദർ. ഓക്കെ, ബിഫോർ വി വൈൻഡ് ഓഫ് ദിസ് പോഡ്കാസ്റ്റ്, നമ്മളെല്ലാവരോടും ചോദിക്കലുണ്ട് AI എങ്ങനെയാണ് നിങ്ങളെ ബിസിനസ്സിൽ ഡിപ്ലോയ്. നിങ്ങൾ AI ഏജൻറ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബട്ട് വാട്ട് ഡു യു തിങ്ക് പീപ്പിൾ ഷുഡ് ഡു AI വെച്ചിട്ട്? AI ഈസ് ചേഞ്ചിങ് ലിറ്ററലി. എനിക്ക് തോന്നുന്നത് ദിസ് കുഡ് ബി എ ഐഫോൺ ഓർ ആൻഡ്രോയിഡ് ലോഞ്ച് ഇവൻറ്റ് പോലത്തെ ഒരു സംഭവമാണ്. കാരണം ദാറ്റ് ചേഞ്ച്ഡ് എവറിത്തിങ്. നോക്കിയും ബ്ലാക്ക്ബെറി ഔട്ട് ഓഫ് ദ ഗെയിം. സോ AI ഈസ് ഗോയിങ് ടു ചേഞ്ച് എവറിത്തിങ് എന്നാണ് വിശ്വസിക്കുന്നത്. സോ വാട്ട് ഡു യു ഹാവ് ടു സേ അബൌട്ട് ഇറ്റ്? എൻ്റെ ഒരു സാധനം വെച്ചാൽ എല്ലാ ബിസിനസ് ഓൺടർപ്രണേഴ്സും യൂസ് ചെയ്ത് തുടങ്ങണം. അല്ലെങ്കിൽ നിങ്ങളൊരു കോഫൗണ്ടറോ ഒരു ബിസിനസ് പാർട്ട്ണറോ കോച്ചായിട്ട് പ്രോപ്പർലി വെച്ചിട്ട് നിങ്ങൾ ആരും കോമ്പീറ്റ് ചെയ്യുന്നത്, ഇപ്പം എല്ലാവരും പറയും AI വരുന്നുണ്ട്, ജോലി പോകുന്നുണ്ട്, അങ്ങനത്തെ പല സാധനങ്ങളുണ്ട്. പക്ഷേ ആസ് എ ബിസിനസ് ഓണർ യു ഹാവ് ടു സീ ദിസ് ഇൻ എ വേ ദാറ്റ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ ഓരോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ChatGPT ഒരു പുതിയ മോഡൽ വന്ന് അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എൻ്റെ ബിസിനസ്സിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് AI-നോടല്ല. ബിസിനസ്സുകളും ആരും കോമ്പീറ്റ് ചെയ്യുന്നത് AI-നോടല്ല, അതർ ബിസിനസ്സസ് ഓർ യൂസിങ് AI. അപ്പോൾ നിങ്ങളൊരു മൊബൈൽ ഷോപ്പോ എന്താണോ റൺ ചെയ്യുന്നത്, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളെ കോമ്പറ്റീറ്റർ ഓൾറെഡി മറ്റേത് യൂസ് ചെയ്തിട്ട് പല വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പല കോണ്ടന്റ് ഉണ്ടാക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്ന അവർക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു CEO ആണ് ഒരു ഷോപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്റ്റോറിൻ്റെ, അതേപോലത്തെ വേറൊരു CEO ഉണ്ടാവും. നിങ്ങൾക്ക് AI ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാം, പക്ഷേ നിങ്ങൾ കോമ്പറ്റീറ്റർ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടാവും. ഹീസ് പുട്ടിങ്. കാരണം ഇതിനെല്ലാ കോണ്ടെക്സ്റ്റും ഉണ്ട്. ഇപ്പം ChatGPT ആണെങ്കിൽ സെർച്ചും എല്ലാ ഫീച്ചേഴ്സും വെച്ചിട്ട് എങ്ങനെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും, എങ്ങനെ ബെറ്റർ ആയിട്ട് ഇത് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അവർ പഠിക്കുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. ദിൽ ഗെറ്റ് അല്ലെങ്കിൽ ദിൽ ഗോ വേ അഹെഡ്. അപ്പം ബേസിക്കലി നിങ്ങളത് ചെയ്തെങ്കിൽ യു മിസ്സിങ് ഔട്ട് സംതിങ്. ആൻഡ് പിന്നെ എപ്പോഴും ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങളും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പോയിന്റ് എത്തിയിട്ട് പണ്ട് നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ വെച്ച് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താ പറയുക ഒരു AI വെച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്യാൻവ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഏതൊരു യു ക്യാൻ ഷട്ട് യുവർ ഐസ് ഓർ ഇയേഴ്സ് ഓഫ്, എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് AI കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും, എന്നിട്ട് നിങ്ങളെ എംപ്ലോയീസിനെ ഫയർ ചെയ്യണം എന്നല്ല പറയുന്നത്. ഇൻസ്റ്റഡ് AI ചെയ്യാം, അവരോടൊക്കെ AI യൂസ് ചെയ്യാൻ പറയാം. എന്നിട്ട് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ തന്നെ പണ്ട് റിപ്പോർട്ട്സ് അയക്കുകയാണെങ്കിൽ ഇമെയിൽസ് അയക്കുകയാണെങ്കിലൊക്കെ നമുക്ക് കുറേ സമയം അവിടെ പോകുമായിരുന്നു. കറക്റ്റ്. ഇപ്പം എന്താ സുഖം വെച്ചാൽ ChatGPT എല്ലാ സാധനം കൊടുത്ത് റിപ്പോർട്ട്സ് ഒക്കെ എളുപ്പമാക്കും. അപ്പം നിങ്ങളെ എംപ്ലോയീസ് ആക്ച്വലി പ്രൊഡക്റ്റീവ് ആണ് ആൻഡ് ദേ ഹാവ് ലോട്ട് മോർ ടൈം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും AI യൂസ് ചെയ്യാൻ അവരോട് പറയാം. എല്ലാവർക്കും സബ്സ്ക്രിപ്ഷൻ എടുത്തു കൊടുക്കുക. നമ്മൾ ചെയ്ത അതാണ്. എല്ലാവർക്കും സബ്സ്ക്രിപ്ഷൻ എടുത്തു കൊടുക്കുക. എന്നിട്ട് അവർക്ക് ദർ മോർ പ്രൊഡക്റ്റീവ് റൈറ്റ് നൗ. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബാക്കി സമയത്ത് അവർക്ക് ബിസിനസ്സിന് മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, AI യൂസ് ചെയ്യാൻ പല രീതിയിൽ. ആ സമയം കൂടി തിരിച്ചു കിട്ടും. ആൻഡ് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. ഇതാണ് എനിക്കൊന്ന് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഒരു ഓൺടർപ്രണർ ആവാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം.
അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇതുവരെ ഇല്ലയിൽ വെച്ച് ഇതുവരെ ഉള്ളതിൽ വെച്ചിട്ട്. കാരണം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം പെർപ്ലെക്സിറ്റിൻ്റെ കോമറ്റ് എന്ന് പറഞ്ഞൊരു ബ്രൗസർ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്കിപ്പോൾ എനിക്കിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്കൊന്ന് വയനാട് വരെ ഡ്രൈവ് ചെയ്യണം, അതിനിടയ്ക്ക് ഞാൻ 2 സ്റ്റോപ്പ് ചെയ്യണം. ചുമ്മാ അത് കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഹെൽപ്പ് യു വിത്ത് എവറിത്തിങ്. ആ ബ്രൗസർ അത് ചെയ്തോളും. ChatGPTൻ്റെ ഏജൻറ്റിലുണ്ട്. പിന്നെ നമ്മൾ ചുമ്മാ അടച്ചു വെച്ചങ്ങ് ചെയ്താൽ അതങ്ങ് ഓടിക്കോളും. അപ്പോൾ അതേപോലെ നമുക്ക് ശരിക്കും ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു ടീം നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. ട്രൂ. എനിക്കൊന്ന് ഇന്നലെയാണ് നമ്മളെ ടീമിലെ ഡാരിൻ പറഞ്ഞത്, നമ്മളൊരു ന്യൂസ് ലെറ്റർ ചെയ്യലുണ്ട് നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ. സോ ഈ സെഡ് ദാറ്റ് ഒന്നുമില്ല, ഞാൻ കോമറ്റ് ബ്രൗസർ അപ്പോൾ യൂസ് ചെയ്യല്, അപ്പോൾ ഞാനത് ഓട്ടോമേറ്റ് ചെയ്ത് ന്യൂസ് ലെറ്റർ. അപ്പോൾ ന്യൂസ് ലെറ്റർ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യുക? ഒന്നുമില്ല, കോമറ്റ് ബ്രൗസർ പറയുക സമ്മറൈസ് ദ ചാറ്റ്സ് ഓഫ് ലാസ്റ്റ് വീക്ക്. ഇറ്റ് ലിറ്ററലി സമ്മറൈസസ് ദ ചാറ്റ്സ് ഇൻസൈഡ് വാട്സാപ്പ് ആൻഡ് ഗീവ്സ് us the ന്യൂസ് ലെറ്റർ. അതാണ്. അതേപോലെ തന്നെ വേറൊരു യൂസ് കേസ് ഈ അടുത്ത് ഞാൻ 1-2 കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവരെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം കുറേ ഡേറ്റകളുണ്ട്. അപ്പം വാട്സപ്പിൽ ആൾക്കാർ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ലിറ്ററലി അവർക്ക് കോമറ്റ് ബ്രൗസറിലോ ഏതിലോ ആണെങ്കിൽ അവർക്ക് ബെറ്ററായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പണ്ട് എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു ജൂനിയർ ആൾക്കാർ ഹയർ ചെയ്യണം. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് നോളജ് ഇല്ല. അവർക്ക് ഒരു സ്ഥാപനത്തിനെ കുറിച്ച് പല പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ബേസിക്കലി നമ്മൾ ChatGPTയിൽ മെമ്മറി ആയിട്ട് ആഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പ്രോപ്പർലി എല്ലാ ഡേറ്റ ഉണ്ടെങ്കിൽ അവർക്കത് ബെറ്ററായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പം ബിസിനസ്സുകൾ ആക്ച്വലി ഭയങ്കര ലെവലിൽ യൂസ് ചെയ്യണം. പിന്നെ ബിസിനസ് ആൾക്കാർ എങ്ങനെ ചിന്തിക്കണം എന്ന് വെച്ചാൽ, പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ഇതെൻ്റെ ബിസിനസ്സിനെ ബാധിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതെങ്ങനെ എനിക്ക് എൻ്റെ ബിസിനസ്സിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിപ്ലോയ്. യെസ്. ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു വീഡിയോ എഡിറ്റിംഗ് കമ്പനി നടത്തുകയാണ്. അപ്പോൾ ആൾക്കാർ വന്ന് വീഡിയോസ് വരുന്നുണ്ട്, ഇതാണെന്നൊക്കെ പറയാം. ഹൗ ക്യാൻ ഐ ആക്ച്വലി യൂസ് AI ടു ചേഞ്ച് ദ വേ ഹൗ ഐ ഡു പ്രോജക്ട്സ്? എങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? എങ്ങനെ എനിക്ക് AI പ്രോജക്ട്സുകൾ ഡെലിവർ ചെയ്യാൻ പറ്റും? അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് ആലോചിക്കുക പല കാര്യങ്ങളും. അപ്പം എന്തൊന്നാലും ത്രെട്ട് ആയിട്ട് കാണരുത്. opportunities ആയിട്ട് കാണാം. ഹൗ ക്യാൻ യു യൂസ് ഇറ്റ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി? ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഇവിടെ നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വി ക്യാൻ ഇൻവൈറ്റ് അഗെയിൻ. എന്താ ടോപ്പിക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. പിന്നല്ല, നമ്മളിവിടെ കോഴിക്കോടുണ്ട് കുറച്ച് ദിവസം. അപ്പം മിക്കവാറും കോഴിക്കോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കും. നമ്മളിവിടെ വെട്ടത്താണ് ഇരിക്കുന്നത്. സോ ഹി വാസ് സെയിങ് ദാറ്റ് വി വിൽ ഹോസ്റ്റ് സം ഇവന്റ് ഓവർ ഹിയർ. ഞാനും ആലോചിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ, എങ്ങനെ നമുക്ക് കുറേ ലൈക്ക് മൈൻഡഡ് ആയിട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും? നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏത് ഓൺട്രപ്രണേഴ്സ് എല്ലാവർക്കും കുറേ എനർജി ഉണ്ട്. ഇപ്പോൾ ഒരു തുടങ്ങുന്ന ഓൺട്രപ്രണർ ആണെങ്കിൽ പോലും ഒരാൾ പുതിയൊരു സ്റ്റാർട്ട് ചെയ്യുക, അവർക്ക് പോലും എന്തെങ്കിലും പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരിക, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു സ്റ്റാർട്ടപ്പ് വീക്കെൻഡ്. ടെക്സ്റ്റാസിൻ്റെ ഒരു പ്രോഗ്രാമാണ് സ്റ്റാർട്ടപ്പ് വീക്കെൻഡ്. ഒരു 54 hours ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുക. വാട്ട് ഇഫ് നിങ്ങൾക്ക് ഒരു eCommerce വീക്കെൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല? ഒരു എക്സാമ്പിൾ, ഇപ്പോൾ കുറേ പേര് ചൈന എന്നൊക്കെ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാം. പ്രൊഡക്റ്റ് ഒന്നും വേണ്ട, നിങ്ങൾ തിങ്ക് അബൌട്ട് ഐഡിയ, നിങ്ങൾക്ക് അവിടെ നിന്ന് സോഴ്സ് ചെയ്യാൻ പറ്റുമെന്നറിയാം. ഒരു ഓൺട്രപ്രണേഴ്സ് എല്ലാവരും ഒരു വെള്ളിയാഴ്ച വരുന്നു. വെള്ളിയാഴ്ച വന്നിട്ട് നമ്മൾ എല്ലാവരും മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, കണക്ട് ചെയ്യുന്നു. ഒരു സാറ്റർഡേയും സൺഡേയും കിട്ടും. വാട്ട് ഇഫ് യു ബിൽഡ് ആൻ eCommerce ഒരു കമ്പനി, ഒരു പ്രൊഡക്റ്റോ ഷോപ്പിഫൈയിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക, എല്ലാ ടൂൾസും വെച്ചിട്ട് ഒരു പ്രോപ്പർ കിട്ടില്ല, AI വെച്ചിട്ട് നല്ല പ്രോഡക്റ്റ് ഡിസൈൻ അപ്ഡേറ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, എല്ലാ സോഷ്യൽ പ്രൊഫൈൽസ് സെറ്റപ്പ് ചെയ്യാം. ഇതൊക്കെ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു വീക്കെൻഡിൽ യു ക്യാൻ ബിൽഡ് എ ബിസിനസ്. അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഇങ്ങനത്തെ സ്പേസിൽ ബിൽഡ് ചെയ്യാം. പിന്നെ ഇത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ഈസ് ഓൾ ഗുഡ് പീപ്പിൾ ആൻഡ് കുറേ ഓപ്പർച്യൂണിറ്റീസ്. എനിവേസ്, സോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു ഷിബിൻ. താങ്ക് യു. ഇനിയും പാക്കലാം. പിന്നല്ല, കാണാം. ഇന്നത്തെ ഈ എപ്പിസോഡിന് ശേഷം എന്നാലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടായേക്കാം. ഈ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ടീമായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ ഈ ഗസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഒരു പെയ്ഡ് 1-on-1 കൺസൾട്ടേഷൻ വേണമെങ്കിൽ അതും ഈ ലിങ്കിൽ അവൈലബിൾ ആയിരിക്കും. സോ അവിടെ പോവുക, സാധനം ചെക്ക് ചെയ്യുക ആൻഡ് ഡു വാട്ട് ഈസ് നീഡഡ്. അണ്ടിൽ വി മീറ്റ് അഗെയിൻ.